കഴിഞ്ഞ നാളിൽ പറഞ്ഞ പോലെ ദശാംശത്തെക്കുറിച്ചുള്ള ഒരു മെസ്സേജ് പലർക്കും കേൾക്കാൻ താല്പര്യപ്പെട്ടിട്ടുണ്ട്. ദശാംശം എന്ന് പറയുന്ന വിഷയം പുതിയ നിയമത്തിൽ ഉണ്ടോ? പഴയ നിയമത്തിലെ ന്യായപ്രമാണ കാലത്തിൽ കൊടുത്ത ഒരു അനുവാദമല്ലേ? അത് പുതിയ നിയമത്തിൽ എങ്ങനെയാണ് ദശാംശം വരുന്നതൊക്കെ എന്നിങ്ങനെ പലരുടെയും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്കറിയാം, നമ്മളൊരു സഭയുടെ ബേസിലോ ഞാനൊരു TPM-കാരൻ ശുശ്രൂഷക്കാരൻ അറിയുന്നതിനേക്കാൾ അധികം യേശുക്രിസ്തുവിൻ്റെ ദാസനെന്നറിയുന്നതാണ് അന്നും ഇന്നും എനിക്ക് ഇഷ്ടം. ഞാൻ ഈ കൂട്ടായ്മയിൽ കടന്നു വരുന്ന സമയത്തിൽ 78-ൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ആ സമയത്ത് സമുദായത്തിൽ നിന്ന് ആദ്യമായിട്ടാണ് പെന്തിക്കോസ്തുകാരെ കാണുന്നത് തന്നെ, ശരിയായിട്ട് പരിചയപ്പെടുന്നത് തന്നെ എപ്പോഴാണ്. പക്ഷേ ഞാൻ ഈ കോളത്തിൽ വന്ന സമയത്ത് എനിക്കൊരു കാര്യം മനസ്സിലായി. പെന്തിക്കോസ്തുകാർ പല ഗ്രൂപ്പുണ്ട്. ഓരോ ഗ്രൂപ്പുകളും അവരവരുടെ ആ ചില പ്രാദേശിക കാര്യങ്ങൾക്ക് വേണ്ടി വടം വലിക്കുന്ന അല്ലെങ്കിൽ മത്സരിക്കുന്നതായ അതിനുവേണ്ടി വാത് കെട്ടുന്നൊരു സ്വഭാവം എനിക്കുണ്ടായി. അപ്പോൾ ഓരോരുത്തരും അവരവരുടെ സഭയ്ക്ക് വേണ്ടിയും സംഘാടകർക്ക് വേണ്ടിയൊക്കെ മത്സരിച്ച് പറയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കതൊന്നും ഒട്ടും അംഗീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം ഞാൻ യേശുക്രിസ്തു എന്നുള്ള കോൺസെപ്റ്റാണ് എൻ്റെ മനസ്സിൽ. അപ്പോൾ ഞങ്ങൾ പെന്തിക്കോസ് മിഷനിലെ വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിക്കാൻ പലയിടത്തും പോകും. പഠിത്തമില്ലാത്ത ദിവസം, പഠിത്തമുള്ള ദിവസം തന്നെയും പല ഗ്രൂപ്പുകൾ ഞങ്ങളെ വിളിക്കും. പല പെന്തിക്കോസ് സംഭവങ്ങളുടെ സംഘടനകളൊക്കെ വിളിച്ച് സാക്ഷ്യം പറയാനും ബൈബിൾ ക്ലാസ് എടുക്കാനും ഒക്കെ ഞങ്ങൾ വിളിക്കുമായിരുന്നു. അപ്പം ഞങ്ങളെല്ലാവരും ദൈവമക്കളെന്നാണ് കാണുന്നത്. എല്ലാം ദൈവമക്കൾ അല്ല. ഇപ്പം പെന്തിക്കോസിന് വേർതിരിക്കേണ്ട ആവശ്യം നമുക്കൊന്നില്ല. അന്നൊക്കെ എന്ന് പറഞ്ഞാൽ 78-ലൊക്കെ ഞാനിപ്പോൾ ഓർക്കുന്നുണ്ട്, തിരുവല്ല ബസ് സ്റ്റാൻഡിൽ ഞാൻ നിൽക്കുമ്പോഴേ ഒരു മനുഷ്യൻ നല്ല ക്ലീൻ ഷേവോടുകൂടി, ക്ലീൻ ഷേവ് ചെയ്തൊരു വെള്ള വസ്ത്രം, വെള്ള ഉടുപ്പൊക്കെ ഇട്ട്, ഞാനിദ്ദേഹത്തെ കണ്ടപ്പോൾ എനിക്ക് തോന്നി പെന്തിക്കോസുകാരനാണ്. കാരണം അന്ന് പെന്തിക്കോസുകാരെ എപ്പോഴും വെള്ളയും നല്ല ഇത് മുഖമൊക്കെ പഠിച്ചെടുക്കുകയല്ലേ. ഞാനും എൻ്റെ സഹോദരനും കൂടെ അലക്സും കൂടെ ചേർന്ന് ഓടിച്ചെന്ന് ഈ മനുഷ്യന് കൈ കൊടുത്ത് സ്വത്രം അല്ലേലിയാന്ന് പുള്ളിക്കാരൻ ഞങ്ങളുടെ മുഖത്തോട്ട് നോക്കുക. പുള്ളി അല്ലേലിയാന്നും പറഞ്ഞില്ല, എന്നാലും ചിരിച്ച് ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാൻ സാറ് പുള്ളി ഒരു ബാങ്കിൽ ജോലിക്കാരനാണ്, ഒരു നായർ ഫാമിലിപ്പെട്ട ഒരു സഹോദരനാണ്. അപ്പോൾ അങ്ങനെ ഒക്കെയുള്ളതായ ദൈവസ്നേഹത്തിൽ നമുക്ക് ഈ ഗ്രൂപ്പിസവും വിദ്വേഷവും ഇതൊന്നും ഇല്ല. യേശുക്രിസ്തു എന്ന അടിസ്ഥാനമല്ല. പിന്നെ സംഘടന വളരാൻ വേണ്ടി ഓരോ പ്രസ്ഥാനങ്ങൾ, ഓരോ കോളേജ്, സ്കൂൾ എന്ന് പറഞ്ഞ പോലെ അതിൻ്റെ നിലവാരമനുസരിച്ചൊക്കെ പലതുണ്ടാകും. CBSE സിലബസ് ഇല്ലയോ, മറ്റ് കേരള സിലബസ്, അങ്ങനെ ICS, ഇങ്ങനെ പലതുണ്ടല്ലോ. അപ്പോൾ ഇതിൽ ചില കുറച്ചുകൂടെ ഉയർന്ന താഴ്ന്ന സ്റ്റാൻഡേർഡിന് വ്യത്യാസം കാണും, ഉപദേശങ്ങൾക്ക് ചിലപ്പോൾ അല്പം വ്യത്യാസം കാണുമെങ്കിലും ബേസിക്കലി എല്ലാം ക്രിസ്തുവാണ്. അപ്പോൾ അവിടുന്ന് വേണം തുടങ്ങാൻ. ഇടയ്ക്ക് വെച്ച് നമ്മൾ തിരിഞ്ഞു പോരുത്. നമുക്കറിയാം, കർത്താവിനെ ബെത്ലഹേമിലേക്ക് കാണാൻ പോയതായ 3 രാജാക്കന്മാർ എന്ന് പറയുന്നുണ്ട്. പക്ഷേ AC തോമാച്ചായൻ ആ 3 രാജാക്കന്മാരിൽ ഒരാൾ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് വന്ന, ഇന്ത്യൻ പ്രവിശ്യയിൽ കൂടെ വന്ന ഒരു വിക്രമാദിത്യ മഹർഷിയാണെന്നാണ് പറയുന്നത്. എന്നെയാണ് ചരിത്ര പുസ്തകത്തിൽ കൂടെ വായിച്ചിട്ട് പറഞ്ഞതാണ്. അങ്ങനെ അഫ്ഗാനിസ്ഥാൻ കടന്നു വന്ന ഒരു മഹർഷി ആ കൂട്ടത്തിലുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇങ്ങനെ 3 രാജാക്കന്മാരുടെ കൂട്ടത്തിൽ അവർ പല സ്ഥലങ്ങളിൽ നിന്ന് വന്നെങ്കിലും യെരുശലേമിലേക്ക് വരുന്ന സമയത്ത് അവരെ ഗൈഡ് ചെയ്യാൻ ഒരു നക്ഷത്രം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ആ സുവിശേഷത്തിൻ്റെ ആരംഭത്തിൽ വായിക്കുന്നത്. അവർ നക്ഷത്രം കണ്ടുകൊണ്ട്, അങ്ങനെ അവൻ്റെ നക്ഷത്രം എന്ന് പറയുന്നത് ശരിയാണ്. കാരണം ചില നക്ഷത്രങ്ങൾക്കൊക്കെ ചില അർത്ഥങ്ങളുണ്ട്. അപ്പോൾ അവൻ്റെ നക്ഷത്രം തന്നെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ യേശുക്രിസ്തുവിനെ ജനിച്ചപ്പോൾ അതിനുവേണ്ടി ഒരു നക്ഷത്രം ഉണ്ടായിരുന്നതാണ്. അല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്ന നക്ഷത്രം അപ്പോൾ പ്രകാശിച്ച് കാണിച്ചു കൊടുത്തു. ഇത് വിവേചിച്ചറിയാനുള്ള അസ്ട്രോണമി നോളജ്, വാനശാസ്ത്ര നിരീക്ഷണം എപ്പോഴും ഉണ്ടല്ലോ. അവർക്ക് നിരീക്ഷിച്ച് പറയാൻ കഴിയുമെന്നാണ്. കാലങ്ങളെയും സമയങ്ങളെയും വിവേചിക്കുന്നുവല്ലോ എന്നാണ് യേശു ഇവിടെ പറയുന്നത്. നിങ്ങൾ കാലങ്ങളെയും. അപ്പോൾ അത് യോബിനോടും പറയുന്നുണ്ട്. കാർത്തികയുടെ മഹേയത്തിൻ്റെ നിനക്കറിയാമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇന്നലെ ഞാൻ നമ്മുടെ ഈ തിരുവല്ല പാസ്റ്റർ ഇങ്ങനെ കണ്ട് സംസാരിച്ചപ്പോൾ, തിരുവല്ലയിലെ സെൻട്രൽ പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ താൻ എന്നോട് കാര്യം പറയുന്നുണ്ട്. തൻ്റെ അപ്പൻ യാക്കോബ ഓർത്തഡോക്സ് സഭയിലെ ഒരംഗമായിരുന്നു. താൻ രക്ഷിക്കപ്പെട്ട്, അപ്പോൾ ആ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ജാതകം എഴുതുക. പണ്ടൊക്കെ ജാതകം എഴുതുന്നൊരു പരിപാടി ഉണ്ടല്ലോ, സമുദായ ക്രിസ്ത്യാനികൾ പോലും ജാതകം എഴുതും. അങ്ങനെ ഇദ്ദേഹത്തിൻ്റെ മൂലം എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ തിരുനാൾ, അപ്പൻ്റെ നാള്.
അപ്പോൾ ആ നാളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, 32ാമത്തെ വയസ്സിൽ നീ പരദേശവാസം ചെയ്യും. അപ്പോൾ ഒരു ഭാര്യയും 3 പിള്ളേരും ഉള്ളൊരു മനുഷ്യനോട് അവൻ്റെ ജാതകത്തിൽ എഴുതിയിരിക്കുകയാണ്, 33ാമത്തെ വയസ്സിൽ നീ പരദേശവാസത്തിന് പോകും എന്നിങ്ങനെ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പോൾ 32ാമത്തെ വയസ്സിൽ അദ്ദേഹത്തിൻ്റെ ഭാര്യ മരിച്ചു, അല്ലെങ്കിൽ ബാബുച്ചായൻ്റെ അമ്മ മരിച്ചു. മരിച്ചതിന് ശേഷമാണ് ഈ സുവിശേഷ വേലയെക്കുറിച്ചുള്ളതായ ഒരു വെളിപ്പാട് തനിക്ക് കിട്ടി. ഈ കൂട്ടായ്മയുടെ ബന്ധത്തിൽ വെളിപ്പാട് കിട്ടി. താൻ 3 മക്കളുമായിട്ട് സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങി തിരിച്ചു. അങ്ങനെ ദേശാന്തരിയായിട്ട് പരദേശവാസം ചെയ്യുമെന്ന് ഒരു ഹൈന്ദവ ജ്യോതിഷം തന്നെ എഴുതി കൊടുത്തതിനകത്തുണ്ട്. അപ്പോൾ ചിലരുടെ ഒക്കും, ചിലരുടെ ചിലപ്പോൾ കാശിന് വേണ്ടിയൊക്കെ എഴുതുന്നവന്മാരെ തെറ്റിപ്പോകുന്നത്. അപ്പോൾ ഒറിജിനലുണ്ട്. ഞാൻ പറഞ്ഞില്ലയോ, എൻ്റെ 13ാമത്തെ വയസ്സിൽ എൻ്റെ മുഖത്തെ ഒരു മറുകും എൻ്റെ നാളും ചോദിച്ചിട്ട് ഒരു സന്യാസി എന്നോട് പറഞ്ഞ 3 കാര്യം. നിങ്ങൾ വിവാഹം കഴിക്കുകയില്ല, ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്, നിങ്ങളുടെ കൂടെ അനേക സ്ത്രീകൾ നിങ്ങളുടെ പ്രവൃത്തിയോടുകൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞു. നിങ്ങളുടെ പ്രവൃത്തിയോടുകൂടി അനേക സ്ത്രീകൾ നിങ്ങളോടുകൂടെ പ്രവർത്തിക്കാൻ കാണുമെന്ന് പറഞ്ഞു. മൂന്നാമത്, നിങ്ങൾ പല സ്ഥലങ്ങളിൽ യാത്ര ചെയ്ത് അത്യുന്നതനായ ദൈവത്തിൻ്റെ പ്രതിപുരുഷനായിട്ട് പോകും. എങ്ങനെ അത് അദ്ദേഹത്തിന് മനസ്സിലായി? പക്ഷെ നിങ്ങൾക്കെതിരായിട്ട് ഒരു വലിയ ശക്തി എപ്പോഴും പ്രവർത്തിക്കും. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ള ശക്തി അതിനേക്കാൾ വലുതായതുകൊണ്ട് അതിനെ ജയിക്കും. ഇതിൻ്റെ കാശുണ്ടാക്കാൻ വേണ്ടി നാളും നാഴിയൊക്കെ പറഞ്ഞ് ഓരോരുത്തരിങ്ങനെ പല കാര്യങ്ങൾ പറയാറുണ്ട്. അപ്പം അതിൽ അസ്ട്രോണമി കറക്റ്റാണ്. അപ്പം വാനശാസ്ത്രജ്ഞന്മാർ യേശുക്രിസ്തുവിൻ്റെ നക്ഷത്രം കണ്ടിട്ട് എന്താ സംഭവിച്ചേ? പിൻപറ്റി യെരുശലേം വരെ എത്തി. നോക്കണം, യെരുശലേം വരെ എത്തുമ്പോഴും ആ നക്ഷത്രത്തെ കണ്ടുകൊണ്ടാണ് യാത്ര ചെയ്യുന്നത്. യെരുശലേമിൽ വന്നപ്പോൾ ബുദ്ധിയുടെ പ്രമാണം പ്രവർത്തിക്കാൻ തുടങ്ങി. നമുക്കൊക്കെ ബുദ്ധിയില്ലേ? എല്ലാ മനുഷ്യർക്കും ബുദ്ധിയുണ്ട്. അപ്പോൾ രാജാക്കന്മാരുടെ ബുദ്ധി എന്തായിരുന്നു? രാജരീകമായ കാഴ്ചപ്പാടിലാണ്. അപ്പോൾ യെരുശലേമിൽ ഒരു രാജാവുണ്ട്. സ്വാഭാവികമായിട്ടും ബുദ്ധി കൊണ്ട് ചിന്തിച്ചു, ശരി, ഒരു കാര്യം ചെയ്യാം, ഒന്ന് അരമന വരെ പോകാം. രാജാവായി ജനിച്ചവരല്ലേ? അവർ നക്ഷത്രത്തിൽ വായിച്ചെടുത്തത് യഹൂദയിൽ രാജാവ് പറഞ്ഞിരിക്കുന്നതാണ്. അങ്ങനെ രാജാവ് പറഞ്ഞവരെ കാണാൻ വേണ്ടി ഇറങ്ങിയവർ സ്വാഭാവികമായിട്ടും അരമനയോട് അടുത്തൂടെ പോകുമ്പോൾ ചിന്തിച്ച തെറ്റില്ല. ഒരുപക്ഷെ നമ്മളൊക്കെ ചിന്തിക്കും, ഒന്ന് പോയി ഫ്രഷായി, ഒന്ന് കുളിച്ച്, ഒരു ടിഫിനൊക്കെ കഴിച്ച്, ഒന്ന് പരിചയപ്പെട്ടൊക്കെ പോരാ, അത്രയേ ഉള്ളൂ, ജസ്റ്റ് സാധാരണ ബുദ്ധി. പക്ഷെ ഈ സമയത്ത് അവരെ ഗൈഡ് ചെയ്ത നക്ഷത്രത്തെ അവർ മറന്നുപോയി. നക്ഷത്രത്തെ പിൻപറ്റി ബെത്ലഹേമിൽ കൊണ്ടാക്കുന്നതിന് മുൻപായിട്ട് യെരുശലേമിൽ വന്നപ്പോൾ അരമനയെക്കുറിച്ചൊരു ചിന്ത വന്നു. നോക്കണം, ബെത്ലഹേം എന്ന് പറഞ്ഞാൽ യേശു കിടക്കുന്ന അവിടെ കാറ്റിൽ ഷെഡ്, കന്നുകാലിയുടെ പെരയിലാണ് കിടക്കുന്നത്. പുൽക്കൂട്ടിൽ എന്ന് പറഞ്ഞാൽ കന്നുകാലിയെ കിടത്തിയ പുല്ല് കച്ചിയിട്ടതായ ആ തണുപ്പ് സമയത്തുള്ള ചൂടിൽ ആ കച്ചിയുടെ പുറത്ത് യേശുവിനെ കിടത്തിയത്. യേശു പ്രസവിച്ചത് വഴിയരികിലാണ് യേശുവിനെ പ്രസവിച്ചത്. പക്ഷെ കിടത്തിയത് ഈ കച്ചി അല്ലെങ്കിൽ ഉണങ്ങിയ പുല്ലിൻ്റെ പുറത്ത് ചൂടിന് വേണ്ടി. ആ പുൽക്കൂട്ടിൽ കാറ്റിൽ ഷെഡ്, അവിടേക്കാണ് ഇവർ യാത്ര ചെയ്ത് വന്നത്. അപ്പം നക്ഷത്രത്തിൻ്റെ വഴികാട്ടി എന്ന് പറയുന്നത് വിഷൻ ഓഫ് കാറ്റിൽ ഷെഡ്, കാറ്റിൽ ഷെഡിൻ്റെ ദർശനമാണ്. എന്നാൽ അരമനയെക്കുറിച്ചുള്ള ചിന്ത വന്നപ്പോൾ ആ കാറ്റിൽ ഷെഡ് എന്നുള്ളതായ അല്ലെങ്കിൽ കന്നുകാലി തൊഴുത്തെന്നുള്ളതായ ആ സിംപ്ലിസിറ്റി, മീൻസ് ബെത്ലഹേം എന്ന് പറഞ്ഞാൽ സിംപ്ലിസിറ്റി, ആ സിംപ്ലിസിറ്റി നഷ്ടമായി. പെട്ടെന്ന് അരമനയിലേക്ക് പോയി, വിഷൻ ചേഞ്ച് ചെയ്തു. വിഷൻ ഓഫ് പാലസ്, വിഷൻ ഓഫ് കാറ്റിൽ ഷെഡ് എന്ന് പറഞ്ഞിട്ട് വിഷൻ ഓഫ് പാലസിലേക്ക് പോയി. പല ദൈവമക്കൾക്കും നമുക്കൊക്കെ എങ്ങനെയാണ്? സുവിശേഷ വേലയ്ക്കൊക്കെ ഇറങ്ങി വരുമ്പോൾ ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും ഇപ്പോൾ TPM സഭയിലെ പലരും വന്നിരിക്കുന്ന എല്ലാം മറ്റു പെന്തക്കോസ്തിൽ നിന്നാണ്, അല്ല മറ്റ് ക്രിസ്തീയ സമൂഹത്തിൽ നിന്നും അക്രൈസ്തവരും മുസ്ലിങ്ങൾ പോലും ഉണ്ട്. എല്ലാ വിഭാഗത്തിൽ നിന്നുണ്ട്. കാരണം ഇതാണ് ദൈവരാജ്യത്തിൻ്റെ യഥാർത്ഥമായ. അപ്പോൾ ഇവിടെ സുവിശേഷ വേലയ്ക്ക് വരുമ്പോഴും ആരും നിർബന്ധിക്കുന്നില്ല, ഒരുത്തരും നിർബന്ധിക്കുന്നില്ല. ഇതുപോലെ ഞങ്ങളൊക്കെ ദൈവം വിളിച്ച്, ഞാനൊക്കെ സുവിശേഷ വേല വരുമ്പോഴും വേലയ്ക്ക് ഇറങ്ങുന്നെന്ന് പറഞ്ഞപ്പോൾ ഒരു പാസ്റ്റർ വിളിച്ച് 15 കൂട്ടം കാര്യങ്ങളാണ് പറഞ്ഞത്. മോനെ, വേലയ്ക്ക് ഇറങ്ങല്ല, ഇത് ഭയങ്കര കഷ്ടവും ദുരിതവും പ്രയാസമാണ്, നിന്ന ആക്ഷേപം ഒക്കെ ഉള്ളതാണ്, ഇത് സാധാരണക്കാരെ കൊണ്ടും ചെയ്യാവുന്നതല്ല എന്നും പറഞ്ഞ് ഞാനിന്ന് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പരിചയമുള്ളൊരു പാസ്റ്ററാണ്. അത് കഴിഞ്ഞ് ഒരു ഇൻ്റർവ്യൂവിന്, ഒരു ജോലിക്ക്, ഒരു ടെസ്റ്റിന് പോയത് ഈ പാസ്റ്റർ പ്രാർത്ഥിച്ചു വിട്ടതാണ്. ഒരു ഗവൺമെൻറ് ജോലിക്ക് വേണ്ടി പോയതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, മോൻ ആ ജോലി കിട്ടുമ്പോഴോ അത് ചെയ്ത് ജീവിച്ച് വിശ്വാസിയായി ജീവിച്ചാൽ മതി, നിങ്ങൾക്കാർക്കും പറ്റുന്നതല്ല, ഇതൊന്നും വേല ചെയ്യാൻ ഒക്കത്തില്ല
ഇത് ഭയങ്കര കഷ്ടവും നിന്ദയും ആക്ഷേപവും എല്ലാമാണ് എന്നൊക്കെ പറഞ്ഞ് 15 കൂട്ടം കാര്യങ്ങൾ എനിക്ക് ഇദ്ദേഹം ഒന്നൊന്നൊന്നായി പറഞ്ഞു. വേലയ്ക്ക് വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്നേഹത്തോടെ പറഞ്ഞതാ. കാരണം നിന്ന് പിടിക്കാൻ ഒത്തില്ല, എന്ത് ചെയ്യും? പക്ഷെ എനിക്ക് ഈ 15 കൂട്ടവും 15 ക്വസ്റ്റ്യൻ പോലെയായിരുന്നു. ഏതാ ഇൻ്റർവ്യൂവിൻ്റെ ടെസ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ പോലെ ആയിരുന്നു. ഞാനെല്ലാം ടിക്ക് ചെയ്തു. അതിനെന്താ, യേശുവിന് വേണ്ടി മരിക്കാൻ തീരുമാനിച്ചാൽ പിന്നെ തുണി അലക്കുന്നതാണോ, കടയിൽ പോക്കുന്നതാണോ, കക്കൂസ് കഴുകുന്നതാണോ, ഇതൊക്കെ വലിയ കാര്യമുണ്ടോ എന്ന് 15 ടിക്ക് ചെയ്തു. 15 ടിക്ക് ചെയ്തതിന് ശേഷം ആണ് ഞാൻ മദ്രാസിൽ പോയി വേലയ്ക്ക് ഇറങ്ങാമെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് പെട്ടെന്ന് മനസ്സിൽ ഇവിടെ ഇറങ്ങണോ മദ്രാസിൽ ഇറങ്ങണോ എന്നൊരു തോന്നൽ കോട്ടയത്ത് വെച്ചു. അപ്പം ഞാനും എൻ്റെ കൂടെ വേലയ്ക്കിറങ്ങിയ വർഗീസ് ബ്രദർ കൂടെ ഞങ്ങൾ കൈവച്ച് പ്രാർത്ഥിച്ചു. ശരി, ഇവിടെ വെച്ചാൽ വേലയ്ക്കിറങ്ങുന്നത് ദൈവഹിതമെങ്കിൽ എല്ലാവരോടും യാത്ര ചെയ്ത് ഞങ്ങൾ കൺവെൻഷൻ കഴിഞ്ഞ് ഇറങ്ങുക. തിങ്കളാഴ്ച രാവിലെ ഇറങ്ങുന്ന സമയത്ത് ബാഗ് തോള കിടപ്പുണ്ട്. അവസാനത്തിൽ അന്നിരുന്ന അസിസ്റ്റൻ്റ് പാസ്റ്റർ ടി വി തോമസ് പാസ്റ്റർ കണ്ട് പ്രാർത്ഥിച്ച് യാത്ര പറയാൻ വേണ്ടി ബാക്കി എല്ലാവരും കണ്ട് അദ്ദേഹത്തിൻ്റെ മുറിയിൽ. അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു. കോട്ടയത്താണ് വേലയ്ക്കിറങ്ങുന്ന ദൈവഹിതമെങ്കിൽ പാസ്റ്റർ ടി വി തോമസിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് അദ്ദേഹം നമ്മോട് ഒരു ചോദ്യം ചോദിക്കാതെ ഫോം എടുത്ത് കൈ തരികയാണെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് വേലയ്ക്കിറങ്ങാം. ഇത് ഞങ്ങൾ വേറെ സ്ഥലത്ത് വെച്ചാൽ പ്രാർത്ഥിച്ചിട്ട് ആരുമില്ലാത്തൊരു സ്ഥലത്ത് ഞങ്ങൾ പ്രാർത്ഥിച്ചതിന് ശേഷം ഞങ്ങൾ എല്ലാവരെയും കണ്ട് യാത്ര പറഞ്ഞ് തോളത്ത് ബായും കിടക്കുന്നു. പാസ്റ്റർ ടി വി തോമസിൻ്റെ മുറിയിലേക്ക് ചെല്ലുന്ന സമയത്ത് ഞങ്ങളെ കാണുകയും താൻ മുറിക്കകത്തു പിന്നെ അകത്തോട്ട് പോയി. നേരെ 2 ഫോം എടുത്തിട്ട് ഞങ്ങളുടെ നേരെ നീട്ടിയിട്ട് പറഞ്ഞു, നിങ്ങൾ ഇവിടെ ഇറങ്ങേണ്ടവരായി, ഇവിടുത്തെ ഫലമായി ഇവിടുന്ന് ഇറങ്ങിക്കുക, അതിനുശേഷം മദ്രാസിൽ പോയിക്കൊള്ളാൻ പറഞ്ഞു. കൃത്യമായിട്ട് ഞങ്ങളുടെ മനസ്സിലുണ്ടായ കാര്യം തന്നോട് ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടു. അങ്ങനെ അവിടെ വേലയ്ക്കിറങ്ങി. അപ്പോൾ ഇവിടെ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുക എന്ന് പറയുന്നത് ആരും നിർബന്ധിച്ചിട്ടല്ല, ഒരു വെളിപ്പാടും വിളിയുമാണ്. ഈ 42 വർഷമായിട്ട് നമുക്ക് ഇന്ന് ഒരു ദിവസം പോലും നിരാശയോ ദുഃഖമോ, പ്രശ്നങ്ങൾ ഒരുപാട് വന്നിട്ടുണ്ടെങ്കിലും അത് വേലയ്ക്ക് വന്നില്ലെന്നൊരു നിരാശ ഇന്നുവരെ ഉണ്ടാക്കിയിട്ടില്ല. ഓരോ ദിവസവും പ്രത്യാശയിൽ വർദ്ധിച്ചതല്ലാതെ നമുക്ക് മടങ്ങിപ്പോണമെന്നോ ഇത് തെറ്റായിപ്പോയെന്നൊരു തോന്നൽ ഇതുവരെയും. അതുകൊണ്ടാണ് എനിക്ക് ഈ കാലങ്ങളൊക്കെ ഞാൻ നെഗറ്റീവ് വശങ്ങളിലേക്ക് അധികം പഠിക്കാൻ പോകാതെ ഇതിനകത്തുള്ള മൂല്യങ്ങളും സത്യങ്ങളും പഠിക്കണം. അങ്ങനെ ഞങ്ങൾ വിശ്വാസിയായിരിക്കുന്ന സമയത്ത് തന്നെ ഫുൾ ടൈം പ്രവർത്തകരായിരുന്നു. ഫുൾ ടൈം ഞങ്ങളുടെ പണവും, എനിക്കന്ന് പണമൊക്കെ കിട്ടും, ബിസിനസ്സിൻ്റെ ഒരു ചെറിയ പാർട്ട്ണർഷിപ്പൊക്കെ ഉള്ളതുകൊണ്ട് അത്യാവശ്യം പണമൊക്കെ, ഈ പണം മുഴുവൻ സുവിശേഷ വേലയ്ക്ക് ചെലവഴിക്കുക. മൈക്കുമൊക്കെ വാങ്ങിച്ച് ഞങ്ങൾ ബോട്ടയിലും വള്ളത്തേലും നടന്നും ചാക്ക് കെട്ട് വലിയ ചാക്കിനകത്ത് ബൈബിളും പുസ്തകമൊക്കെ വെച്ച് ഞങ്ങളുടെ നാട്ടിൽ ചുമന്നുകൊണ്ട് ഓരോ വീടുകൾ കൊടുക്കും. അവരുടെ മൂക്കത്ത് കൈവെക്കും. ഈ പിള്ളേർക്ക് പിന്നെ രോഗശാന്തി നടക്കാൻ തുടങ്ങി, അല്പം തുടങ്ങി. അങ്ങനെ ദേശത്തിൽ കർത്താവിനെ മഹിമപ്പെടുത്തി. അപ്പോൾ ആ സമയങ്ങളിൽ ഞങ്ങൾ പല ഗ്രൂപ്പുകളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഓരോ നിങ്ങൾ ഏത് സഭയാണ്, ഏത് ഗ്രൂപ്പാണെന്ന് ചോദിക്കും. ഞങ്ങൾക്ക് അത് കേൾക്കുന്ന വലിയ അലർജിയാണ്. കാരണം എല്ലാം ദൈവമക്കളല്ലേ, എല്ലാ പെന്തക്കോസ്തുകാരും എല്ലാ വിശ്വാസികളും ക്രിസ്ത്യാനികൾ പോലും യേശുവിനെ വിശ്വസിക്കുന്ന ഒരു ദൈവമക്കളല്ലേ. ഞാനൊക്കെ സമുദായത്തിരിക്കുമ്പോഴും എനിക്ക് യേശുവിനോട് വലിയ ഇഷ്ടമാണ്. എന്തുകൊണ്ടല്ലേ ആദ്യം യേശുവിനെ പ്രാർത്ഥിക്കത്തുള്ളൂ, യേശുവിനെ പറയത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ പഠിപ്പിച്ചിരുന്നേ. അച്ഛന്മാരും കന്യാസ്ത്രീകളും വീട്ടിലെ അമ്മയൊക്കെ ദൈവത്തിൽ ആശ്രയിക്കാനും യേശുവിനോട് പ്രാർത്ഥിക്കണമെന്നാണ് ചെറുപ്പത്തിൽ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആദ്യം പോയി യേശുവിനോട് പറയും. പള്ളിയിൽ പോയാലും യേശുവിൻ്റെ അടുത്ത് പോയി പറയും, അല്ലെങ്കിൽ വീട്ടിലായാലും യേശുവിൻ്റെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട്, അവിടെ പോയി പറയും. അങ്ങനെ ശീലിച്ചതുകൊണ്ട് ഈ സമയങ്ങളൊക്കെയും എന്ത് വന്നാലും യേശു. അപ്പോൾ ഈ യേശുവുള്ള സ്നേഹത്തിൽ ഈ പെന്തക്കോസ്തുകാരും ബ്രദറേയും അതിങ്ങനെ പല ഗ്രൂപ്പുകളിലൊക്കെ ചെല്ലുമ്പം അവർ ഗ്രൂപ്പിസം പറയുമ്പോൾ ചങ്കിന് വലിയ വേദനയാണ്. ഇതെന്തോ ഈ മനുഷ്യർക്ക് ഇങ്ങനെ. അപ്പോൾ ഞങ്ങൾ സിലോൺ പെന്തക്കോസ്ത് മിഷനോട് ബന്ധപ്പെട്ട വിശ്വാസികളാണെങ്കിലും ഞങ്ങളോട് ചോദിക്കും, നിങ്ങൾ ഏത് ഗ്രൂപ്പാണ്, ഏത് സഭയാണ്? ഞങ്ങൾ പറയും ഞങ്ങൾ ക്രൈസ്റ്റ് ഗ്രൂപ്പാണെന്ന് പറയും. ക്രൈസ്റ്റ് ഗ്രൂപ്പ്. അതുകൊണ്ട് പിന്നീട് വരുന്ന മാസികയും എഴുത്തുകളൊക്കെ ഞങ്ങൾക്ക് ക്രൈസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ വരുന്നതാണ്. ശരി, ആ കുഞ്ഞ് ക്രൈസ്റ്റ് ഗ്രൂപ്പ് കറക്റ്റാണ്. ഇന്നും ഏത് ഗ്രൂപ്പാണ്? അന്നും ഇന്നും ഒറ്റ ഗ്രൂപ്പേ ഉള്ളൂ. പൗലോസിൻ്റെ പക്ഷം, അപ്പല്ലോസിൻ്റെ പക്ഷം, CPM പക്ഷം, DPM പക്ഷം, IPC പക്ഷം, ചർച്ച് ഓഫ് ഗോഡ്, ഈ പക്ഷമൊന്നും അല്ല, നമുക്ക് ഒറ്റ പക്ഷവേശം. അപ്പം വചനം പഠിക്കുമ്പോഴും ആ പക്ഷമെല്ലാം മാറണം. ആ പക്ഷങ്ങൾ മാറി കൃത്യതയോടെ പഠിച്ചെങ്കിൽ മാത്രമേ നമുക്ക് ഗ്രഹിക്കാൻ കഴിയുള്ളൂ. ഇപ്പം മത വൈരാഗ്യങ്ങൾ ഇപ്പോൾ കാണുന്നില്ലേ? ചില ക്രൈസ്തവ മതവും ഇസ്ലാം മതവും പിന്നെ ഹിന്ദു മത വർഗീയ സ്പിരിറ്റുള്ള മനുഷ്യർ നിങ്ങൾ കണ്ടിട്ടില്ലേ? അവർ സത്യത്തിനല്ല പ്രാധാന്യം, അവരുടെ തലയ്ക്കകത്ത് കയറിയ ഈ മതത്തിൻ്റെ ഭ്രാന്താണ് പലരെയും കൊല്ലുന്നതും ഒക്കെ ചെയ്യുന്നത്.
അപ്പോൾ നമുക്ക് മതമല്ല ആവശ്യം, നമ്മൾ ക്രിസ്തു എന്ന കോൺസെപ്റ്റിൽ, യേശു ക്രിസ്തു എന്ന് ഇട്ടിരിക്കുന്ന അടിസ്ഥാനത്തിൽ വേണം പഠനം മുമ്പോട്ട് പോകാനായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടിലാണ് ഞാൻ ഈ ഗ്രൂപ്പിസം, ക്രൈസ്റ്റ് ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് അന്നും ഇന്നും അറിയപ്പെടുന്നത്. അതുകൊണ്ട് എൻ്റെ കേന്ദ്രബിന്ദു ക്രിസ്തുവാണ്. മറ്റാര് എന്ത് പറഞ്ഞാലും ഞാനിതിന് വലിയ വില കൊടുക്കത്തില്ല. ഒരു മനുഷ്യനെ കണ്ടാൽ അവൻ എത്രത്തോളമായി, രക്ഷിക്കപ്പെട്ടോ, സ്നാനപ്പെട്ടോ, അഭിഷേകം പ്രാപിച്ചോ, അല്ലെങ്കിൽ ഇപ്പോൾ എങ്ങനെ ഇരിക്കുന്നു, ഇനി എന്താകുന്നു, ഈ ഒരു കാഴ്ചപ്പാടല്ലാതെ ഇന്ന് വന്നും ഒരു വ്യക്തിയെ കണ്ട നീ IPC ആണോ, ചർച്ചോകോണാണോ, മർത്തോമയാണോ എന്നൊക്കെ ചോദിക്കുന്നതിൽ വലിയ അർത്ഥമൊന്നുമില്ല. വിദേശത്തൊക്കെ ആണെങ്കിൽ വിദേശത്ത് ഈ സായിപ്പന്മാരുടെ ഇടയിൽ 3 കാര്യം ചോദിക്കരുന്നതാണ്. ഒന്ന്, ജാതി ചോദിക്കരുത്, പിന്നെ പ്രായം ചോദിക്കരുത്, ജാതി ചോദിക്കരുത്, ജോലി ചോദിക്കരുത്. എന്തിനാ? ജോലി ചോദിച്ചിട്ട് ജോലിയുടെ അടിസ്ഥാനത്തിൽ അവരെ വിധിക്കുന്നത്. ജാതി ചോദിച്ചിട്ട് ജാതിയുടെ അടിസ്ഥാനത്തിലാണ്. നിന്നെ കണ്ടാലൊരു ഹിന്ദുവിനെ പോലെ ഇരിക്കുന്നല്ലോ, പക്ഷെ പേര് ക്രിസ്ത്യാനി. എന്തിനാണ് ഇതിനൊക്കെ പോകുന്നത്? നിൻ്റെ അവൻ്റെയും രക്തത്തിൽ പോകുന്ന ഒരേ രക്തമല്ലേ, 4 ഗ്രൂപ്പല്ലേ ഉള്ളൂ. അപ്പോൾ ഈ വേണ്ടാത്ത മതങ്ങളും മത നേതാക്കന്മാരും കാണിച്ചു കൂട്ടിയിരിക്കുന്ന പിശാച് അവരെ കൊണ്ട് ചെയ്ത ദ്രോഹങ്ങളാണിതൊക്കെ. അതെല്ലാം നമുക്കറിയാം, യേശു ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി, പഴയത് കഴിഞ്ഞു പോയി. അങ്ങനെ ഞാൻ ഈ ഒരു വിഷയത്തിൽ പഠിച്ചു വന്നുകൊണ്ട് ഇന്നും നമുക്ക് ദൈവവചനം ആര് പറഞ്ഞാലും, വഴിയേ പോകുന്നതും പറഞ്ഞാലും നമുക്ക് എടുക്കുന്നതിന് എന്നാ വിഷയം? ആര് പറയുന്ന സത്യമാണെങ്കിൽ ആ സത്യം ഉൾക്കൊള്ളാൻ നമുക്ക് എന്തിനാ ഇത്രയും പണ്ട് ഞാൻ കേട്ട വയനാട്ടിലിരിക്കുന്ന സമയത്ത്, സുൽത്താൻ ബത്തേരിക്കുന്ന സമയത്ത്, ആ പ്രദേശത്ത് മാനന്തവാടിയിലോ അവിടെ നടന്നൊരു സംഭവമാണ്. ഒരു ദമ്പതിമാർ, അവർ ഒരു വലിയ ഗസറ്റഡ് സർക്കാർ ഉദ്യോഗസ്ഥന്മാരാണ്. സർക്കാർ ഉദ്യോഗസ്ഥരായ, ഹൈ ലെവലിൽ ഉദ്യോഗസ്ഥരായ 2, ഒരാൾ ഡെപ്യൂട്ടി കളക്ടറാണ്. ഒരു മാരുതിയൊക്കെ ഇറങ്ങിയ കാലത്തിലാണ്, 86 or 87 വർഷങ്ങളൊക്കെ നടന്ന സംഭവമാണ്. അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്ത്, ഈ അവിടുത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട്, ഈ കാട്ടൊക്കെയുള്ള സ്ഥലം, ശരി ആനയൊക്കെ ഇറങ്ങുന്നൊരു സ്ഥലമാണ്. അപ്പോൾ ആ പ്രദേശത്തോട് യാത്ര ചെയ്യുമ്പോൾ ഇതുപോലെ ഭയങ്കര മഴയും വെള്ളവും അടിച്ച് പാഞ്ഞു വരികയാണ്. ഇവരും ഭയന്നു പോയി. ആ സന്ധ്യയായി വരുന്ന സമയമാണ്. ആ സമയത്ത് ഈ കാറ് വെള്ളത്തിനകത്ത് അങ്ങ് പൂന്നു പോയി. ഒരു കട്ടറിൽ പോയി ചാടി വീലങ്ങ് തെറിച്ചു പോയി. മാരുതി കാറിൻ്റെ വീല് തെറിച്ചു പോയി. അവസാനം തപ്പിപ്പിടിച്ച് വീലെടുത്ത് നട്ടും ബോൾട്ടും കണ്ടില്ല. ഈ മലവെള്ളപ്പാച്ചിലിൽ നട്ടും ബോൾട്ടും ഒക്കെ പോയി. സ്റ്റെപ്പിന് ടയറും ഇല്ല. അന്ന് സ്റ്റെപ്പിന് ടയർ അവരുടെ കയ്യിലില്ല. ടയറിന് കേടൊന്നും പറ്റില്ല, പക്ഷെ നട്ടെല്ലാം പുറകെ പോയി. ഇവരിങ്ങനെ വേദനയോടെ ദുഃഖത്തോടെ നിൽക്കുക. കാരണം ഒരു ടയറിൻ്റെ എല്ലാ നട്ടും പോയില്ലേ. വലിയ IAS റേഞ്ചിലുള്ള പാർട്ടികളാണ്, ബുദ്ധിജീവികളാണ്. ഇവരങ്ങ് ആകെ വിഷമിച്ച്. തന്നെയല്ല, കുറേ അങ്ങ് ദൂരെയുടെ ആനയുടെയൊക്കെ മുരളിലൊക്കെ കേൾക്കുന്ന അലർച്ചയും കേൾക്കുന്നുണ്ട്. സന്ധ്യയായ സമയമല്ലേ, ഈ കൂരിട്ട് സമയത്തിൽ ഇവരങ്ങ് പേടിച്ച് ദൈവത്തോട് പ്രാർത്ഥിക്കുക, അല്ല എന്ത് ചെയ്യും? ഇവർക്ക് നോക്കുന്നുണ്ട്. ഒരു പ്രാന്തനായ ഒരു മനുഷ്യൻ ഇങ്ങനെ വല്ലാത്ത വസ്ത്രമൊക്കെ ധരിച്ച് ഈ മഴയുടെയും തണുപ്പിൻ്റെ കൂടെ ഇങ്ങനെ നടക്കുക അവന്. അപ്പോൾ ഇവർ നിൽക്കുന്നിടത്തും നടന്നങ്ങ് പോയി. ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് തിരിച്ചു വരുന്നു. 2ാം പ്രാവശ്യം നടന്നു പോയി. അതുകൂടെ കിടപ്പോൾ ഇവൻ ആകെ പേടിയായി. ഈ പ്രാന്തൻ വല്ലതും ചെയ്യുന്നൊരു പേടിയായി. അപ്പോഴത്തേക്ക് അവസാനം വന്ന് ഈ പ്രാന്തം വന്ന് ചോദിച്ചു, എന്നാ സംഭവം, എന്നാ പറ്റി? ഇല്ലല്ലോ, ഒന്നും പറ്റിയില്ല. അവർക്ക് പറയാൻ പേടി. 2ാമതും പ്രാന്തം ചോദിച്ചു, എന്ത് പറ്റി, എന്നാ പറ്റി? ഒന്നും പറഞ്ഞില്ല. 3ാമത് എന്തെങ്കിലും പറ, നിങ്ങളിവിടെ നിന്ന് ഈ രാത്രി ആനയൊക്കെ ഉള്ളതാ, പ്രാന്തം പറയാം, ആനയൊക്കെ ഉള്ളതാ, അതുകൊണ്ട് എന്താ സംഭവിച്ചെന്ന് പറ. അപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ സ്റ്റെപ്പിന് ടയറില്ല, ഒരു ടയറിൻ്റെ നട്ടെല്ലാം പോയി, ഇനി എന്ത് ചെയ്യും? നോക്കണം, IAS റേഞ്ചിലുള്ള ഉദ്യോഗസ്ഥന്മാരാണ്, പക്ഷേ അവരുടെ ബുദ്ധി പ്രകാശിച്ചില്ല. ദൈവം വഴിയെ പോയൊരു പ്രാന്തൻ്റെ ബുദ്ധി പ്രകാശിച്ചു. അത്രയേ ഉള്ളൂ. അതിനെന്താ? ബാക്കി 3 ടയറിൽ 4 നട്ടില്ലേ, അതിൽ നിന്ന് ഓരോ നട്ടം കഴിക്കുക, എന്നിട്ട് ഇതേലിട്ടിട്ട് പോകും. 3 നട്ടയിൽ വണ്ടി ഓടുമല്ലോ, 2 നട്ടയിൽ ഓടിക്കുള്ളൂ. അയ്യോ, അപ്പോഴാണ് ഇവരുടെ കണ്ണുയർന്നത്. അവരാ പ്രാന്തനെ നോക്കിയപ്പോൾ അവരുടെ മനസ്സ് എന്നോട് പറഞ്ഞ ഒരു ദൂതനെ പോലെ കണ്ടെന്ന് പറഞ്ഞതാണ്. ഈ പ്രാന്തൻ്റെ വേഷമൊന്നും മാറിയിട്ടില്ലെങ്കിലും പ്രാന്തൻ്റെ അകത്തൊരു പ്രകാശരൂപിയെ കണ്ടെന്നാണ് പറഞ്ഞത്. ദൂതനായിരിക്കാം, ഒറിജിനൽ പ്രാന്തനായിരിക്കാം, എനിക്കറിയത്തില്ല. അപ്പോൾ പ്രാന്തനായതുകൊണ്ട് അവൻ പറയുന്നത് കേൾക്കാതിരിക്കാൻ ഒക്കുമോ? കേട്ടതുകൊണ്ട് എന്ത് പറ്റി? നട്ടെല്ലാം പോയെങ്കിലും മറ്റേ 3 വീലിൽ നിന്ന് ഒരു നട്ടെടുത്ത്, ഓരോ നട്ടെടുത്ത് ഇട്ടിട്ട് അവർ സ്ഥലം വിട്ടു പോയി. അവരുടെ ജീവിതത്തിൽ ആ പ്രാന്തനെ മറക്കുമോ?
പണ്ട് ഇ കെ നയനാർ തമാശ കൂടെ ആണെങ്കിലും പറഞ്ഞൊരു കാര്യം രാഷ്ട്രീയ ലോകത്തിനൊരു വലിയ പാഠമുണ്ടായി. ഇ കെ നയനാർ മുഖ്യമന്ത്രി ആയിരിക്കും. പുള്ളി ഈ ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ കൂടെയൊക്കെ നടന്നു പോകുമ്പോൾ അവിടുത്തെ ദൈവത്തിൻ്റെ രൂപം കിടക്കുക, അനന്തശയനം, പത്മനാഭൻ അനന്തശയനത്തിൽ കിടക്കുകയാണ്. അപ്പോൾ പുള്ളിക്കാരൻ ഒരു പ്രസംഗത്തിൽ പറഞ്ഞു, ഇവിടുത്തെ ദൈവം മറ്റെല്ലാ സ്ഥലത്തും ഞാൻ കണ്ട ദൈവങ്ങളെല്ലാം നിൽക്കുകയാണ്, ഈ തിരുവനന്തപുരത്തെ ദൈവം മാത്രം കിടക്കുക. ഞാനിങ്ങനെ ചിന്തിച്ചു, എന്താ ഈ ദൈവം ഇങ്ങനെ കിടക്കാൻ കാരണം? പെട്ടെന്ന് എനിക്ക് പിടികിട്ടി. കാരണം ഞങ്ങളെപ്പോലുള്ള പാർട്ടികളാണ് ഈ തിരുവനന്തപുരത്ത് കൂടുതൽ. ആര്? രാഷ്ട്രീയക്കാരും കൊള്ളക്കാരും കള്ളന്മാരും കൈക്കൂലിക്കാരും തട്ടിപ്പുമാരും എല്ലാം. ഇവന്മാരുടെ പണി എന്താണ്? മുന്നോട്ട് പോകുന്ന ഒരുത്തൻ്റെ കാല് വാരുക. അപ്പം കാലുവാരികളുടെ ഒരു സെൻറ്ററാണ് തിരുവനന്തപുരം. ഇത് തമ്പുരാൻ നേരത്തെ അറിയാവുന്നതുകൊണ്ട് തമ്പുരാൻ എന്ത് ചെയ്യുന്നു? കടന്നു കഴിഞ്ഞാൽ പിന്നെ കാല് വാരത്തില്ലല്ലോ, വരുമോ എന്ന് പുള്ളി തമാശയോടെ പറഞ്ഞ കാര്യം തിരുവനന്തപുരത്തുകാർക്ക് അതൊരു ഇന്നും ചൊല്ലായിട്ടിരിക്കുകയാണ്. ഇതാണ് ഇനി അതൊരു പ്രൈസായിട്ട് മാറിയിട്ടുണ്ട്. എന്ത് പ്രൈസ്? കിടക്കുന്നവൻ്റെ കാല് വാരി അടിക്കാനൊക്കത്തില്ലല്ലോ. ഇതേ കാണിക്കുന്നു. നമ്മളും എത്ര വിനയത്തോടും താഴ്മയോടും കൂടി ജീവിക്കാമോ നമ്മുടെ കാലം ആരും വാരത്തുമില്ല. നമ്മൾ ഞെളിഞ്ഞ് നിൽക്കുന്നവൻ്റെ കാലേ വീഴത്തുള്ളൂ. അതിൽ നിന്നൊക്കെ ചില സാരാംശങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ആര് പറഞ്ഞാലും ഞങ്ങളുടെ ഭാഷ പറഞ്ഞുകൊണ്ടേ ഞങ്ങൾ എടുക്കത്തുള്ളൂ, ഞങ്ങളുടെ മെത്രാൻ പറഞ്ഞെങ്കിലേ, ഞങ്ങളുടെ മുസ്ലിയാർ പറഞ്ഞെങ്കിലേ ഉള്ളൂ, ഞങ്ങളുടെ പൂസാരി പറഞ്ഞെങ്കിലേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ അജ്ഞത ഒഴിവാക്കിയിട്ട് ആര് എവിടെ നല്ല അംശം പറയുന്നു അത് തിരഞ്ഞെടുക്കുന്നതാണ് ബുദ്ധിയും ജ്ഞാനം. അങ്ങനെ ഒന്ന് തിരഞ്ഞെടുത്ത് നോക്കി ഈ കേരളത്തിലെ മതഭ്രാന്തും ഈ കേരളത്തിലെ വർഗീയ വിദ്വേഷവും ഈ രാഷ്ട്രീയ പോരിച്ചേരികളെല്ലാം മാറിപ്പോകും. അതിന് യഥാർത്ഥ സത്യം, അതിനാണ് ദൈവമക്കളായ നമ്മുടെ ഡ്യൂട്ടി. നമ്മൾ സത്യമേ പറയാവൂ, ഇല്ലെങ്കിൽ മിണ്ടേണ്ടത് വായടച്ചിരുന്നു. അറിഞ്ഞ സത്യങ്ങൾ നമുക്ക് പ്രഘോഷിക്കാം. ഒരുപക്ഷെ അതിനേക്കാൾ കൂടിയത് ഇപ്പം ഞാനിവിടെ പറയുന്നതെല്ലാം തികഞ്ഞെന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പം ഈ ഉപദേശങ്ങളൊക്കെ ഇതിനേക്കാൾ കൂടുതൽ വേറൊരാൾക്ക് വെളിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരിത് വെളിപ്പെടുത്തണം, അപ്പം നമുക്കും കേൾക്കാം. അങ്ങനെ യേശുക്രിസ്തുവിൽ കൂടി സത്യം ആര് പറഞ്ഞാലും സ്വീകരിക്കാൻ ഞാനും നിങ്ങളും മനസ്സുള്ളവരായിരിക്കണം. സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നോക്കണം, സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കും. നമുക്കൊരു നിമിഷം കണ്ടിടയ്ക്കാം. ഹല്ലേലൂയ. ഇവനെത്ര മഹാൻ എന്ന് നോക്കണം. മൽക്കീസദേക്കിനെ കുറിച്ച് നമ്മൾ വായിക്കുമ്പോൾ ഇവനെത്ര മഹാൻ, 4-ാം വാക്യം വായിച്ച്, ഇവനെത്ര മഹാൻ നോക്കുവിൻ. ആരാ? പരിശുദ്ധാത്മാവിനെ പറ്റി പറയുന്ന കാര്യമാണ് നമ്മൾ കഴിഞ്ഞ ഇതിൽ നമ്മൾ കണ്ടു. എന്നാൽ ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഇവൻ എത്ര മഹാനെന്ന് നോക്കുക. എന്താ കാരണം? അബ്രഹാം ഈ മോവാബ് രാജാക്കന്മാരെല്ലാം ജയിച്ചു വരുമ്പോൾ കൊള്ളപ്പൊരുകളായിട്ട് അവന് കിട്ടിയ സാധനത്തിൻ്റെ 10-1 അബ്രഹാം ദശാംശമായിട്ട് മൽക്കീസദേക്ക് എന്ന മഹാപുരോഹിതന് കൊടുത്തു. അപ്പോൾ അബ്രഹാമിനോട് ആരും പറഞ്ഞില്ല. അബ്രഹാമിൻ്റെ കാലത്തിന് മുൻപ് അങ്ങനെ ഒരു ദശാംശത്തിൻ്റെ ഉപദേശമില്ല. അബ്രഹാമാണ് ആദ്യമായിട്ട് ദശാംശം ഈ മഹാപുരോഹിതന് കൊടുക്കുന്നത്. അപ്പോൾ അബ്രഹാം എന്ത് ചെയ്തു? അബ്രഹാമിന് മൽക്കീസദേക്ക് എന്താ ചെയ്തത്? താഴെ വായിക്കുമ്പോൾ അവൻ അപ്പവും വീഞ്ഞും, അല്ലയോ? ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ താഴോട്ട് വായിക്കുമ്പോൾ അവൻ അപ്പവും വീഞ്ഞും കൊടുത്തെന്നാണ്. ഈ മൽക്കീസദേക്ക് പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ അവിടെ ഉണ്ടാക്കിയ അപ്പവും വീഞ്ഞും ആണോ? അത് ഒറിജിനൽ അപ്പവും വീഞ്ഞുമാണ്. കാരണം യുദ്ധത്തിൽ ജയിച്ചു വരുന്ന ഒരാളെ കൊടുക്കേണ്ടത് അപ്പവും വീഞ്ഞുമാണ്. അപ്പം നിശ്ചയമായിട്ടും ഈ അപ്പവും വീഞ്ഞും കൊടുത്ത് അവനെ ബലപ്പെടുത്തിയതാണ്, ശാരീരികമായിട്ട് അവനൊരു ഉന്മേഷം ഉണ്ടാക്കി കൊടുത്തത്. പക്ഷേ ഇതൊരു നിയമമാണ്, ഒരു നിയമമാണ് ഇവിടെ നടക്കുന്നത്. അബ്രഹാമും മൽക്കീസദേക്കും ചെയ്ത നിയമം ഇത് ന്യായപ്രമാണകാലമല്ല. പൗലോസ് ഗലാത്യ ലേഖനത്തിൽ വായിക്കുമ്പോൾ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം എന്നാണ്. അപ്പം അബ്രഹാമിന് ശേഷം 430 വർഷത്തിന് ശേഷം ഉണ്ടായ ന്യായപ്രമാണം. വായിച്ച ഗലാത്യ ലേഖനം 3-ാം അധ്യായം 14-ാം വാക്യം മുതൽ വായിച്ച് 16 ഗലാത്യർ 3:16 മുതൽ വായിച്ച്. എന്നാൽ അബ്രാഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചു. സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല, നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അബ്രഹാമിനും സന്തതിക്കും വാഗ്ദത്തം ലഭിച്ചത്. അബ്രഹാമിന് പല സന്തതികളുണ്ട്. ഇസ്ഹാക്കുണ്ട്, ഇസ്മായിലുണ്ട്, അങ്ങനെ കേതുറായിക്ക് ജനിച്ചവരുണ്ട്. പക്ഷെ അങ്ങനെ പല സന്തതികളുണ്ടെങ്കിലും ഒരു സന്തതിയെക്കുറിച്ചാണ് പറയുന്നത്. അത് ഇസ്ഹാക്കിനെ കുറിച്ചല്ല പറയുന്നത്. പിന്നെയോ വായിക്കാം, അത് ക്രിസ്തു തന്നെ. അത് ക്രിസ്തു തന്നെ.
അപ്പൊ ക്രിസ്തു എന്ന വിഷയമാണ് ഏറ്റവും പ്രധാനം. 3:14 വായിച്ച്. അബ്രഹാമിന്റെ 3:14, ഗലാത്യർ 3. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശു. മൈക്കിൽ വായിച്ച്. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന്. അബ്രഹാമും അവന്റെ പിൻതലമുറയും ഇസ്ഹാക്കിൽ കൂടിയുള്ളതല്ല പൂർണ്ണത എന്ന് പറയുന്നത്. വാഗ്ദത്തങ്ങൾ നൽകുമ്പോൾ 3 പേർക്കും 3 വാഗ്ദത്തങ്ങളാണ് കൊടുത്തിരിക്കുന്നത്. ഇസ്മായിലിനെ കുറിച്ച് പറയുമ്പോൾ അവൻ മണ്ണിലെ നിക്ഷേപങ്ങൾ വലിച്ചു കുടിക്കും, അല്ലെങ്കിൽ ഭൂമിയിലെ പൊടിയായിത്തീരും, അവനും ശ്രേഷ്ഠനാകും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ അതിൽ കുറച്ചുകൂടെ ഒരു ഉയർന്ന വാഗ്ദത്തമാണ് ഇസ്ഹാക്കിന്റെ സന്തതികളായ ഇസ്രായേൽ ജനത്തിന് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾ കടൽക്കരയിലെ മണൽത്തരികൾ പോലെ, കുറെ കൂടെ ബുദ്ധിയും സുതാര്യവുമായിട്ടുള്ള ഏത് പ്രതിരോധവും, അതിൻ്റെ അർത്ഥം കടൽക്കരയിലെ മണലാണല്ലോ കടലിനെ തടഞ്ഞു നിർത്തുന്നത്. അപ്പോൾ നിങ്ങൾ അതിനകത്ത് ഏത് ലോകത്തിൻ്റെ ഏത് പ്രതിരോധ ശക്തികളെയും നിങ്ങൾക്ക് നേരിട്ട് നിങ്ങൾ ശ്രേഷ്ഠരായി തീരുമെന്നുള്ള വാഗ്ദത്തമാണ് ഇത് ഇസ്ഹാക്കിനോട്. എന്നാൽ ഇവിടെ ഗലാത്യർ 3:14 വായിക്കുമ്പോൾ അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ആർക്ക് വരണം? നമുക്ക്. നമ്മൾ യഹൂദരല്ല, നമ്മൾ ജാതികളാണ്, പുറജാതികളായ മനുഷ്യരാണ് ഇന്ത്യയിലുള്ളവരെല്ലാവരും തന്നെ. അവിടെ നിന്നാണ് പിന്നെ ക്രിസ്ത്യ അനുഭവത്തിലേക്ക് പലരും വരുന്നത്. വീണ്ടും വായിച്ചു. അബ്രഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയത്തിലാണ് നമ്മൾ ക്രിസ്തുവിന്റെ സന്തതികളായിത്തീരുന്നത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ പുത്രന്മാരായിത്തീരുന്നത്. അത് കഴിഞ്ഞ പ്രാവശ്യം കണ്ടതാണ്. അപ്പൊ ആ വാഗ്ദത്തത്തിൽ അതെന്ത് ചെയ്യണം? വിശ്വസിക്കണം. അപ്പൊ വിശ്വാസത്തിന്റെ ഒരു മാർഗമാണ് പുതിയ നിയമത്തിലെ, എഴുത്തിന് പ്രകാരമല്ല. അപ്പൊ അബ്രഹാമിന്റെ അനുഗ്രഹം വന്നു ചേരുന്നത് ആർക്കാ? ഇസ്ഹാക്കിൽ കൂടെ വന്നെങ്കിലും അവിടെ ഉണ്ടായ സന്തതി ക്രിസ്തു. അങ്ങനെ ക്രിസ്തുവിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടും. നോക്കണം, നിന്നിൽ സകല ജാതികളും അനുഗ്രഹിക്കപ്പെടുമെന്നുള്ള വാഗ്ദത്തം നിവർത്തിക്കുന്ന ക്രിസ്തുവിലാണ്. അപ്പൊ ക്രിസ്തുവാണ് ആ സന്തതി, ആ ക്രിസ്തുവിന്റെ സന്തതികൾ. അങ്ങനെയെങ്കിൽ അബ്രഹാം മൽക്കീസദേക്കിന് ദശാംശം കൊടുത്തെങ്കിൽ, അബ്രഹാമിന് മൽക്കീസദേക്ക് അപ്പവും വീഞ്ഞും കൊടുത്തെങ്കിൽ, ഇത് വരും കാലത്തുള്ള ക്രിസ്തുവിന്റെ സന്തതികൾക്കുള്ള വാഗ്ദത്തമാണിത്. ഇത് ന്യായപ്രമാണ കാലത്തിലല്ല. ന്യായപ്രമാണ കാലത്തിൽ ഇബ്രാഹിം ലേഖനം 7-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഇതൊരു അനുവാദമായിട്ട് കൊടുത്തതാണ്. ഇതാണ് അബ്രഹാമിന്റെ കടിപ്രദേശത്തിരിക്കുന്ന ലേവിയും. വായിച്ച് അതിന്റെ 9-10 വായിച്ച്. 7:9-10 ഇബ്രാഹിം ലേഖനം 7-ാം അധ്യായം 9-10 അവിടെ വായിക്കുമ്പോൾ ദശാംശം വാങ്ങുന്ന ലേവിയും. അപ്പൊ ദശാംശം വാങ്ങുന്ന ലേവി. അപ്പൊ ന്യായപ്രമാണത്തിൽ ഒരു അനുവാദം കൊടുത്തെന്നുള്ളൂ. അതിന്റെ വാക്യങ്ങൾ ഒരുപാടുണ്ട്. ഇബ്രാഹിം ലേഖനം 7-ാം അധ്യായം മുഴുവൻ വായിച്ചാൽ അതിനകത്ത് തന്നെ ഉണ്ട്. 5 മുതൽ 10 വരെയുള്ള അധ്യായങ്ങളിൽ കൃത്യമായിട്ട് എഴുതിയിട്ടുണ്ട്. അപ്പൊ ലേവിയാണ് ഇത് ദശാംശം വാങ്ങിക്കാൻ അവകാശപ്പെടുന്നത്. ലേവി ഗോത്രത്തിന് ലേവിയിൽ ദശാംശം വാങ്ങിക്കുമ്പോൾ അതിൻ്റെ ഒരു പങ്ക് പുരോഹിതന്മാർ കൊടുക്കണം. പുരോഹിതന്മാർ അതിൻ്റെ ഒരു ദശാംശം അഹറോന് കൊടുക്കണം. അഹറോന്റെ ദശാംശം ദൈവം വാങ്ങിക്കണം. അപ്പൊ ദശാംശം എന്നുള്ളൊരു ഉപദേശം ലേവിക്കല്ല കൊടുത്തത്. ലേവിക്ക് ഇടക്കാലത്തിൽ അവർക്ക് ജീവിതം കഴിയാൻ വേണ്ടി കൊടുത്തൊരു അനുവാദം, ദശാംശം വാങ്ങിച്ച് ജീവിക്കാം. അതുകൊണ്ടാണ് ലേവിയും വായിക്കാം. അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരിക്കുന്നു എന്ന് ഒരു വിധത്തിൽ പറയുന്നല്ലോ. ഉപദേശം എന്ന് പറയും, ഇതാ പഠിക്കേണ്ടത്. നിങ്ങൾ വർഗവ്യത്യാസവും ഈ ജാതിയും സഭാ വ്യത്യാസവും ഈ പാഷന്മാരുടെ കയ്യാങ്കളിയെല്ലാം മാറ്റിവെച്ചിട്ട് പാഷന്മാരും വേലക്കാരും വിശ്വാസത്തിൽ സത്യവചനത്തെ പഠിച്ചു പോകും. നിങ്ങളുടെ കണ്ണുകൾ തുറക്കും. നിങ്ങളൊരു ഡിനോമിനേഷൻ കയറി പോയി പെട്ടുപോകും. അതിനകത്ത് പെട്ടതിന് ശേഷം അത് മാത്രമേ ശരിയെന്ന് പറയാം. നിങ്ങളുടെ ബുദ്ധി പ്രകാശിക്കട്ടെ. ഞങ്ങൾ ഈ TPM കൂടെ ഞാനും വലിയ യുദ്ധമൊക്കെ ചെയ്തു വന്ന മനുഷ്യനാണ്. ഇതിനകത്ത് ചില അജ്ഞതയുള്ള മനുഷ്യരുണ്ട്. സത്യം അന്വേഷിക്കാതെ ഇതിനകത്ത് പ്രത്യേകിച്ച് ഇതിനകത്ത് ജനിച്ചു വളർന്ന ചില ആളുകൾക്കൊക്കെ ചുമ്മാ പാരമ്പര്യം പറഞ്ഞുകൊണ്ട് നടക്കും. കാരണം അവരുടെ തറവാടാണല്ലോ, അവരങ്ങനെ പോകും. ഞങ്ങളൊക്കെ സമുദായത്തിൽ നിന്ന് വന്ന പോലെ ആ ഒരു കാഴ്ചപ്പാട് ഈ TPM പോലും ഉണ്ട്, ദീപ്യദിവസ മിഷനിലുണ്ട്. അവർ വചനം ശരിക്കും പഠിക്കത്തില്ല. പാഷന്മാരാണ് അവരുടെ ദൈവം ഒരു കാലത്ത്. പാഷന്മാർ, വിശുദ്ധന്മാർ, അതൊക്കെ പോയില്ലേ, അതിൻ്റെ കാലവും കഴിഞ്ഞില്ലേ. സൈന്യത്താലുമല്ല, പിന്നെ അവരെയൊക്കെ ബഹുമാനിക്കണം, സ്നേഹിക്കണം എന്നുള്ളതല്ലാതെ അവർ പറയുന്നതെല്ലാം 100% ശരിയാണ്. എന്തെല്ലാം പൊട്ടത്തരം പറയുന്നത് എത്രയോ വേലക്കാർ നമ്മളിവിടെ ഞാൻ കണ്ടിട്ടുണ്ട്. എന്തെല്ലാം പൊട്ടത്തരം മനസ്സിലാകുന്നു. മഹാപുരോഹിതൻ അതിവിശുദ്ധ സ്ഥലത്ത് നടക്കുമ്പോൾ കാലിൽ ചങ്ങലയിട്ടാണ് വിശുദ്ധ സ്ഥലത്ത് പോകുന്നത്. മണിയടി നിൽക്കുമ്പോൾ അകത്ത് പ്രവേശിക്കാൻ കഴിയാത്തതുകൊണ്ട് അവരെ വലിച്ചെടുക്കുന്നവരെ പ്രസംഗിച്ച പാർട്ടിയുണ്ട് ഇതിനകത്ത്. അതുപോട്ടെ. അപ്പോൾ ഏത് ഗ്രൂപ്പിലും വചനം ശരിയായി പഠിച്ചെങ്കിൽ മാത്രമേ വചനത്തെക്കുറിച്ച് നമ്മൾ അന്വേഷിക്കണം. പലരോടും നമ്മൾ പഠിച്ച് മനസ്സിലാക്കി പരിശുദ്ധാത്മാവിനാൽ ഉറപ്പിക്കണം. അപ്പോഴാണ് ഇത് നിശ്ചയമാകുന്നത്.
ഞാനങ്ങനെ പഠിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് TPM പോലും എനിക്ക് യുദ്ധം ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഉപദേശങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ, വെളിപ്പാടുകൾ പറയുമ്പോൾ അതിനോട് യോജിക്കാത്ത ചില സുവിശേഷ വേലക്കാർ ഇവിടെ ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അവരത് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് സത്യമാണ്. കാരണം അവർ നോക്കുമ്പം അവരൊരു വരുത്തനല്ലേ. ഞങ്ങളിവിടെ പാരമ്പര്യമായിട്ട് ഇങ്ങനെ വിശ്വാസികളും സുവിശേഷ വേലക്കാരായിട്ട് മക്കളും മക്കളുടെ മക്കളും ഒക്കെ ആയിട്ട് സുവിശേഷ വേല ചെയ്യുന്നവരും, പിന്നെ ഫെയ്ത്ത് ഹോമിൽ ചെറുപ്പത്തിലെ ജനിച്ച ഫെയ്ത്ത് ഹോമിൽ വന്ന് വളർന്ന വേലക്കാരുടെ മക്കളുണ്ട്. അവരുടെയൊക്കെ തോന്നൽ അവരുടെ തറവാടാണിത്. അപ്പോൾ പുതിയ വരുത്തന്മാർ വന്ന് ഉപദേശം പറയുന്നതൊക്കെ ശരിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവരാണ് ഈ കുഴപ്പം വരുന്നത്. ഇതുപോലെയാണ് മറ്റ് പെന്തക്കോസ്ത് സഭകളിലും കത്തോലിക്ക മറ്റ് ഡിനോമിനേഷനിലൊക്കെ കാണുന്ന വലിയ അപാകതയാണ്. അതെല്ലാം മാറ്റിവെച്ചിട്ട് യേശു ക്രിസ്തു എന്ന കോൺസെപ്റ്റ് ഇപ്പോഴത്തെ ഫ്രാൻസിസ് മാർപ്പ പറയുന്നില്ലേ, ക്രിസ്തുവാണ് പ്രാധാന്യം എന്ന് അദ്ദേഹം പറയാറുണ്ട്. ആ കാര്യം സത്യമല്ലേ? അപ്പോൾ ഏതൊരു വ്യക്തി എവിടെ ഇരുന്നാലും നിങ്ങൾ യേശു ക്രിസ്തു എന്ന കോൺസെപ്റ്റിൽ നിന്നുകൊണ്ട് വചനാടിസ്ഥാനത്തിൽ പഠിച്ചു പോകും. ഡിനോമിനേഷനൊക്കെ ദൂരെ പോകും. അവസാനം ഡിനോമിനേഷൻ ഒന്നും ഒരു ഗുണം ഉണ്ടാകത്തില്ല. ഈ TPM ഡിനോമിനേഷൻ പോലും തകർത്തു പോകും, ഇല്ലാതായി പോകും. എന്നാൽ അവിടെയും ആകാശവും ഭൂമിയും ഒഴുകി പോയാലും എൻ്റെ വചനമോ. ഇപ്പം ഇവിടെ നോക്കുക, ന്യായപ്രമാണ കാലത്തിൽ ദശാംശം വാങ്ങുന്ന ലേവിയും അബ്രഹാമിൻ്റെ കടിപ്രദേശത്തുണ്ടെന്നാണ്. ലേവി എന്ന് പറഞ്ഞാൽ 4ാം തലമുറയാണ്. അബ്രഹാമിൻ്റെ മകൻ ഇസാഖ്, ഇസാഖിൻ്റെ മകൻ യാക്കോബ്, യാക്കോബിൻ്റെ മകൻ ലേവി. അപ്പോൾ 4ാം തലമുറക്കാരൻ അഡ്വാൻസായിട്ട് ആർക്ക് ദശാംശം കൊടുത്തു? മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തു. അപ്പം ദശാംശം വാങ്ങിക്കുവാൻ അധികാരവും അർഹതയുള്ളത് മൽക്കീസേദെക്ക് എന്ന പരിശുദ്ധാത്മാവിനും ആണ്. ആരാ കൊടുത്തത്? അബ്രഹാം. അപ്പം അതിനുശേഷം ഗലാത്യലേഖനം നമ്മൾ വായിക്കുമ്പോൾ 430 വർഷം അതിനുശേഷമുണ്ടായ ന്യായപ്രമാണം എന്നാണ് പറയുന്നത്, ഇല്ലയോ? അത് വായിച്ച് 17 ഗലാത്യർ 3:17 തോന്നുന്നത്. 430 വർഷത്തിന് ശേഷമുണ്ടായ ന്യായപ്രമാണമാണ്. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ. എത്രാം വാക്യം? 17. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ. അപ്പൊ അന്നും ഈ മൽക്കീസേദെക്കിന്റെ പൗരോഹിത്യത്തെക്കുറിച്ചും ദശാംശത്തെക്കുറിച്ചും വലിയ തർക്കസംഗതികൾ ഉണ്ടായതുകൊണ്ടാണ് പൗലോസ് ഇത് കൃത്യമായിട്ട് സ്ഥാപിച്ചു വരുന്നത്. ഞാൻ പറയുന്നതിന്റെ വായിക്കാം, ഒന്നുകൂടെ വായിക്കാം. ഞാൻ പറയുന്നതിന്റെ താല്പര്യമോ 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വാഗ്ദത്തത്തെ നീക്കുവാൻ തക്കവണ്ണം. 430 വർഷത്തിന് ശേഷം ഉണ്ടായ ന്യായപ്രമാണം അത് പൂർണ്ണതയല്ല, അത് ലംഘനങ്ങൾ നിമിത്തം കൂട്ടിച്ചേർത്ത് ദൂതന്മാരുടെ കയ്യിൽ മധ്യസ്ഥം കൊടുത്തതാണ്. ഇത് യേശുക്രിസ്തു പരിശുദ്ധാത്മാവ് നേരിട്ട് സ്ഥാപിച്ച ഉപദേശങ്ങളാണ് ഈ സഭയെന്ന് പറയുന്നത്. പരിശുദ്ധാത്മാവും ക്രിസ്തു, അതാണ് സക്കറിയ പ്രവചനം 4-ാം അധ്യായത്തിൽ കാണുന്ന 2 ഉലുമരം, 2 അഭിഷിക്തന്മാർ സഭയുടെ. അവരിൽ നിന്നാണ് ഈ വിളക്കെല്ലാം പ്രകാശിക്കേണ്ടത്, സഭ പ്രകാശിക്കേണ്ടത്. തലയാലും നല്ലോ സന്ധിമജ്ജകളാലും. അവിടെ പാർഷന്മാരും അല്ലെങ്കിൽ ശുശ്രൂഷകാരും എന്നൊക്കെ പറയുന്നത് അതിൻ്റെ സഹായികളാണ്, അല്ലാതെ യേശുക്രിസ്തു അല്ലാതെ ശുശ്രൂഷകരാണ് അതിൻ്റെ പൂർണ്ണത എന്ന് പറയാൻ ആർക്കും അവകാശമില്ല. അങ്ങനെ പറഞ്ഞവരെല്ലാം അവസാനം വീണ് പോയിട്ടുണ്ട്. ആ നികളം കയറി ആരൊക്കെ ചമഞ്ഞിട്ടുണ്ട് അവരെല്ലാം വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ക്രിസ്തു തല, അവരിൽ നിന്നാണ് വേലക്കാരും വിശ്വാസികളും എല്ലാം ഇതിങ്ങനെ ഒഴുകേണ്ടത്. എന്നാൽ ഞാൻ പറഞ്ഞല്ലോ, ആദ്യത്തെ 2 ആലയത്തിൽ പുരോഹിതന്മാർ എണ്ണ ഒഴിച്ചു കൊടുക്കുമായിരുന്നു വിളക്കിനകത്ത്. അതിന് ഒരു ഘട്ടമാണ്. നമ്മുടെ വളർച്ചയുടെ കാലത്തിൽ അങ്ങനെ ഒരു ഘട്ടം നമുക്കുണ്ട്. അതായത് സമാകൂടാരത്തിലും ശലോമോന്റെ ആലയത്തിലും ഉള്ള വിളക്കിൽ പുരോഹിതന്മാർ എണ്ണ ഒഴിച്ചു കൊടുക്കും, സത്യമാണ്. എന്നാൽ 3ാമത്തെ ആലയം സെരുബാബന്റെ ആലയത്തോട് ബന്ധപ്പെട്ട് വരുന്ന പുതിയ നിയമസഭയുടെ ഉപദേശമാകുന്ന സക്കറിയ 4-ാം അധ്യായത്തിലെ നിലവിളക്കിന് എണ്ണ ഒഴിക്കാൻ സുവിശേഷ വേലക്കാരും അവിടെ ഇല്ല. അതല്ല നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കുന്നേ. അവിടെ വരുമ്പോൾ സുവിശേഷ വേലക്കാരല്ല എണ്ണ വരുന്നത്, വേലക്കാരിൽ തികഞ്ഞവരും വിശ്വാസികളിൽ തികഞ്ഞവരുമായ ഒരു ഗ്രൂപ്പ് മാത്രമേ അവിടെ ഉള്ളൂ. ബാക്കിയെല്ലാം ഇടയ്ക്ക് വെച്ച് തട്ടിപ്പോയി. ആ ഗ്രൂപ്പിൻ്റെ മേൽ 2 ഒലിവുമരം, 2 അഭിഷിക്തന്മാർ, ഒന്ന് പരിശുദ്ധാത്മാവ് മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ള ക്രിസ്തുവും 2 പുരോഹിതന്മാർ. അതെന്തേ കാണിക്കുന്നു? വചനവും അഭിഷേകവും. നോക്കണം, വചനവും അഭിഷേകവുമാണ്. അതുകൊണ്ട് സ്വർഗത്തിലെ കർത്താവ് അവിടെ നിന്നുകൊണ്ട് തരുന്നുള്ളതല്ല, ഇവിടെ തന്നെ നമ്മൾ ഈ വചനങ്ങൾ വായിച്ച് പഠിച്ച് പരിശുദ്ധാത്മാവിനോട് ചേർന്ന് അഭിഷേകത്തിൽ നിറഞ്ഞ് വളർന്നവരും ആ ക്രിസ്തുവും പരിശുദ്ധാത്മാവും നമ്മളിൽ വാഴുകയാണ്. പിന്നെ നമ്മളിലെ അംശം സാരാംശമായ ക്രിസ്തുവും പരിശുദ്ധാത്മാവായിട്ട് മാറുകയാണ്. നമ്മളും അതേ പുരോഹിതന്മാരായിട്ട് മാറുകയാണ്. വിശ്വാസികളായാലും വേലക്കാരവരുടെ ഗ്രേഡ് അനുസരിച്ച്, അവരുടെ വിളി അനുസരിച്ച്, അവരുടെ ശുശ്രൂഷ അനുസരിച്ച് അതിൽ വളർന്നുകൊണ്ടേയിരിക്കും. ഒരു വീട്ടിൽ തന്നെ പല മക്കളില്ലേ? എല്ലാവരും ഉദ്യോഗസ്ഥന്മാരായി മാറുന്നുണ്ടല്ലോ. എന്നാൽ എല്ലാവരും മക്കളും പുത്രത്വമൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ പോലെ ആത്മീയ ഗോളത്തിൽ അതാ യേശു പറഞ്ഞു 30, 60, 100. എല്ലാവരും 100-ലെത്താം, പക്ഷെ അതിന് പരിശ്രമിക്കുന്നില്ല. 30 കൊണ്ട് അവസാനിക്കുന്നവരുണ്ട്.
അതുകൊണ്ട് ആ രീതിയിൽ വേണം നമ്മൾ വചനം പിടിക്കുക. അപ്പോൾ 430 വർഷത്തിന് ശേഷം ഉണ്ടായ ന്യായപ്രമാണം വായിച്ചേ. 430 ആണ്ട് കഴിഞ്ഞിട്ടുണ്ടായ ന്യായപ്രമാണം വായ്ത്തത്വത്തെ നീക്കുവാൻ തക്കവണ്ണം അത് ദൈവം മുമ്പ് ഉണ്ടാക്കിയ നിയമത്തെ ദുർബലമാക്കുന്നില്ല. ഇല്ല. അപ്പം ന്യായപ്രമാണം വലിയ പ്രസക്തിയില്ല. അത് ഇടക്കാലത്തിൽ മനുഷ്യനെ കുറച്ച് കാര്യങ്ങൾ ഗ്രഹിപ്പിക്കാൻ വേണ്ടി, അവൻ്റെ പാപത്തിൻ്റെ ആഴം മനസ്സിലാക്കാനും ആ പാപത്തിൻ്റെ ശിക്ഷാവിധികളും ക്രമങ്ങളും ഒക്കെ മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്ത ഒരു ഇടക്കാല അനുവാദം മാത്രമേ ന്യായപ്രമാണമുള്ളൂ. അത് തികഞ്ഞതല്ല. അത് ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു എന്നാണ്. അപ്പോൾ ദശാംശത്തിൻ്റെ ഉപദേശം വന്നത് ന്യായപ്രമാണത്തിലല്ല. അത് മനസാക്ഷിയും കാലത്തിൽ അബ്രഹാമിൽ കൂടെയാണ് ദശാംശം സ്ഥാപിച്ചിരിക്കുന്നത്. അപ്പോൾ അബ്രഹാം ദശാംശം കൊടുക്കാൻ ആരും പറഞ്ഞില്ലല്ലോ. ദശാംശം അബ്രഹാമിനോട് പറഞ്ഞിട്ടാണ് കൊടുത്തല്ല, അവൻ്റെ മനസ്സിലൊരു വെളിപ്പാടായിട്ട്. കാരണം വിശ്വാസികൾ പിതാവാണ് അബ്രഹാം. അപ്പോൾ പിതാവിൽ കൂടെ ചെയ്യുന്ന കാര്യങ്ങൾ മക്കൾ ആവർത്തിച്ച് വരുന്നു മാത്രമേ ഉള്ളൂ. രണ്ടുപേരുടെ നിയമങ്ങളാണ്. അന്ന് മൽക്കീസദേക്കും പരിശുദ്ധാത്മാവും മൽക്കീസദേക്ക് അബ്രഹാമുമായി ചെയ്ത നിയമത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഇന്ന് പുതിയ നിയമത്തിലും ഇത് നടന്നു വരുന്നത്. പണ്ട് ഞാൻ ഓർക്കുന്നുണ്ട്, 1985 86 രാജീവ് ഗാന്ധി ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്ററായ സമയത്തിൽ ഈ വീണ്ടും ഹിമാചൽ പ്രദേശിലെ ഷിംല എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അന്നത്തെ ഫൂട്ടോയുടെ മകളായ ബേനസീർ ഫൂട്ടോയും രാജീവ് ഗാന്ധിയും ചേർന്ന് തമ്മിൽ ഒരു എഗ്രിമെൻ്റ്, ഷിംല കരാർ, അതായത് ബംഗാൾ യുദ്ധത്തിൻ്റെ പശ്ചിമ ബംഗാൾ അവരുടെ ബംഗ്ലാദേശിൽ യുദ്ധം നടക്കുന്ന സമയത്തിന് ശേഷം ഭൂട്ടോയും ഇന്ദിരാഗാന്ധിയും തമ്മിൽ ചെയ്ത ഒരു കരാർ ഉണ്ടായിരുന്നു. പിന്നീട് രാജീവ് ഗാന്ധിയും ബേനസീർ ഭൂട്ടോയും കൂടെ വന്നിട്ട് ആ കരാർ പുതുക്കുമ്പോൾ രാജീവ് ഗാന്ധി പറഞ്ഞൊരു ഭാഗം ഞാനിപ്പോഴും ഒരു ഇംഗ്ലീഷ് പേപ്പർ വായിച്ച ഓർമ്മയുണ്ട്. അവർ പറഞ്ഞിങ്ങനെയാണ്, മൈ മദർ ആൻഡ് യുവർ ഫാദർ. നോക്കണം, എൻ്റെ അമ്മയും നിൻ്റെ അപ്പനും കൂടെ ചേർന്ന് ഈ ഷിംലയിൽ വെച്ചുണ്ടായ കരാർ, അതിൻ്റെ തുടർച്ച മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ പോലെ അബ്രഹാം എന്ന് പറയുന്ന പിതാവ് ആരുടെ പിതാവ്? വിശ്വാസികളുടെ പിതാവ്. രണ്ടാമത് വിശ്വാസികൾക്ക് വേണ്ടി വന്ന മഹാപുരോഹിതനായ മൽക്കീസദേക്കും ചെയ്ത ആ കാര്യങ്ങളുടെ കണ്ടിന്യൂഷനാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ദശാംശം പുതിയ നിയമത്തിൽ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട്. എന്നാൽ പുതിയ നിയമത്തിൽ പിന്നെയും ചില വ്യത്യസ്തമായ കാര്യങ്ങൾ യേശു പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ദശാംശത്തിൻ്റെ ഒരു ഭാഗം. ഇനി ആർക്ക് ദശാംശം കൊടുക്കണം? മൽക്കീസദേക്ക് പരിശുദ്ധാത്മാവ് മഹാപുരോഹിതനായി വന്നെങ്കിൽ അതിൻ്റെ ക്രമത്തിൽ യേശു ക്രിസ്തു മൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ മഹാപുരോഹിതനായിട്ടുണ്ടല്ലോ. അതാണ് അപ്പോസ്തലിക ശുശ്രൂഷ ഒരു ഭാഗവും പൗരോഹിത്യ ശുശ്രൂഷയുണ്ട്. അത് മൽക്കീസദേക്ക് ക്രമമാണെന്ന് കഴിഞ്ഞ ദിവസം കേട്ടില്ലേ? അങ്ങനെ മൽക്കീസദേക്കിൻ്റെ ക്രമത്തിലുള്ള പുരോഹിതന്മാർ ഇന്നും ഉണ്ടല്ലോ. ആ പുരോഹിതന്മാരെന്ന് പറഞ്ഞാൽ വസ്ത്രം ധരിച്ച് തൊപ്പി വെച്ചതല്ല, അത് അഭിഷേകത്തിൽ നിരപ്പിൻ്റെ ശുശ്രൂഷ, ഇടനിലക്കാരെ അല്ലെങ്കിൽ അതിനെ ആക്കുന്നതാണ്. രണ്ടിനെ ഇരുപക്ഷത്തെയും ഒന്നാക്കുന്ന ശുശ്രൂഷയാണ്. അല്ല, ഇതൊന്നും ആക്ഷരികമായിട്ടുള്ളതല്ലിത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ശുശ്രൂഷാമുഖത്തിൽ വിശ്വാസികൾ ദശാംശം കൊടുക്കുന്നതിൽ കറക്റ്റാണ്. എല്ലാ പെന്തിക്കോസുകാരും ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. പെന്തിക്കോസുകാരെല്ലാം തന്നെ TPMകാരും എല്ലാവരും ഈ ഹോളിൽ വരുന്നവരെല്ലാവരും ദശാംശം കൊടുക്കേണ്ട ആവശ്യമില്ല. പിന്നെ ആരാണ്? അബ്രഹാമിൻ്റെ സന്തതികൾ മാത്രം. എങ്ങനെയാണ് അബ്രഹാമിൻ്റെ സന്തതികളായിത്തീരുന്നത്? കർത്താവായ യേശു 2 പേരുടെ കാര്യം എടുത്ത് പറയുന്നുണ്ട്. ഒരു 18 വർഷം രോഗിയായ ഒരു സ്ത്രീ വന്ന് സൗഖ്യമായപ്പോൾ ശബത്തിൽ സൗഖ്യമാക്കുന്ന വിഹിതമെന്ന് ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു, ഇവളും അബ്രഹാമിൻ്റെ മകൾ. എന്താ കാരണം? വിശ്വാസത്താൽ വന്ന് പ്രാപിച്ചു. ശബത്തിനേക്കാൾ അവളുടെ വിശ്വാസം വലുതായതുകൊണ്ട് അവൾ സൗഖ്യം പ്രാപിച്ചതുകൊണ്ട് വിശ്വാസത്താൽ അവൾ സൗഖ്യം പ്രാപിച്ചു. കടന്നു വന്നുകൊണ്ട് അവൾ അബ്രഹാമിൻ്റെ മകൾ. സഖായിയോട് ലൂക്കോസ് 19 അധ്യായത്തിൽ പറയുന്നുണ്ട്, ഇവൻ അബ്രഹാമിൻ്റെ മകൻ. ഇന്ന് ഈ വീടിന് എന്തുകൊണ്ട്? ന്യായപ്രമാണത്തിൻ്റെ പാരമ്പര്യങ്ങളിലല്ല, യേശുക്രിസ്തുവിൻ്റെ വിശ്വാസത്തിൽ അവൻ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച് രക്ഷ പ്രാപിച്ചുകൊണ്ട് ഇവനും. അപ്പോൾ ഈ പാരമ്പര്യം നമ്മുടെ സമുദായ ക്രിസ്ത്യാനികളെ പോലെ അല്ലെങ്കിൽ പെന്തിക്കോസിലെ പാരമ്പര്യവാദികളെ പോലെ വീമ്പടിച്ച് നടക്കുന്ന യഹൂദന്മാർ പറയുന്നു, ഓ ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ, നീ വേശ്യയുടെ സന്തതി. നോക്കണം, അമ്മാർ വാക്കിൽ തന്നെ ഉണ്ട് അഹന്ത. ഞങ്ങൾ അബ്രഹാമിൻ്റെ മക്കൾ, പാരമ്പര്യവും പഴക്കവും, നിനക്ക് 50 വയസ്സ് പോലും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ യേശു പറഞ്ഞെന്താ? നിങ്ങൾ അബ്രഹാമിൻ്റെ മക്കളല്ല, നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. നിങ്ങൾക്ക് അഹങ്കാരവും നിഗളവും അവിശ്വാസവും അന്ധവിശ്വാസങ്ങളും വിഗ്രഹാരാധനയെല്ലാം കയറിയിരിക്കുന്ന നിങ്ങൾ പിശാചെന്ന പിതാവിൻ്റെ മക്കൾ. ഈ വിശ്വസിക്കുന്നവർ
അവരാണ്. അപ്പോൾ എന്താ കാരണം? ഗലാത്യലേഖനം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതി. 2:16 മുതൽ വായിച്ച്. ഗലാത്യർ 2:16 മുതൽ വായിക്കാം. അബ്രഹാം ദൈവത്തിൽ ഗലാത്യർ 2:16 വായി എടുത്ത് വായി പെട്ടെന്ന്. ആരെങ്കിലും വായിച്ചു, വിശ്വാസികൾക്കും വായിക്കാം. യേശുക്രിസ്തുവിന്റെ വിശ്വാസത്താൽ അല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ ഒരു മനുഷ്യനും വരും. എന്നാൽ യേശുക്രിസ്തുവിലുള്ള വിശ്വാസത്താലല്ലാതെ ന്യായപ്രമാണത്തിന്റെ പ്രവൃത്തികളാൽ മനുഷ്യൻ നീതീകരിക്കപ്പെടുന്നില്ല എന്ന് അറിഞ്ഞിരിക്കുന്നല്ലോ. എന്തെല്ലാം കർമ്മപ്രവൃത്തി ചെയ്താലും, യാഗം ചെയ്താലും, കോഴിയെ വെട്ടിയാലും കന്നുകാലിയെ വെട്ടിയാലും ഒന്നും മനുഷ്യൻ നീതി, അതൊക്കെ സിംബോളിക്കലായിട്ട് കൊടുത്ത കാര്യങ്ങളാണ്. വിശ്വാസത്താണോ നീതീകരണം? കാരണം വിശ്വാസത്താലാണല്ലോ ഹൃദയത്തിൽ വ്യാപിക്കുന്നത്. ഇത് മനസ്സിലാണല്ലോ ഈ പ്രവൃത്തിയിലാണ് നടക്കുന്നത്. മനുഷ്യൻ്റെ മനസ്സിലാണ് എല്ലാ പ്രവൃത്തികളും. കമ്പ്യൂട്ടർ സിസ്റ്റം മുഴുവൻ അവിടാണ്. ഒരു വിശ്വാസം അവിശ്വാസം എല്ലാം കയറുന്നതാണ്. ഇപ്പോൾ ഒരു കോഴിമുട്ട വീടിൻ്റെ ഗേറ്റിൽ കണ്ടാൽ ഉടനെ അന്തം വിട്ട് പോകുന്നു, അയ്യോ ആരോ കൂടോത്രം ചെയ്തു. ആ അവിശ്വാസമോളെ അതിൻ്റെ റിയാക്ഷൻ ഉണ്ടാക്കിയെടുക്കും. അതേസമയം നമ്മുടെ ഒരു വിശ്വാസി എന്ത് ചെയ്തു? രാവിലെ നോക്കുമ്പോൾ ഒരു ഇലയ്ക്കകത്ത് ചെത്തിപ്പൂവും നല്ലൊരു ഫ്രഷ് കോഴിമുട്ടയും അതുപോലെ അതിൻ്റെ കർപ്പൂരം കിടക്കുന്നുണ്ട്. ഈ പുള്ളി മറ്റെല്ലാം അടുത്ത് തൂട്ടി കളഞ്ഞു മുട്ട കൊണ്ട് ഭാര്യയുടെ പുറത്തേക്ക് പുറത്ത് വരാൻ പറഞ്ഞു. അത് പുറത്ത് നിന്ന് അത് അവിശ്വാസം. അപ്പോൾ ഇതെല്ലാം വിശ്വാസത്തെ ഡിപ്പെൻഡ് ചെയ്യുന്നതാണ്, പുസ്തകത്തെയല്ല. അപ്പോൾ വിശ്വാസം, ഞാൻ വിശ്വസിക്കുന്നു, ലോകത്തെ ജയിച്ചവൻ ലോകരക്ഷിതാവുമായ യേശുക്രിസ്തുവിനെ ഞാൻ വിശ്വസിക്കുന്നു. നീ ഉറച്ചു വിശ്വസിച്ചാൽ വേറൊരു ശക്തിയും നിന്നിൽ പ്രവർത്തിക്കത്തില്ല. ഇടയ്ക്ക് അത് കേൾക്കാൻ പോകരുത്, ഇത് കേൾക്കാൻ പോകരുത്, അവർ പറയുന്നത് കേൾക്കരുത്, ഇവർ പറയുന്നത് കേൾക്കാൻ പോയപ്പോൾ നിന്റെ ഹൃദയത്തെ പിശാച് വശീകരിക്കും. 2 കൊരിന്ത്യർ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ ഈ ലോകത്തിൻ്റെ ദൈവം, അതായത് ലോകജ്ഞാനം, പിശാച് എന്ന് പറയുന്നത് ഈ കൈയും കൊമ്പും വെച്ച് കണ്ണും തള്ളി വരുന്നൊന്നുമല്ല, ഇതൊക്കെ ജ്ഞാനമാണ്. ഏദൻ തോട്ടത്തിൽ ദൈവത്തിൻ്റെ പദ്ധതിക്ക് വിരോധമായിട്ട് വന്ന ജ്ഞാനമാണ് ഇന്നും പ്രവർത്തിക്കുന്നത്. അന്ന് ഒരു തലയേ ഉള്ളായിരുന്നു. വെളിപ്പാട് ദിവസം 13-ാം അധ്യായത്തിൽ പറയുമ്പോൾ 7 തലയാണ്. അപ്പോൾ ജ്ഞാനം അത്ര കൊണ്ട് വർദ്ധിച്ചു. നമ്മൾ കാണുന്നുണ്ടല്ലോ സോഷ്യൽ മീഡിയയിലൊക്കെ ഈ ജ്ഞാനത്തിൻ്റെ റിയാക്ഷൻസ്. അപ്പോൾ ഇതിലൊക്കെ ശ്രദ്ധിക്കുക. വചനം ശ്രദ്ധിച്ചിട്ട് യേശുക്രിസ്തു വിശ്വസിച്ച് നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നതിനെ ഒന്നിനും ഒരു പിശാചും തൊടത്തില്ല, ഒരു ശക്തി വരെ തൊടത്തില്ല. അപ്പം വിശ്വാസമാണ് ആധാരം. പിള്ളേർ പറയത്തില്ല വിശ്വാസം അതല്ലേ. പക്ഷേ 2 വിശ്വാസമുണ്ട്. ഒന്ന് അന്ധവിശ്വാസം, ഒന്ന് സത്യവിശ്വാസം. നല്ല വെളിച്ചമുണ്ട്, സത്യവെളിച്ചമുണ്ട്, അല്ലാത്ത വെളിച്ചമുണ്ട്. ഇത് തിരിച്ചറിയാതെ പോയാൽ, കാരണം നല്ല വെളിച്ചം എന്ന് പറഞ്ഞാൽ എങ്ങനെയായിരുന്നു? മനുഷ്യനുണ്ടാക്കുന്ന വെളിച്ചമാണല്ലോ പോസ്റ്റിൽ കത്തുന്ന ബൾബ്. അത് രാത്രിയെല്ലാം വെളിച്ചം കൊടുക്കുന്നെങ്കിലും പകൽ സൂര്യൻ ഉദിക്കുമ്പോൾ ഈ വെളിച്ചം ബ്ലിങ്കിങ്. പഴയ ഫിലമെൻ്റ് ബൾബ് കണ്ടിട്ടില്ലേ? ഒരുമാതിരി ചമ്മിയിരിക്കുന്ന പോലെ തോന്നും. സൂര്യപ്രകാശത്തിന് മുമ്പിൽ മറ്റെല്ലാം വെളിപ്പെട്ടു പോകും. ഇതുപോലെ ദൈവത്തിൻ്റെ വെളിച്ചം, അതാണ് യേശു ഞാൻ സത്യവെളിച്ചം എന്ന് പറയുന്നത്. അങ്ങനെ ഇതിനെ തിരിച്ചറിയണമെങ്കിൽ കൃത്യമായിട്ടും വേദപുസ്തകത്തിൽ കൂടെ പഠിച്ചു പോയെങ്കിൽ മാത്രമേ ഒരു മനുഷ്യന് യഥാർത്ഥ സത്യം ഗ്രഹിക്കാൻ കഴിയുള്ളൂ. അതല്ലാതെ എന്ത് ന്യായം പറഞ്ഞാലും, ഏത് പുസ്തകം പഠിച്ചാലും, ഏത് മതഗ്രന്ഥം പഠിച്ചാലും ശരി, സത്യം അറിയാൻ സാധ്യതയില്ല. അതിന് കുറേ കാണും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവിടെ നമ്മൾ വായിച്ചെന്താണ്? യേശുക്രിസ്തുവിലുള്ള വിശ്വാസം. ആ വിശ്വാസത്തിൽ അബ്രഹാമിൻ്റെ സന്തതികളായി നമുക്ക് മാറാൻ കഴിയും. 3:6 മുതൽ വായിച്ച്. ഗലാത്യർ 3:6 മുതൽ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ട്. അബ്രഹാം ചെയ്ത പ്രവൃത്തികളല്ല, അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് ചെയ്ത പ്രവൃത്തികളാണ് നീതിയായി കണക്കിട്ടത്. അപ്പം വിശ്വാസത്തിൻ്റെ പ്രവൃത്തിക്ക് മാത്രമേ, അതായത് സത്യദൈവത്തെ വിശ്വസിക്കുകയും അവൻ്റെ വചനത്തെ പ്രകാരം നാം ചെയ്യുന്ന പ്രവൃത്തികൾക്ക് മാത്രമേ അംഗീകരണമുള്ളൂ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ച് അതുവരെ നീതിയായി കണക്കിട്ടു. അടുത്തത് നീതിയായി കണക്കിട്ടു എന്നിരുന്നുണ്ടോ? അതുകൊണ്ട് വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. വിശ്വാസികളത്രേ അബ്രഹാമിന്റെ മക്കൾ. അപ്പം യഹൂദന്മാർ യേശുക്രിസ്തുവിൽ വിശ്വസിക്കാതെ പാരമ്പര്യവും പഴക്കവും പുസ്തകവും ചുമന്ന്, മോശയുടെ പുസ്തകം എല്ലാം ചുമന്നുകൊണ്ടാണ് നടക്കുന്നത്. പക്ഷെ അവർ ദൈവത്തെ യഥാർത്ഥമായിട്ട് വിശ്വസിക്കുന്നില്ല. അതുകൊണ്ടാണ് അവർ കണ്ടു കുരുടായി പോയതും അവർ യേശുവിനെ ക്രൂശിക്കാനിടയായത്. അവർ അറിഞ്ഞിരുന്നുവെങ്കിൽ തേജസ്സിൻ്റെ പുത്രനെ ക്രൂശിക്കില്ലായിരുന്നു. നോക്കണം. അപ്പോൾ അറിവില്ലായ്കയിലാണ് ഈ ലോകം മുഴുവൻ ചതിക്കപ്പെട്ടിരിക്കുന്നത്. യഥാർത്ഥ അറിവ്, സത്യമായ അറിവ്, ദൈവത്തെക്കുറിച്ചും ദൈവിക പദ്ധതിയെക്കുറിച്ചും അറിയിച്ച പലരും കാണുമെങ്കിലും അത് പൂർണ്ണതയോട് അറിയിച്ച് അതിനുവേണ്ടി യാഗമായി തീർന്ന ഒരേ ഒരുവനേ ഉള്ളൂ, അത് കർത്താവായ യേശു ക്രിസ്തുവാണ്. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞിരിക്കുന്നത്, എല്ലാവരും മറ്റൊരുത്തരിലും രക്ഷയില്ല, രക്ഷിക്കപ്പെടുവാൻ നാം ആകാശത്തിൽ
മനുഷ്യരിൽ നൽകപ്പെട്ട വേറെ നാമമില്ല. പല അവതാരങ്ങൾ കാണും, നന്മപ്രവൃത്തികൾ ഇത് കാണും. ഇപ്പോൾ ശ്രീകൃഷ്ണൻ്റെ ഒരു അവതാരമാണെന്ന് പറയുന്ന മാധവൻ കുരുക്ഷേത്ര യുദ്ധത്തിൽ അർജുനോട് ഗീതോപദേശം ചെയ്തില്ലേ? ഉണ്ടല്ലോ. അപ്പോൾ ആ ഗീതോപദേശത്തിൽ അർജുനൻ ചോദിക്കുന്നു, മാധവ, നീ ഒരു ദൈവത്തിൻ്റെ അംശമുള്ള ഒരാളല്ലേ, നീ എന്തിനാ ഈ കൂട്ടക്കുരുതിക്ക് വേണ്ടി കൂട്ടിയിരിക്കുന്നേ? ഇത് ദൈവത്തിൻ്റെ സ്വഭാവമാണോ എന്ന് മാധവനോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ മാധവൻ പറയുന്നു, നീ ഞാൻ പറയുന്നതെല്ലാം കേൾക്കാൻ പറഞ്ഞു. അതിൽ പല കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് പിതാമഹൻ ഭീഷ്മർ, സത്യത്തിനും നീതിക്കും നേരോട് നിൽക്കുന്ന ആ കാരണവർ, അദ്ദേഹം ചില സമയത്ത് മിണ്ടാതിരിക്കുന്ന പാവമാണ് കേട്ടോ. ചില സമയത്ത് മിണ്ടാതിരിക്കുന്നതും പാവമാണ്. അപ്പോൾ ഭീഷ്മറിനെ കൊല്ലുന്നതിന് മുമ്പ് അർജുനൻ ചോദിച്ചു, എന്തിനാ ഇദ്ദേഹത്തെ കൊല്ലുന്നത്? ഞങ്ങളുടെ പിതാമഹനാണ്, ഞങ്ങളുടെ കുടുംബത്തിലെ കാരണവരാണ്, ഞാൻ അദ്ദേഹത്തെ എന്തിനു കൊല്ലണം? അവൻ്റെ നീതിയില്ലാത്ത പ്രവൃത്തി. ഭീഷ്മർ നീതിയില്ലാത്തവരായിരുന്നാണ് ഏത് കാര്യത്തിൽ? അതിന് മാധവൻ ഉപദേശിച്ചു കൊടുക്കുന്നത് എന്താ? കാരണം കൗരവരെ ചൂതുകളിയിൽ, വഞ്ചനയിൽ, ചതിവിൽ, അവരുടെ കൊട്ടാരവും അവരുടെ അവകാശങ്ങളെല്ലാം ഈ ചൂതുകളി, കള്ളക്കളി കളിച്ചപ്പോൾ ആ ഒരു ശിഖണ്ഡി എന്ന് പറയുന്നതിനുള്ള കൂടെ അവൻ്റെ കള്ളക്കളിയിൽ ഇവരുടെ രാജ്യങ്ങൾ ഒന്നൊന്നായി പൊക്കോണ്ടിരിക്കുമ്പോൾ ഈ ദ്രോണാചാര്യനും ഈ ഭീഷ്മരുമെല്ലാം അവിടെ ദൃക്സാക്ഷികളായി കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരക്ഷം വിടുന്നില്ലല്ലോ. കാരണം ദുര്യോധനോടുള്ള പേടി. ദുര്യോധനൻ വാളെടുക്കും, തലവെട്ടും വേണമെങ്കിൽ, അവിടെ അവന് ബന്ധമൊന്നുമില്ല. അങ്ങനെ തലവെട്ടുമെന്നുള്ള പേടിയിൽ പിതാമഹൻ ഭീഷ്മർ അവർ മിണ്ടാതിരുന്നു. പാഞ്ചാലിയുടെ വസ്ത്ര അക്ഷമം ചെയ്തപ്പോൾ ഈ ഭീഷ്മർ എവിടെയായിരുന്നു ചോദിച്ചു. നീ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ, മാധവൻ പറയുന്നതാണ്, നീ അന്നൊരു വാക്ക് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ഇവർക്ക് ഈ കാട്ടിൽ പോയി വനവാസം, അവരെ കാട്ടിൽ അയച്ചപ്പോൾ നീ എന്നോട് സംസാരിച്ചില്ല. മൂന്നാമത്, ഈ അനീതിയുടെ പ്രവൃത്തി ചെയ്ത് ഈ സമയത്തെല്ലാം നീ ദൃക്സാക്ഷിയായിരുന്നു മിണ്ടാതിരുന്നിട്ട് നീ നീതിമാനാന്ന് പറഞ്ഞാൽ ശരിയാവുമോ? നീ ദോഷപ്രവൃത്തി ചെയ്തില്ലെന്ന് പറഞ്ഞാൽ ശരിയാവുമോ? അപ്പോൾ അതിന് പറയും, ഞാൻ ബ്രഹ്മചാരിയാണ്, ഞാൻ സ്ത്രീകളെ അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ അത് ചെയ്തിട്ടില്ല. അതൊക്കെ ശരി, അതൊക്കെ ഞങ്ങൾ അംഗീകരിക്കുന്നു, അതൊക്കെ ആവശ്യമാണ്. പിന്നെ പല ഗുണങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം. പക്ഷേ ചെയ്യേണ്ട സമയത്ത് ചെയ്യാതെ പോയതും പറയേണ്ട സമയത്ത് പറയാതെ പോയതുമാണ് നിന്റെ ഭാവം. ഇന്നും അങ്ങനെയാണ് കേട്ടോ. രാഷ്ട്രീയ നേതാക്കന്മാരോടോ, പിന്നെ മത നേതാക്കന്മാരോടോ, മന്ത്രിമാരോടോ, മുഖ്യമന്ത്രിയോടോ, പ്രധാനമന്ത്രിയോടൊക്കെ കൂടെ ഇരിക്കുന്നവർ പറയേണ്ട കാര്യങ്ങൾ പറയേണ്ട സമയത്ത് പറഞ്ഞില്ലെങ്കിൽ അവരുടെ കാലശേഷം അതിൻ്റെ ശിക്ഷ നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. ദൈവത്തിൻ്റെ ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അവരെ പേടിച്ചോ? പണ്ട് സ്റ്റാലിൻ്റെ കാലത്തിൽ ക്രൂഷ്ചേവ് അവിടുത്തെ ഒരു പ്രധാനിയായിരുന്നു. ക്രൂഷ്ചേവ് അവിടുത്തെ പ്രധാനിയായിരുന്നവരായിരുന്നു സ്റ്റാലിൻ്റെ കാലത്തിൽ. അപ്പോൾ സ്റ്റാലിൻ ഒന്ന് പറയുന്നതിന് മുമ്പേ നമ്മുടെ ബൈബിളിൽ കാണുന്ന കഥാപാത്രം പോലെ ശൗലിനെ പോലെ എന്ത് ചെയ്യും? തോക്കെടുക്കും, മിണ്ടരുതെന്ന് പറയും. അങ്ങനെ തോക്കിൻ്റെ മുനയിൽ വിറപ്പിച്ചാണ് ഈ അണികളൊക്കെ നിർത്തിയിരിക്കുന്നത്. അങ്ങനെ സ്റ്റാലിൻ്റെ കാലത്തിൽ ഈ അമിത അധികാരം ഉപയോഗിച്ച് ആരെങ്കിലും അഭിപ്രായം പറയാൻ എഴുന്നേറ്റാണ് പിന്നെ പറയാൻ ഒക്കുമോ? കാരണം പിന്നെ അഭിപ്രായം പറയാൻ ഒക്കത്തില്ലല്ലോ. ഇപ്പോഴും അഭിപ്രായം പറയുന്നതിന് ചത്തു വീഴും. എന്നാൽ പിന്നെ അവസരം വരട്ടെ എന്ന് ക്രൂഷ്ചേവും കണക്കാക്കിക്കൊണ്ടിരുന്നു. ക്രൂഷ്ചേവിന് പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും സ്റ്റാലിൻ്റെ തോക്കിൻ മുനയുടെ മുമ്പിൽ ഭീഷണിപ്പെടുത്തി. ഇന്നും ഒരു കാര്യം ഓർത്തോണം, രാഷ്ട്ര നേതാക്കന്മാരോ മന്ത്രിമാരോ മുഖ്യമന്ത്രിയോ പ്രധാനമന്ത്രിയോ ഒക്കെ അധികാരവും പോലീസിൻ്റെ ശക്തിയോ ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിൽക്കാന്ന് വെച്ചാൽ മേളിലൊരുവനുണ്ട്. അത് നായനാർ പറഞ്ഞു. എന്താ? മേളിലൊരുത്തനുണ്ടെന്ന് ഓർത്തോണം. ആവശ്യമില്ലാതെ നിരപരാധികളെ കൊന്നൊടുക്കുന്നതും അക്രമത്തിന് കൂട്ടുനിൽക്കുന്നതും പിന്നെ അനീതിക്ക് കൂട്ടുനിൽക്കുന്നതായ ആര് തന്നെയായിരുന്നാലും ശരി, പോലീസ് അധികാരികളായിരുന്നാലും ശരി, മത നേതാക്കന്മാരായാലും രാഷ്ട്രീയ നേതാക്കന്മാരായാലും ശരി, മന്ത്രിമാരായാലും നിങ്ങളുടെ മേലൊക്കെ ഒരുത്തനുണ്ട്. ഉന്നതിന് മേലെ ഒരുത്തൻ ഉന്നതനും അവൻ്റെ മേലെ അത്യുന്നതനുമുണ്ട്. അവിടെ വിസ്തരിക്കപ്പെടുമ്പോൾ നിങ്ങൾ പണിയായിത്തീരും. അപ്പോൾ ക്രൂഷ്ചേവിൻ്റെ കാലം വന്നു. അടുത്തത് പ്രധാനമന്ത്രിയായിട്ട് ക്രൂഷ്ചേവ് വന്നു. അപ്പോൾ ക്രൂഷ്ചേവിനോട് ചോദിച്ചു. ക്രൂഷ്ചേവ് ഇപ്പോൾ കുറെ കൂടി ലിബറലായി. സ്റ്റാലിൻ്റെ പല കാര്യങ്ങൾ തെറ്റാണെന്ന് താൻ തുറന്ന് സമ്മതിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരുതിന് ദേഷ്യം വന്നു. ഇവൻ പിന്നെ ഇത്രയും നാളും മിണ്ടാതിരുന്നിട്ട് ഇപ്പോഴാണ് വാ തുറക്കുന്നത്. ഉടനെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എഴുന്നേറ്റ് ചോദിച്ചു, എന്നാൽ പിന്നെ നിനക്കത് അന്നെന്താ പറയാഞ്ഞത്? അന്നെന്താ പറയാമെന്ന് ചോദിച്ചപ്പോൾ ക്രൂഷ്ചേവ് ഉടനെ തോക്കെടുത്തു. അവന് നേരം ചൂടി. അവനൊന്നും മിണ്ടാതങ്ങിരുന്നു. അപ്പോൾ ക്രൂഷ്ചേവ് പറഞ്ഞു, സഹോദര, ഞാൻ നിന്നെ വെടിവെക്കാനൊന്നും പോകുന്നില്ല, നീ നിൻ്റെ അഭിപ്രായം പറഞ്ഞു. ഇതല്ലേ അന്ന് നടന്നേ? അന്ന് ഞാൻ അഭിപ്രായം പറഞ്ഞു, എൻ്റെ അഭിപ്രായം അന്നും നടക്കത്തില്ല, പിന്നെ ആയുഷ്കാലം. അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായം പറഞ്ഞു,
അന്ന് സ്റ്റാലിൻ ചെയ്ത പല തെറ്റുകളും തെറ്റ് തന്നെയായിരുന്നു. പക്ഷേ ഞങ്ങൾക്കതിനുള്ള വോയിസ് ഇല്ലാഞ്ഞു. വാതുറക്കാൻ സമ്മതിക്കാതെ അധികാര ശക്തി ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി നിർത്തിയതുകൊണ്ട്. ശൗലങ്ങനല്ലേ ദാവീദിന് മുമ്പുള്ള രാജാവ്? അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, വാളെടുക്കുന്നവൻ വാളാൽ വീഴും. അങ്ങനെ ആ കാലഘട്ടങ്ങൾ അങ്ങനെ എന്ന് പറഞ്ഞ പോലെ ഈ അധികാരം ഭീഷണി കൊണ്ടൊന്നും ആരും ഒരിക്കലും നടത്താൻ ഒക്കത്തില്ല. ഒരു സമയം കഴിയുമ്പോൾ അവൻ താളടിയാകും. അഹങ്കാരികൾ നീളുമൊക്കെ താളടിയായി മനുഷ്യന് മുമ്പിൽ നിന്ദാപാത്രങ്ങളായിട്ട് അവശേഷിക്കും. അത് ഏത് ഭരണാധികാരിയായാലും മത നേതാക്കന്മാരും. വിൽക്കുന്നതിന് മുമ്പ് നിന്റെ അല്ലായിരുന്നു. 5:4 അപ്പോസ്തല പ്രവൃത്തി. അനന്യാസിനോട് ചോദിക്കുന്നു, സാത്താൻ നിന്റെ ഹൃദയത്തെ കൈവശമാക്കിയത് എന്തേ? അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിപ്പാനും. എന്നാ നല്ല തീപ്പൊരിയായി നിൽക്കുന്ന സമയത്താണ് എന്ത്? പത്രോസ് അപ്പോസ്തലന് മനുഷ്യന്റെ ഹൃദയങ്ങളെ വായിച്ചെടുക്കുക. അവൻ പോകുന്ന സ്ഥലത്ത് നിഴൽ തട്ടി സൗഖ്യമാകുന്ന അതുപോലെയുള്ളൊരു കാലയളവല്ല. ഇന്നിപ്പോൾ ആ കാലമൊന്നും അല്ലല്ലോ. ഇന്ന് ഒരുപാട് എല്ലാം കൂടെ മിങ്കിൾ ചെയ്ത് പോകുന്ന കാലമല്ല. ആ ഒരു സമയത്ത് നോക്കണം, ഒരു ഭാര്യ ഭർത്താവിന്റെ ഹൃദയത്തിൽ സാത്താൻ കയറി. വായിച്ച് അപ്പോൾ പത്രോസ് അനന്യാസെ, പരിശുദ്ധാത്മാവിനോട് വ്യാജം കാണിച്ചതും പിന്നെ നിലത്തിന്റെ വിലയിൽ കുറെ എടുത്തു വെപ്പാനും സാത്താന്റെ ഹൃദയത്തെ. അപ്പൊ സുവിശേഷ വേലയ്ക്ക് വന്നാലും വേലക്കാർ ദൈവത്തിന്റെ മുഖത്തോടുകൂടി നോക്കി ഭൗമികമായ കാര്യങ്ങൾക്ക് അമിത പ്രാധാന്യം കൊടുക്കാതെ ജീവിച്ചെങ്കിൽ മതി. ഇല്ലെങ്കിൽ സാത്താൻ കൈവശമാക്കും. സാത്താൻ ഇങ്ങനെ തപ്പി കിടക്കുകയല്ലേ, ആരെ വിഴുങ്ങേണ്ടു. അപ്പം ഇതൊക്കെ മനസ്സിലാകാതെ ചാനൽ ചർച്ചയിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ കയറി തോന്നിവാസമോ വർത്താനം പറഞ്ഞാൽ എന്ത് പറയാനിരിക്കും? ഏതെങ്കിലും ഒരു വിഭാഗത്തെ തള്ളിപ്പറയാനോ താഴ്ത്തിക്കെട്ടാനോ വേണ്ടി പറഞ്ഞുകൊണ്ട് നടന്നാൽ എന്ത് പറയാൻ? അവസാനം അവർ തന്നെ അതിൻ്റെ ശിക്ഷ. പൊതുവേ ദീപന്തിക്കോസ് മിഷൻകാരുടെ ഒരു സ്വഭാവം എന്ന് ചോദിച്ചാൽ അവരിതിനൊന്നും പ്രതികരിക്കാൻ ആരും വരത്തില്ല. അങ്ങനെ ആരെങ്കിലും പ്രതികരിക്കാൻ പോയാൽ ചീഫ് പാസ്റ്റർമാർ ഉടനെ പറയും, നിന്റെ പണി നോക്കാൻ പറയും. നിന്റെ വേലയല്ല, ഈ വേല ദൈവത്തിൻ്റെതാണ്, അത് ദൈവം നോക്കിക്കോളും. എന്നോട് പലരൊക്കെ പറഞ്ഞു, ഇങ്ങനെ യൂട്യൂബിൽ ചില ആവശ്യമില്ലാത്ത ചില കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങിയപ്പോൾ തിരുയാങ്കുഞ്ഞി ഭാഷ അങ്ങേരെ ഒന്ന് കണ്ട് സംസാരിക്കണം. ഞാൻ പറഞ്ഞു, അയ്യോ അതിൻ്റെ ആവശ്യമൊന്നുമില്ല, കാലം അങ്ങേർക്ക് വെളിപ്പെടുത്തി കൊടുത്തോളും, ഇത് ദൈവത്തിൻ്റെ വേലയല്ലേ, ദൈവം നോക്കിക്കോളും. അങ്ങനെ ടി പി എംകാരും പ്രതികരിക്കാൻ പോകുന്നു. പിന്നെ ടി പി എമ്മിലെ ആത്മീയമില്ലാത്ത ചില വിശ്വാസികളോ ആരെങ്കിലുമൊക്കെ യൂട്യൂബിൽ കൂടെ ചില പ്രതികരണം നടത്തിയെങ്കിലേ ഉള്ളൂ. അല്ലെങ്കിൽ ആത്മീയരും മറ്റവരാരും ഇതിനൊന്നും പ്രതികരിക്കാൻ പോകത്തില്ല. അവർക്ക് ഇതിൻ്റെ ആവശ്യവുമില്ല. കാരണം ദൈവത്തിൻ്റെ വേലയല്ലേ, നമ്മുടെ കുടുംബസ്വത്തല്ലല്ലോ. യേശുക്രിസ്തു സഭയെന്ന് പറഞ്ഞാൽ പൊതുവല്ലേ, അത് അവർക്കൂടെ അവകാശപ്പെട്ടതല്ലേ. അവരെന്തിനാ ഒരു മിനിമസ്റ്റയിലേക്ക് കൊണ്ടുപോകുന്നത്? പ്രതീക്ഷിക്കപ്പെട്ട വേല വേദവസ്തുള്ളതല്ലേ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞില്ലേ, അവിടെ 5 ഉദ്യോഗസ്ഥന്മാരുണ്ട്. അത് പാഷന്മാരെല്ലാം പ്രതീക്ഷിക്കപ്പെടണമെന്ന് ടി പി എംകാർ പറയുന്നില്ല. പാഷന്മാരെല്ലാം പാഷം എന്ന് പറയുന്ന ഒരു ഇത് മാത്രമേ ഉള്ളൂ. 5 ഉദ്യോഗത്തിലൊന്ന്. 5 ഉദ്യോഗസ്ഥന്മാർ എഫെസിലെ 4-ാം അധ്യായം വായിക്കുമ്പോൾ അവൻ ചില അപ്പോസ്തലന്മാരായും പ്രവാചകന്മാരായും ഇടയന്മാരായും സുവിശേഷകരായും ഉപദേഷ്ടകന്മാരായും നിയമിച്ചിരിക്കുന്നു. അഭിഷേകത്തിലാണ് ഈ ശുശ്രൂഷ. ഇവരെല്ലാം പ്രതീക്ഷിക്കപ്പെട്ടവരാണ്. അതിലൊരു ഭാഗം പാസ്റ്റർ എന്ന് പറയുന്നുള്ളൂ. അത് സഭ വെച്ചിരിക്കുന്ന നിയമമാണ്. പാസ്റ്റർമാരെന്ന് വെച്ചിരിക്കുന്നതിൻ്റെ കാരണം 20 വർഷത്തോളം വലിയ കുഴപ്പമൊന്നുമില്ലാതെ ഒരു മാതൃകാപരമായിരിക്കുമ്പോൾ അവർ പാസ്റ്റർമാരെന്നുള്ളൊരു ഓർഡിനേഷൻ ഇവിടെ കൊടുക്കുകയാണ്. അത് ഇവിടുത്തെ മാത്രമാണ്. അവിടെ പാസ്റ്റർമാരല്ലാത്ത സഹോദരിമാരെല്ലാം സ്വർഗത്തിൽ പോകത്തില്ലേ? പാസ്റ്റർമാരല്ലാത്ത മദർമാർ സിയോന് കാണത്തില്ലേ? അല്ലെങ്കിൽ മറ്റ് സഭയിലെ ആൾക്കാർ കാണത്തില്ലേ? അപ്പം ഇതൊക്കെ സഭയുടെ പ്രാദേശിക സഭയ്ക്ക് വെച്ചിരിക്കുന്നത് ഈ മൂപ്പൻ ശുശ്രൂഷ. 10 വർഷം കഴിഞ്ഞ് സഭയ്ക്കൊരു മാതൃകയും പ്രശ്നങ്ങളില്ലാത്ത മനുഷ്യർക്ക് തിരുവത്താഴം കൊടുക്കാം, സ്നാനം കൊടുക്കാം. അതിനുള്ള അനുവാദമാണ് ഈ മൂപ്പൊന്നുമല്ല, പട്ടമൊന്നുമല്ല. സ്നാനവും തിരുവത്താഴം കൊടുക്കാൻ ഇച്ചിരി പക്വത 10 വർഷം കൊണ്ട് ഒരു പക്വതയാകും. ഇനി വരുന്നവരൊക്കെ ആകും. ഞങ്ങളെപ്പോലുള്ള കാട്ടുമനുഷ്യരല്ലേ ഇതിനകത്ത് കൊണ്ടിരുന്നേ. ലോകത്തിലെ സകല തല്ലിപ്പൊളികളെയും കൊലപാതകം ചെയ്തവരെയും പാപം ചെയ്തവരെയും തെറ്റ് ചെയ്തവരെയും മോഷണം നടത്തിയവരെയും വേണ്ടാത്തവരെല്ലാം പിടിച്ച് കർത്താവ് പത്രോസിൻ്റെ ഞാൻ പറഞ്ഞില്ല, അരയിൽ 3.5 വർഷം നടന്നിട്ടും വടിവാളം കൊണ്ട് നടന്ന പാർട്ടി ആരാ? അന്നത്തെ ചീഫ് പാസ്റ്റർ എന്ന പുള്ളി. ഇതിനെല്ലാം കർത്താവ് കൊടുത്ത് മെരുക്കി റെഡിയാക്കുന്ന കുറേ സമയമെടുക്കും. അപ്പോൾ അത് ചിലർ അങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ ചോദിച്ചിരുന്നു പറയാനാണ്. ഇരുമ്പല്ലൂർ ഞാൻ എത്രയോ വർഷം ഉണ്ടായിരുന്നു. 40 വർഷമായിട്ട് എനിക്ക് പരിചയമുള്ള ഇരുമ്പല്ലൂർ. ആ ഇരുമ്പല്ലൂർ ഫെയ്ത്ത് ഹോമിൻ്റെ കോമ്പൗണ്ട് മുഴുവനും മരിച്ചവരുടെ ശവശരീരം കൊണ്ട് അടക്കിയിരിക്കുന്നു. ഒരു വിദ്വാൻ പറയുകയാണ്, ഇവിടെ ഇവിടുന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അവിടെ ശവശരീരം, കാരണം ഇവർ സമയത്തിന് ചത്തുപോകുന്നു. വയസ്സാകുന്നതിന് ഇവിടെ വയസ്സാകണം. യേശുക്രിസ്തു 33-ാമത്തെ വയസ്സ് മരിച്ചില്ലേ? അത് മാത്രമാണോ? യേശുക്രിസ്തു തൻ്റെ ശുശ്രൂഷ ചെയ്തു. ടി പി എമ്മിലെ ശുശ്രൂഷക്കാരെ പൊതുവെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ പ്രാരാബ്ദങ്ങളൊന്നുമില്ല. സഭയുടെ ഉത്തരവാദിത്വം മാത്രമേ ഉള്ളൂ. അവർക്ക് പിള്ളേരെ വളർത്തേണ്ട ആവശ്യമില്ല, പിള്ളേരുടെ അഡ്മിഷൻ പോകേണ്ട ഒന്നിനും വേണ്ട.
അവർ കർത്താവ് വിളിച്ച പോലെ ഏകരായി മുമ്പോട്ട് വരുന്നു. അവർക്ക് ഒരൊറ്റ ലക്ഷ്യമേ ഉള്ളൂ. ഞാൻ രക്ഷിക്കപ്പെടുമ്പോഴും സുവിശേഷ വേലയ്ക്ക് വരുമ്പോഴും 10 വർഷം വേല ചെയ്യാൻ ആഗ്രഹിച്ചല്ല. കർത്താവ് 1 വർഷമെങ്കിലും അന്തസ്സായ വേല, എനിക്ക് രക്തസാക്ഷിയെ നിൻ്റെ അടുത്ത് വരണം, എനിക്ക് ദൈവത്തിൻ്റെ അടുത്ത് പോകണം. ഇപ്പം ഞാൻ മഹേഷിനോട് രാവിലെ ചോദിച്ചു, മഹേഷേ എന്തുകൊണ്ട് യേശുക്രിസ്തുവിലും വന്നു? കർത്താവിനെ വിളിച്ചിരിക്കുക അങ്ങോട്ട് വരാൻ. ഞാൻ ചോദിച്ചു, നീ പോകുന്നു? പിന്നെ ഞാനും പോയി റെഡിക്കൊണ്ടിരിക്കുകയാണ്. ഒരു വിശ്വാസിക്ക് അതല്ല, ഇവിടെ 80 വർഷം ജീവിക്കാമെന്നാണ് അതിൻ്റെ അർത്ഥം. പൊതുവേ ഇവിടുത്തെ ശുശ്രൂഷകർക്ക് വലിയ പ്രാരാബ്ദം, അവർ ദൈവത്തെ സന്തോഷിച്ച് ജീവിക്കും. പോകാൻ നേരത്ത് രോഗം വരും, ചിലർ പൂർണ്ണപ്പെടും, ചിലരും സിയോന്, എല്ലാവരും സിയോനിൽ എത്താൻ പോകുന്നില്ല എന്ന ഭാഷയാണ് പറഞ്ഞിരിക്കുന്നത്. ചിലർ പുതിയ ഭൂമിയെ കാണും, വേലക്കാർ തന്നെ. ചിലർ പുതിയ ആകാശത്തിൽ കാണും, രക്തസാക്ഷികളുടെ. പക്ഷെ തികഞ്ഞു വരിക എന്ന് പറയുന്നത് ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അത് ആരൊക്കെ കാണുമെന്ന് നമുക്കിപ്പോൾ പറയാൻ ഒക്കത്തില്ല. ഞാനുൾപ്പെടെ അവിടെ കാണുമെന്നുള്ളത് ഉറപ്പ് അവിടെ ചെന്നാലേ നമുക്കറിയത്തുള്ളൂ. എന്നാലും അതിൻ്റെ അടുത്തെങ്ങാനും കാണുമെന്നുള്ള വിശ്വാസം ഉണ്ടെങ്കിലും അതിനും കൂടെ അധ്വാനിച്ചെങ്കിൽ മാത്രമേ പൗലോസിനെ പോലെ നല്ല പോർ ആർക്കും പറയാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് പൗലോസ് പോലും പറഞ്ഞു, ഞാൻ തികഞ്ഞവനെന്ന്. അങ്ങനെ വേണ്ടാത്തെല്ലാം പറഞ്ഞ് വരുത്തി വെറുതെ നാശകോടാലി ആക്കാതെ നിന്റെ വിളിയും തിരഞ്ഞെടുപ്പും നിന്നെ ഏൽപ്പിച്ച വേല ചെയ്യും. നാട്ടുകാരെയെല്ലാം നന്നാക്കാനും നാട്ടുകാരെ കുറ്റം പറഞ്ഞ് പോകുന്നത് അവസാനം ആ സ്പിരിറ്റ് നിന്നെ ഒരു കാലത്തും വിടത്തില്ല. അത് പിന്നെ കുറേ കഴിയുമ്പോൾ ശൗല് കണ്ടില്ലേ, ശൗല് ദാവീദിൻ്റെ പുറകെ പോയി അവനെ ഇല്ലാതാക്കാൻ ശ്രമിച്ച് അവസാനം ദാവീദിനെ ദൈവം സൂക്ഷിച്ചു. പക്ഷേ ശൗല് പിന്നെ നിരന്തരം ഫെലിസ്ത്യരുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നു. നോക്കണം, അവൻ്റെ ആത്മാവേ യുദ്ധമാണ്. തർക്കവും വാദവും നടത്തി അവസാനം മറ്റ് ജാതി മനുഷ്യരുമായിട്ട് തർക്കം നടത്തി എല്ലാം അവസാനിക്കേണ്ടി വരും. അതുകൊണ്ട് ശരിയായ ക്രിസ്തുവിൻ്റെ വചനം പഠിച്ച് മുമ്പോട്ട് പോവുക. പിന്നെ കുറവ് കുറ്റങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ഏത് വേലക്കാരും സാത്താൻ കൈവശമായി കഴിഞ്ഞാൽ അവൻ പിശാചായി മാറും. അത് തെറ്റൊന്നുമല്ല. ഞാൻ തന്നെയായാലും പാസ്റ്റർ പോൾ പറയുമായിരുന്നല്ലോ, പുസ്തകത്തിലുണ്ടല്ലോ, നാളെ പാസ്റ്റർ പോൾ വീണു പോകാം. കാരണം ഈ ശരീരത്തിലല്ലേ വസിക്കുന്നത്. ഈ പരീക്ഷകളും പ്രലോഭനങ്ങളും ഒരു ശരീരത്തിൽ നമ്മൾ വസിക്കുന്നത്. അതുകൊണ്ട് ആർക്കും ഗ്യാരണ്ടി ഒന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ അവരെ നോക്കി ഇവരെ നോക്കെന്ന് പറഞ്ഞാൽ നിങ്ങളെ നോക്കിയാൽ മതി, നിങ്ങളുടെ കുടുംബത്തെ നോക്കിയാൽ മതി. ഞാൻ എൻ്റെ ജീവിതവും എൻ്റെ ശുശ്രൂഷയും അങ്ങനെ അവരവരെ ഏൽപ്പിച്ച വേല ചെയ്യുമ്പോഴെല്ലാം നന്നാകും. അതെന്താ അവരങ്ങനെ ഇവരങ്ങനെ ഇതൊക്കെ നമ്മുടെ ബുദ്ധിയാണ്. ഈ സമയം കൊണ്ട് നല്ല ദൈവത്തെ സ്തുതിച്ച് പോകരുതോ? ഒരാൾ സുവിശേഷം പറയും. അങ്ങനെ നല്ല പോയിന്റുകളിൽ നല്ല കാര്യത്തിന് വേണ്ടി ജീവിക്കുമ്പോൾ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഇത് കടച്ചാണികൾ ഈ കുപ്പ തോണ്ടുന്ന പരിപാടികളാണ് പലർക്കതാണ്. നല്ല കാര്യങ്ങൾ, നല്ല മുത്തുകൾ വാരിയിട്ട് കൊടുത്താൽ അതല്ല, പിന്നെ കാണുന്ന അഴുക്കും ചപ്പും അങ്ങനെയും വേണം. മുനിസിപ്പാലിറ്റി പട്ടണം വൃത്തിയാകണമെങ്കിൽ അതും വേണ്ടായെന്ന് ചോദിക്കില്ലയോ? എല്ലാവരും ഓഫീസ് വർക്ക് മാത്രം പോലെ രാവിലെ പഞ്ചായത്ത് വണ്ടിയെ വന്ന് ഈ കുപ്പയെല്ലാം പെറുക്കണ്ടേ? അതുകൊണ്ട് പെറുക്കിക്കോട്ടെ. കുപ്പ പെറുക്കുന്നവർ കുപ്പ പെറുക്കിക്കൊണ്ട് ജീവിച്ചോട്ടെ. നിങ്ങൾ ആ കുപ്പ പെറുക്കുന്നതിൻ്റെ പുറകെ പോകണ്ട, നിങ്ങളെ ഏൽപ്പിച്ച വേലകൾ ചെയ്താൽ മതി. ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ട് ഈ ദശാംശത്തിൻ്റെ ഉപദേശത്തെ നമ്മൾ കാണുന്നത് അബ്രഹാമിൻ്റെ സന്തതികൾ അബ്രഹാം കൊടുത്തപോലെ ദശാംശം കൊടുക്കുന്നു. അതാരാ? യഥാർത്ഥ വിശ്വാസികൾ. അതുകൊണ്ട് പെന്തിക്കോസ് മിഷനിൽ വരുന്നവരെല്ലാം ദശാംശം കൊടുക്കണ്ട. ഇവിടെ ഇരിക്കുന്നവരെല്ലാം ദശാംശം കൊടുക്കണമെന്ന് വേദോസം പറയുന്നില്ല. കൊടുത്തില്ലേലും കുഴപ്പമില്ല. വേലക്കാരൊന്നും ചോദിക്കാനും പാടില്ല. വേലക്കാർ ജീവിക്കേണ്ടത് ദശാംശം കൊണ്ടല്ല. റോമാലേഖനം 1-ാം അധ്യായത്തിൻ്റെ 17 നമ്മൾ വായിക്കുമ്പോൾ എൻ്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വായിച്ച് റോമർ 1:17, ഗലാത്യർ 3:11, ഗലാത്യർ 3:11 റോമർ 1:17 ഒന്ന് വായിച്ച്. എൻ്റെ നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അപ്പോൾ യഥാർത്ഥമായൊരു സുവിശേഷ വേലക്കാരൻ, പുതിയ നിയമത്തിലെ സുവിശേഷ വേലക്കാരൻ ഒരിക്കലും ദശാംശം വാങ്ങിച്ചല്ല ജീവിക്കേണ്ടത്. അവൻ ദശാംശം വാങ്ങി ജീവിക്കാൻ യാതൊരു അവകാശവുമില്ല. അത് പഴയ നിയമത്തിലാണ് കൊടുത്തിരിക്കുന്നത്. ആലയത്തിൽ ആഹാരം ഉണ്ടാക്കാനും ഈ പുള്ളികൾക്കൊക്കെ ചെലവ് കഴിയാനും വേണ്ടി ദശാംശം ഉപയോഗിച്ചു. പക്ഷേ ദശാംശത്തിൻ്റെ ഉപയോഗം ദൈവവും വിശ്വാസികളുമായിട്ടുള്ള ബന്ധത്തിലാണ്. അത് വാങ്ങിക്കാനുള്ള അനുവാദം വേലക്കാർക്കുണ്ട്. വാങ്ങിച്ചിട്ട് യോഗ്യമായി ചെലവഴിച്ചോടെ, അല്ലെങ്കിൽ അത് ശിക്ഷയാണ്. ഒരു വിശ്വാസി തരുന്ന ദശാംശം എന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമല്ല. അത് 1 രൂപ ആയിക്കോട്ടെ, 10 രൂപ ആയിക്കോട്ടെ, 1000 രൂപ ആയിക്കോട്ടെ, 1 ലക്ഷം ആയിക്കോട്ടെ. ഞാൻ കെല്ലീസിലേക്ക് സമയത്ത് ഒരു പൊടിക്കുഞ്ഞ് പറയുന്നൊരു വിശ്വാസമുണ്ട്. പുള്ളിയോട് പറഞ്ഞാൽ വെച്ചാൽ ഞാൻ എറണാകുളത്ത് 1000 രൂപയ്ക്ക് ശമ്പളത്തിൽ അവർ ചെമ്മീൻ ഫാക്ടറി ജോലി ചെയ്ത് അന്ന് 100 രൂപ ദശാംശം. എന്നോട് ആരും പറഞ്ഞിട്ടില്ല. പുള്ളി പുതിയ വിശ്വാസിയാണ്. 100 രൂപ ദശാംശം കൊടുത്തു. എൻ്റെ മനസ്സിൽ തോന്നി. പിന്നെ അത് ഇച്ചിരി കൂട്ടി. പിന്നെ വന്ന് പുള്ളിയിൽ ചെമ്മീൻ കമ്പനിയെ ഇട്ടു മദ്രാസിൽ. അപ്പോൾ ഞാൻ കെല്ലീസിൽ വേലക്കാരനാണ്. പുള്ളി ആ സമയത്ത് 10,000 അങ്ങോട്ട് കൊടുക്കുന്നത്. പിന്നെ അത് കഴിയുമ്പോൾ ലക്ഷങ്ങൾ അങ്ങോട്ട് കൊടുക്കുന്നത്. അത് താനും ദൈവമായിട്ടുള്ള ബന്ധമാണ്. പക്ഷെ വേലക്കാരൻ ജീവിക്കേണ്ടത് വിശ്വാസിയുടെ ദശാംശത്തിലല്ല. എൻ്റെ നീതിമാൻ വായിച്ച വാക്യം.
അതിൽ ദൈവത്തിന്റെ നീതി വിശ്വാസഹേതുവായും വിശ്വാസത്തിനായിക്കൊണ്ടും വെളിപ്പെടുന്നു. നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. അത് ഈ കാര്യത്തിലും ആത്മീയ കാര്യത്തിലും ഉപദേശത്തിലും എല്ലാം വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഗലാത്യർ 3:11 വായിച്ചേ. എന്നാൽ ന്യായപ്രമാണത്താൽ ആരും ദൈവസന്നിധിയിൽ നീതീകരിക്കപ്പെടുന്നില്ല എന്നത് സ്പഷ്ടം. നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും. വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. നോക്കണം, നീതിമാൻ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. ഇതാണ് പുതിയത്. ഇനി വേറെ വിധത്തിൽ, ഇപ്പം ഞാനൊരു സുവിശേഷ വേലക്കാരനാണ്. ഇതിനകത്ത് പ്രതിഷ്ഠിക്കപ്പെട്ട് ഇത്രയും വർഷങ്ങളായിട്ട് വേല ചെയ്യുന്നു. വലിയ സഭകളിലും ചെറിയ സഭകളിലൊക്കെ ഇരുന്നിട്ടുണ്ട്. ആദ്യം എൻ്റെ പോസ്റ്റിംഗ് ഏറ്റവും വലിയ സഭയാണ്, വലിയ 1200 വിശ്വാസികൾ അന്നത്തെ കാലത്ത്. ഇന്നിപ്പം 7000 വിശ്വാസികളുള്ള അവിടെ ഉണ്ടെന്നാണ്. അത് കഴിഞ്ഞ് എനിക്ക് ട്രാൻസ്ഫർ ആയിരുന്ന ആകെപ്പെട്ടെടുത്താൽ 2 വിശ്വാസികൾ. വീടില്ല, മുറിയില്ല, 2 വിശ്വാസികൾ. അപ്പോൾ ഈ 1200 വിശ്വാസികളുടെ സ്ഥലത്തുനിന്ന് രണ്ടാമത്തെ ട്രാൻസ്ഫർ അവിടെ കിട്ടിയതുകൊണ്ടാണ് ഇന്നെനിക്ക് ഈ രീതിയിൽ മുന്നോട്ട് പോകാൻ സാധിച്ചത്. അപ്പോൾ എങ്ങനെ ജീവിക്കണം? വിശ്വാസത്താൽ ജീവിക്കും. ഇനി മാത്രമല്ല, ഇപ്പോൾ ഒരു വേലക്കാരൻ എന്താ ആവശ്യം? എന്നെപ്പോലെ ഒരു വേലക്കാരൻ ആകെയുള്ള ആവശ്യം 2-3 സെറ്റ് തുണി വേണം കൊടുക്കാൻ. പിന്നെ 2 നേരം ശരിക്കും ഭക്ഷണം കഴിക്കാൻ കിട്ടിയാൽ മതി. ഞാൻ 1 നേരം ഭക്ഷണം കഴിച്ചുകൊണ്ട് വല്ലത്തിരുന്നിട്ടുണ്ട്. 2 നേരം കഴിച്ചിട്ടുണ്ട്, 3 നേരം കഴിച്ചിട്ടുണ്ട്, 4 നേരം കഴിച്ചിട്ടുണ്ട്. എത്രയോ നാൾ ചിലപ്പോൾ ഉച്ചഭക്ഷണം വേണ്ടാന്ന് വെച്ചു. ഇതൊന്നും ത്യാഗമൊന്നുമല്ല, നമ്മുടെ ശരീരത്തിൻ്റെ സുരക്ഷിത, അത്രയേ ഉള്ളൂ. ശരീരത്തിൻ്റെ സുരക്ഷിതയ്ക്കും ആത്മീയവർദ്ധനത്തിനും വേണ്ടി ചിലപ്പം വേണ്ടാന്നും വേണമെന്നും വയ്ക്കും, അത്രയേ ഉള്ളൂ. അപ്പോൾ യഥാർത്ഥമായി ഞങ്ങളെപ്പോലെ ഒരു സുവിശേഷ വേലക്കാരൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2 കാര്യങ്ങളുണ്ട്. 2 സെറ്റ് തുണി വേണം, 2 നേരം ഭക്ഷണം. കുടുംബസ്ഥരായി വേല ചെയ്യുന്ന അധ്യക്ഷന്മാർക്ക് അത് മതിയോ? അവർ കുടുംബം നോക്കണം, പിള്ളേരെ നോക്കണം. അപ്പം അവിടെ സഭയിൽ നിന്ന് കൊടുക്കുന്ന മറ്റു സഭക്കാർ ദശാംശം ആരെങ്കിലും കൊടുത്താൽ അത് സെക്രട്ടറിയുടെ ഇല്ലേ, എന്നിട്ട് അവർ ശമ്പളം പോലെ കൊടുക്കും. എന്നാൽ TPM വേലക്കാരൻ ദശാംശം വാങ്ങിക്കുന്നു. അതവർ മൽക്കീസേദെക്കിന്റെ ക്രമത്തിലുള്ളവരായതുകൊണ്ട് അവർക്കതിന് വാങ്ങിക്കാൻ അർഹതയുണ്ടെന്ന് അവർ പറയുന്നു. അപ്പോൾ അതുകൊണ്ട് ഇത് തർക്കസംഗതിക്ക് വിടാതെ ശരിക്കും പഠിച്ച് മുമ്പോട്ട് പോകും. അപ്പോൾ യഥാർത്ഥമായി TPM ഒരു പ്രതിഷ്ഠിക്കപ്പെട്ട വേലക്കാരൻ്റെ ആവശ്യം എന്ന് പറഞ്ഞാൽ 2 ഉള്ളൂ. 1-2 സെറ്റ് തുണി വേണം, പിന്നെ 2 നേരം ഭക്ഷണം വേണം. പിന്നെ കിട്ടുന്നതൊക്കെ അവൻ ആർക്ക് വേണ്ടി ചെലവഴിക്കുന്നത്? സഭക്കാർക്ക് വേണ്ടിയും സഭയ്ക്ക് വേണ്ടിയും മറ്റുള്ളവർക്ക് വേണ്ടി. അല്ല, നിങ്ങൾ പറ, അല്ലാതെ ആർക്ക് വേണ്ടിയാണ്? ഇപ്പോൾ എനിക്കൊരു 10,000 രൂപ കിട്ടി, ഞാനിങ്ങനെ 10,000 രൂപ വയ്ക്കും, പ്രാർത്ഥിക്കും. യഥാർത്ഥ വേലക്കാരങ്ങനെ പ്രാർത്ഥിച്ചും ദൈവം എന്ത് ചെയ്യണം? അപ്പോൾ അത് പൊതുവേലയ്ക്കുള്ള പ്രവർത്തനത്തിന് വേണ്ടി ചിലവഴിക്കാൻ അങ്ങനെ, അല്ലെ ആർക്കെങ്കിലും ദാനം ചെയ്യാണെങ്കിൽ അങ്ങനെ, ഇല്ലെങ്കിൽ ആരെങ്കിലും സഹായിക്കണമെങ്കിൽ അങ്ങനെ. വീട് വയ്ക്കണോ, പെണ്ണ് കെട്ടിക്കണോ, അല്ലെങ്കിൽ പെൺപിള്ളേരെ കെട്ടിക്കണോ, പഠിക്കണോ, ഇങ്ങനെ വിശ്വാസത്തിൻ്റെ ആവശ്യം ഞങ്ങൾ ചെയ്യാറുണ്ട്. ഇതല്ലാതെ ഒരു വേലക്കാരന് വേറെ ആവശ്യമൊന്നും ഞാൻ കാണുന്നില്ല. അനാവശ്യമായിട്ട് ഞങ്ങളിൽ പലരും ഈ പറഞ്ഞ പോലെ പലരും അങ്ങനെയാണ് വിശ്വാസത്താൽ കിട്ടുന്നത്. ഞാനൊരു ഇലക്ട്രിക് ടോർച്ചിന് വേണ്ടി 12 വർഷം സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു. കാശില്ലാഞ്ഞിട്ടല്ല, ദൈവം തരുമ്പോൾ ഒരു സുഖമാണ്. ഒരു ലാപ്ടോപ്പിന് വേണ്ടി സ്തോത്രം ചെയ്തുകൊണ്ടിരുന്നു, ദൈവം തന്നു. അങ്ങനെ ഓരോ ആവശ്യങ്ങളും നമ്മൾ സ്തോത്രം ചെയ്ത് കിട്ടുമ്പോൾ ഒരു വലിയ സന്തോഷം ഉണ്ടാകും. ഞാൻ മദ്രാസിൽ വർഷങ്ങൾക്ക് ശേഷം കേരളത്തിൽ വന്ന് കട്ടപ്പന ഇരിക്കുന്ന സമയത്ത് ചുമ്മാ ഒരു മനസ്സിൽ തോന്നി, ദൈവമേ, ഈ പണ്ടൊക്കെ ചെറുപ്പത്തിൽ ഈ കശുവണ്ടി ചുട്ട് തിന്നുമായിരുന്നല്ലോ. കശുവണ്ടി കൊണ്ട് ചുട്ട് എന്നാ രുചിയാ അല്ലേ? പെട്ടെന്നൊരു ദിവസം തോന്നി, എത്രയോ കാലങ്ങളായിട്ട് ആ ചുട്ട് ഒരു കശുവണ്ടി കിട്ടിയിട്ടില്ലല്ലോ എന്ന്. വർഷങ്ങളായിട്ട് മറ്റേ പാക്കറ്റ് കിട്ടും. ഞാനെൻ്റെ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. ഉപവാസ പ്രാർത്ഥനയ്ക്ക് വരുന്ന സമയത്ത് ഒരു പ്രായമുള്ളൊരമ്മ ഒരു ചെറിയ പൊതി കൊണ്ട് തന്നു. സാധാരണ ഒരു മിക്സറോ ബിസ്ക്കറ്റോ കൊണ്ട് തരുന്നതാണ്. ഞാനത് വാങ്ങിച്ച് കട്ടപ്പന വെച്ചു. പ്രാർത്ഥന കഴിഞ്ഞ് വന്നപ്പോൾ അവിടെ ഉറുമ്പ് കയറുന്നു. നോക്കിയപ്പോൾ നല്ല ചുട്ടെടുത്ത കശുവണ്ടിപ്പരിപ്പ്. അപ്പോൾ നമ്മുടെ മനസ്സിൽ തോന്നിയപ്പോൾ ദൈവം തരും, ചിലപ്പോൾ തരാതിരിക്കും. അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ വിശ്വാസ ജീവിതം എന്ന് പറയുന്നത് വലിയ സുഖമുള്ള ജീവിതമാണ്. അതിൻ്റെ ടേസ്റ്റ് അറിയാത്തത് കൊണ്ടാണ് മനുഷ്യരോട് തങ്ങളുടെ ആവശ്യങ്ങൾ പറയുന്നത്. ഞങ്ങളാരും മനുഷ്യരുടെ ആവശ്യം പറയത്തില്ല. ആവശ്യങ്ങൾ വരുമ്പോൾ ദൈവത്തോട് പറയും. പിന്നെ സഭയുടെ പൊതുവായ കാര്യങ്ങൾ വരുമ്പോൾ പൊതുവായിട്ട് അനൗൺസ് ചെയ്യും. അവിടെ നിർബന്ധമില്ല. തരുന്നവർക്കും സ്തോത്രം, തരാത്തവർക്കും സ്തോത്രം. ഇതാണ് യഥാർത്ഥ വഴി. അല്ലാതെ തരുന്നവന് പുറകെ പോവുക, തരാത്തവനെ നിന്ദിക്കുക, അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് അവിടെ അജ്ഞതയും ദൈവമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അന്യപ്പെടുന്നുകൊണ്ടാണ്. അപ്പോൾ ഇവിടെ വിശ്വാസികളായ ആളുകൾ അബ്രഹാമിനോട് ദശാംശം കൊടുക്കുന്നതാണ് ഇരിക്കുന്നത്. വായിച്ച് 3:14 മുതൽ വീണ്ടും വായിച്ച്. ഗലാത്യർ 3:14. അബ്രാഹാമിന്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ. ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ
പ്രാപിക്കേണ്ടതിന് തന്നെ. അടുത്തത്, സഹോദരന്മാരെ, ഞാൻ മനുഷ്യരുടെ ഇടയിൽ നടപ്പുള്ള ഒരു ദൃഷ്ടാന്തം പറയാം. ഒരു മനുഷ്യന്റെ നിയമം ആയാലും അതിന് ഉറപ്പ് വന്ന ശേഷം ആരും ദുർബലമാക്കുകയോ അതിനോട് വല്ലതും കൂട്ടിച്ചേർക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ അബ്രാഹാമിനും അവന്റെ സന്തതിക്കും വാഗ്ദത്തങ്ങൾ ലഭിച്ചു, സന്തതികൾക്കും എന്ന് അനേകരെ കുറിച്ചല്ല. അബ്രഹാമിനും അവന്റെ സന്തതികൾക്കും വാഗ്ദത്തം ലഭിച്ചു എന്ന് പറയുന്നത് ഇസ്ഹാക്കിന്റെയോ ഇസ്മായിലിന്റെയോ സന്തതികൾക്കല്ല എന്ന് പ്രത്യേകം പറയുകയാണ്. പിന്നെ ആർക്കാണ് വായിക്കാം? നിന്റെ സന്തതിക്കും എന്ന് ഏകനെ കുറിച്ചത്രേ പറയുന്നത്. അത് ക്രിസ്തു തന്നെ. അത് ക്രിസ്തു തന്നെ. നോക്കണം, അത് ക്രിസ്തു തന്നെ. അങ്ങനെ ദൈവം അബ്രഹാമിൽ വിശ്വസിച്ചു, അതവന് നീതിയായി കണക്കിട്ടു. അങ്ങനെ വിശ്വാസികളായ നാം നോക്കണം. അപ്പോൾ അബ്രഹാം മൽക്കീസേദെക്കിന് ദശാംശം കൊടുത്തെങ്കിൽ ഇവിടെ ഗലാത്യലേഖനത്തിൽ അപ്പോസ്തലൻ പറയുന്നത് വിശ്വാസികളായ നാം അബ്രഹാമിനോടുകൂടെ ദശാംശം കൊടുക്കുന്നു. അബ്രഹാം നീതിയായി കണക്കിട്ടു. അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം വായിച്ച് വിശ്വാസത്തിന്റെ പ്രസംഗത്താലോ ചെയ്യുന്നത് അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അത് അവന് നീതിയായി കണക്കിട്ടു എന്നുണ്ടല്ലോ. അതുകൊണ്ട് വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ എന്ന് അറിവീൻ. നോക്കണം, വിശ്വാസികൾ അത്രേ അബ്രഹാമിന്റെ മക്കൾ. വേറൊരു വാക്യത്തിൽ വായിക്കുമ്പോൾ വിശ്വാസിയായ അബ്രഹാമിനൂടെ താഴത്ത് വാക്യം അതിന്റെ 9. അങ്ങനെ വിശ്വാസിയായ അബ്രാഹാമിനോട് കൂടെ നോക്കണം, വിശ്വാസിയായ അബ്രഹാമിനോട് കൂടെ അനുഗ്രഹിക്കപ്പെട്ടു. അപ്പൊ വിശ്വാസികൾ അബ്രഹാമിനോട് അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ അബ്രഹാം ചെയ്ത പ്രവൃത്തി നമ്മൾ ചെയ്യണം. അനുഗ്രഹിക്കപ്പെടാനല്ല, വിജയനവരക്കാർക്ക് കാശ് കൊടുത്ത് പോഷിപ്പിക്കാൻ വേണ്ടിയല്ല. അതാണ് പുതിയ നിയമത്തിൽ ഉപദേശം. പാസ്റ്റർ പോളും പറഞ്ഞത് ദശാംശം ദൈവത്തിൻ്റെതാണ്. അങ്ങനല്ലേ? ലേവ്യ പുസ്തകം 27-ാം അധ്യായത്തിൽ 30-ാം വാക്യം വായിക്കുമ്പോൾ ദശാംശം യഹോവയ്ക്കുള്ളത്. ലേവ്യ 27:30. അത് അന്നും ന്യായപ്രമാണം കൊടുക്കുന്ന കാലത്തിൽ ദൈവം പറയുന്നത് ദശാംശം എനിക്കുള്ളതാണ്. വായിക്കാം. നിലത്തിലെ വിത്തിലും വൃക്ഷത്തിന്റെ ഫലത്തിലും ദേശത്തിലെ ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളത് ആകുന്നു. ദശാംശമൊക്കെയും യഹോവയ്ക്കുള്ളതാണ്. എബ്രായലേഖനം 7:8 വായിച്ച് സംഖ്യാപുസ്തകം 18:26 മുതൽ 28 വരുമ്പോൾ വായിക്കുമ്പോഴും ഈ 10-1 അഹറോൻ മൂലം ദൈവത്തിന് കൊടുക്കണമെന്ന് എഴുതിയിരിക്കുന്നത്. ഏതാ? സംഖ്യാപുസ്തകം 18:26 മുതൽ 28 വരെ പറയുമ്പോൾ ഈ നിലത്തിലെ വിളവെല്ലാം പുരോഹിതന്മാർക്ക് കൊടുത്തിട്ട് അത് അഹറോൻ മൂലം ദൈവത്തിന് കൊടുക്കണമെന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ഒരു ഉപദേശമാണ് ദശാംശം എന്ന് പറയുന്നത്. അത് മനുഷ്യൻ്റെ അല്ല. പിന്നെ പലർക്ക് കാശുമൊക്കെ വർദ്ധിച്ചു കഴിഞ്ഞപ്പോൾ പണ്ട് 100 രൂപ കിട്ടുമ്പോൾ 10 രൂപ കൊടുക്കാൻ ഒരു പ്രയാസമില്ലായിരുന്നു. അതാ 1000 രൂപ വരുമ്പോൾ 100 രൂപ കൊണ്ട് കൊടുക്കും. പിന്നെ അങ്ങോട്ട് കൂടി വരുമ്പോൾ ആത്മീയം പോയി കഴിയുമ്പോൾ എന്തെങ്കിലും ആവശ്യമില്ലാത്തത് ഇതെല്ലാം ആർഭാടമാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ന്യായം പറഞ്ഞ് നമ്മൾ നിന്നോട് ആരും വന്ന് കൊടുക്കാൻ, ഇത് വിശ്വാസികളാണ് കൊടുക്കണം. നിന്റെ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ ദശാംശം കൊടുക്കരുത്. അതാ വിശ്വാസത്തിൽ നിൽക്കുന്ന കാലയളവിലാണ് വിശ്വാസികളാണ് അബ്രഹാമിനോടുകൂടെ ഇത് ചെയ്യേണ്ടത്. അപ്പോൾ വിശ്വാസം പോയി കഴിഞ്ഞാൽ പിന്നെ ന്യായപ്രമാണം പറയും. ഇതെന്തിനാ ഇപ്പോൾ പഴയ പോലല്ല, ഇപ്പോൾ എല്ലാം ഭയങ്കരമാണ്, കെട്ടിടങ്ങൾ മാറി, വണ്ടികൾ മാറി. ഇത് പണ്ടത്തെ കാലത്ത് എവിടെ വണ്ടി ഇരിക്കുന്നത്? പണ്ടത്തെ കാലത്ത് എത്ര പേർക്ക് വീടിരിക്കുന്നത്? ഞങ്ങളുടെ നാട്ടിൽ ആകെ 3 വീടാണ് കല്ലും കെട്ടി അറയും വരെയൊക്കെയുള്ള വലിയ വീടുകൾ ആ ദേശത്തിൽ. അത് 3 വീടുകളെ ആ സമയത്ത് ആ ഭാഗത്തുണ്ടായിരുന്നുള്ളൂ പണ്ട് കാലത്ത്. അതായത് എൻ്റെ വല്യപ്പൻ്റെ ചെറുപ്പത്തിൽ വെച്ച വീടാണ്. അതിലൊന്ന് വല്യപ്പൻ വെച്ച ഒരു അറയും വീടും പഴയ കാലത്ത് വീടാണ്. അന്ന് ആ പ്രദേശത്തിൽ ആകെ 3 വീടേ ഉള്ളൂ. അതുകൊണ്ട് അന്നത്തെ കാലത്ത് എല്ലാവരും കുടിലിൽ താമസിച്ചുകൊണ്ട് ഇനി എല്ലാവരും കുടിലിൽ താമസിക്കുന്നതാണ്. അങ്ങനെയാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്? പണ്ടത്തെ കാലത്ത് ഇവിടെ വണ്ടി ഇരുന്നേ. കാലങ്ങൾ മാറുന്നപോലെ വണ്ടി മാറിക്കൊണ്ടിരിക്കും, വീട് മാറും. ഇതൊക്കെയാണ് നമ്മുടെ ജീവിതത്തിൽ. ഇതെല്ലാം ഇവിടെ വിട്ടിട്ട് പോകേണ്ടതല്ലേ? അത് പറഞ്ഞ് ഇത് പറഞ്ഞ് പിന്നെ കുറേ വേലക്കാർ പിന്മാറത്തിൽ പോകാനുള്ളവരുണ്ടല്ലോ. അവർ ചിലപ്പോൾ ചില അതിപ്രസംഗങ്ങൾ എല്ലാം കാണി. അവരെയാണ് നമ്മൾ മാതൃകയാക്കേണ്ടത്. പിന്നെ വിശ്വാസത്തിൻ്റെ നല്ല മാതൃക. പോലെ ഞാൻ ക്രിസ്തുവിൻ്റെ അനുയായി ആയിരിക്കുന്ന പോലെ നിങ്ങൾ എന്നെ അനുകരിപ്പിൻ. അപ്പോൾ അനുകരിക്കുന്നവരെ നമ്മൾ പിൻപറ്റാം. പിന്മാറി പോകുന്നതിൻ്റെ വീരം പറഞ്ഞു നടന്നതിന് ശാപം കിട്ടേണ്ട ആവശ്യമുണ്ടോ? അത് കാമിൻ്റെ സന്തതികളല്ലേ? ഈ മറ്റുള്ളവരെ കുറ്റവും ദോഷവും പറഞ്ഞു നടക്കുന്ന കാമിൻ്റെ സന്തതികളാണ്. തെറ്റുകുറ്റങ്ങൾ പറയാം, തിരുത്താം, സ്വയം തിരുത്താം, മറ്റുള്ളവരും തിരുത്താം. കാമെന്ന് പറഞ്ഞാലാ നോഹയുടെ സന്തതികൾ 3 ഹേം, ഷാം, യാഫെത്ത്.
അതിൽ കാമിൻ്റെ സന്തതികളാണ്. അപ്പൻ നഗ്നനായി കിടന്നപ്പോൾ എല്ലാവരും വിളിച്ചു, അതേ ഇവൻ നഗ്നനായി കിടക്കുന്നു. ശേമും യാഫേത്തും വന്ന് ആ നഗ്നത മറച്ചു. അപ്പം നീ ഏതാണ്ട് പുണ്യവാളമല്ലോ ആണ്, മറ്റുള്ളവരുടെ തിന്മകളെല്ലാം വിളിച്ചു പറയാത്തൊക്കെ കൊണ്ട് പുണ്യവാളമാണ്. ഞാൻ തന്നെയായാലും ഈ വചനം പറയുമ്പോൾ ചില കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് ഹേമിക്കുമ്പോൾ നമ്മുടെ സഭയിലും ചില കാര്യങ്ങളൊക്കെ പറയുമ്പോൾ തന്നെ ഞാൻ വളരെ ഭയപ്പെട്ടുകൊണ്ടാണ്. എങ്കിലും പരിശുദ്ധാത്മാവ് അത് പറയാൻ നിർബന്ധിക്കുന്നുണ്ട് മാത്രമല്ല, അല്ലെങ്കിൽ ഞാൻ അതും പറയത്തില്ല. ഇരിക്കുന്ന കാര്യത്തിന് എൻ്റെ സ്വസ്ഥകളേണ്ട ആവശ്യമുണ്ട്. അപ്പം ഇങ്ങനെ യൂട്യൂബിൽ എവിടെയെല്ലാം കയറിയെന്ന് വേണ്ടാത്തവരെല്ലാം പറഞ്ഞ് വേറെ സ്വയം നശിക്കാതെ, സ്വന്തം കുടുംബത്തിന് തിന്മ ഉണ്ടാക്കാതെ നല്ല കാര്യങ്ങൾ പറ. കൂട്ടത്തിൽ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കാം, പക്ഷെ അത് സത്യമായിരിക്കണം. ഇത് അവിടെ വായിച്ചത് ഇവിടെ പറഞ്ഞതും ഇതിന് പിന്മാറിപ്പോകുന്നതിനൊക്കെ പറഞ്ഞത് കേട്ടുകൊണ്ട് നീ പോയാൽ ആ ശാപം നിനക്ക് കിട്ടത്തില്ലേ? അതുകൊണ്ട് ആരോട് പറയുമ്പോഴും അന്വേഷിക്കുക. തന്നെയല്ല വേദപുസ്തകം എന്താ പറയുന്നത്? നിന്റെ സഹോദരൻ പിഴച്ചാൽ എന്ത് ചെയ്യണം? നീ അവനോട് തനിച്ചു പോയി ആദ്യം പറ. അവൻ കേട്ടില്ലെങ്കിൽ മറ്റുള്ളവരോട് പറയാനാണ് പറഞ്ഞത്, അല്ലേ? അങ്ങനല്ലേ? അപ്പോൾ യേശുക്രിസ്തു എല്ലാ പെന്തക്കോസ്തുകാരും ക്രിസ്ത്യാനിയോടും പറയുന്നത്, നിന്റെ സഹോദരങ്ങളായ മറ്റു പെന്തക്കോസ്തുകാരോ ക്രിസ്ത്യാനികളോ പിഴച്ചു പോയാൽ നീ ആദ്യം അവരോട് നേരിട്ട് പറ. അവരനുസരിക്കുന്നില്ലെങ്കിൽ പിന്നെ 2-3 പേരോട് ചേർത്ത് പറ, ഇല്ലെങ്കിൽ സഭയോട് പറ. എന്നിട്ട് പുറജാതിയെ പോലെ ഇരുന്നോട്ടെ. അപ്പോൾ വചനപ്രകാരമാണ് മുമ്പോട്ട് പോകുന്നെങ്കിൽ നമുക്കൊന്നൊരു ധൈര്യം വരും. അപ്പോൾ ഇവിടെ അബ്രഹാമിൻ്റെ സന്തതികൾ അബ്രഹാമിനോട് ദശാംശം കൊടുക്കണമെന്നുള്ളൊരു ഉപദേശമാണ്. മൽക്കീസേദെക്ക് ഇത് അബ്രഹാം ദശാംശം വാങ്ങിച്ചെങ്കിൽ അബ്രഹാമിൻ്റെ സന്തതികൾ ന്യായപ്രമാണത്തിലുള്ളവരല്ല, ഇസാക്കല്ല, ഇസ്മേലല്ല, അത് ക്രിസ്തുവാണ്. അങ്ങനെ അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തു യേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിക്കുന്നു. ഗലാത്യർ 3:4. ഇനി ഈ അബ്രഹാം കൊടുത്ത അപ്പവും വീഞ്ഞും എന്താ? അങ്ങനെയാണെങ്കിൽ ഇന്ന് നമ്മൾ ദശാംശം കൊടുക്കുമ്പോൾ നടത്തിപ്പുകാർ മൽക്കീസേദെക്ക് ക്രമത്തിലുള്ള വേലക്കാർ അപ്പവും വീഞ്ഞും തരണ്ടേ? അത് ആക്ഷരികമായിട്ടുള്ള അപ്പവും വീഞ്ഞും അന്ന് കൊടുത്തെങ്കിൽ പുതിയ നിയമസഭത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പറഞ്ഞില്ല, എൻ്റെ രാജ്യം ഐഹികം അല്ല, ആത്മീയമായ ഭോജനമാണ് ഈ അപ്പവും വീഞ്ഞും. അതിൻ്റെ അർത്ഥം 104 സങ്കീർത്തനത്തിൻ്റെ 15 വാക്യത്തിൽ എന്താ പറയുന്നത്? ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പം, ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞ്. അതാണ് പുതിയ നിയമത്തിൽ, അതാണ് ഞങ്ങൾ തരുന്ന ഈ സൗണ്ട് ഡോക്ട്രിൻസ്. ആരോഗ്യകരമായ ഉപദേശങ്ങൾ നിങ്ങൾക്ക് തന്ന് നിങ്ങളെ ശക്തരാക്കുകയാണ്. വായിക്കാം 104:15. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും മനുഷ്യന്റെ ഹൃദയത്തെ ബലപ്പെടുത്തുന്ന അപ്പവും ഉത്ഭവിപ്പിക്കുന്നു. നമ്മൾ ഇവിടെ ചില ആരോഗ്യമായ ഒരു ഉപദേശം പറഞ്ഞപ്പോൾ 2 വർഷം മുമ്പ് ഒരു സീനിയർ സഹോദരി ഇവിടുന്ന് കരഞ്ഞു. ഈ ഉപദേശം കേട്ട് അവരങ്ങ് വെപ്രാളപ്പെട്ടു പോയി. എന്തൊക്കെയോ നഷ്ടപ്പെടുന്ന പോലെ തോന്നി. അവരിവിടുന്ന് കരഞ്ഞു. അതിനുശേഷം അവർ ആകെ വിഷമവും പ്രയാസമൊക്കെ ഉണ്ടായി. കാരണം ആ വചനത്തിൻ്റെ ശരിയായ രീതിയിൽ വളർന്നില്ല, അതാ പറ്റിപ്പോയത്. അവരുടെ കഴിവും പ്രാപ്തിയും ശുശ്രൂഷയും അടുക്കളപ്പണിയും പിന്നെ ആൾക്കാരെ സോപ്പിടുന്നതും ആൾക്കാർ കൊടുക്കുന്നതും വായിക്കുന്നതും ഒക്കെ മിടുക്കിയായിരുന്നു. അങ്ങനെ മിടുക്കി കൂടി ദൈവത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശക്തി കുറഞ്ഞു പോയി. വചനം കേട്ടപ്പോൾ ചങ്കിന് വേദന തുടങ്ങി. കാരണം സ്വയം ന്യായപ്രമാണമല്ല, ഇതേ വിഷയമുള്ളൂ. നിന്റെ പ്രവൃത്തിയല്ല. വിശ്വാസമാണ് നീതീകരണത്തിന് ഉപദേശം കൊടുത്തപ്പോൾ പ്രവൃത്തി കൊണ്ട് മനുഷ്യനെ പ്രസാദിപ്പിക്കാൻ പോയി ഒരു സീനിയർ സിസ്റ്റർ ആകെ തകരാറിലായി അവസാനം എടുത്ത് മാറിപ്പോയി. ഈ 1 വർഷം കഴിഞ്ഞാൽ ഞാൻ ചോദിച്ചു, ഇപ്പം എങ്ങനെ ഇരിക്കുന്നു? അപ്പം എനിക്ക് വലിയ ധൈര്യമാണെന്ന് പറഞ്ഞത്. അന്ന് കിട്ടിയ ഉപദേശവും അന്ന് കിട്ടിയ ഉപദേശങ്ങളുമൊക്കെ ഇപ്പോൾ വലിയ ധൈര്യമാണ് ഏത് പ്രശ്നങ്ങളും നേരിടാൻ. അതിനാണ് ഈ സൗണ്ട് ഡോക്ട്രിൻസ് കൊടുക്കുന്നത്. ഇതുപോലെ സാത്താൻ നിന്നോട് വരുമ്പോഴും നിനക്ക് ചങ്കൂറ്റത്തോടെ നിൽക്കണമെങ്കിൽ നിൻ്റെ അകത്ത് കട്ടിയുണ്ടായിരിക്കണം. ചങ്കിന് ഉറപ്പ് വേണം, ചങ്കുറപ്പ് വേണം. ഉറപ്പാ ദിനേശ എന്ന് പറയുന്നതല്ല, ബോർഡിൽ എഴുതി വെച്ച് ഉറപ്പാകത്തില്ല. അത് ഇത് ഫ്ലെക്സ് ബോർഡിലല്ല ഉറപ്പ് വരേണ്ടത്, അല്ല നിൽക്കുന്നവൻ്റെ താഴെയല്ല എഴുതി വെക്കേണ്ടത്. നിൻ്റെ ഹൃദയത്തിലാണ് ഉറപ്പ് വേണ്ടത്. ആ ഉറപ്പുള്ള ഉപദേശം നിങ്ങൾക്ക് തന്നെ അറിയാമല്ലോ. ഈ അടുത്ത കാലത്തിൽ കിട്ടിയ ഉപദേശങ്ങൾ കൊണ്ടൊക്കെ കുറച്ച് പിടിച്ചു വയ്ക്കാറായില്ലേ? നിൽക്കേണ്ടവർ നിൽക്കാം. പിന്നെ ഇത് കേൾക്കാൻ ചെവിയില്ലാത്ത വന്ന് മുഖം കാണിച്ചിട്ട് പോകുന്നതിനൊന്നും രക്ഷയില്ല. പണ്ട് ട്രെയിനിങ് കഴിഞ്ഞ് ഇരുന്ന പല സെൻട്രൽ പാസ്റ്റർമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അന്നത്തെ കാലത്ത് സെൻട്രൽ പാസ്റ്റർ KC വർഗീസ് 34 വർഷം ട്രെയിനിങ് മാസ്റ്റർ. തൻ്റെ കൂടെ ട്രെയിനിങ് എടുത്ത് ഒരു മനുഷ്യൻ പിന്മാറിപ്പോകത്തില്ലെന്നാണ്. തൻ്റെ കൂടെ ട്രെയിനിങ് എടുത്തവൻ ഭൂലോകത്തിൻ്റെ എവിടെ പോയാലും അവൻ ജീവിക്കും. അതാണ് ആ ട്രെയിനിങ്ങിൻ്റെ ഇത്തിരി കഷ്ടമാണ്. KC അപ്പം ചില മീറ്റിങ്ങിനൊക്കെ പോയി നടക്കുമ്പോൾ ആൾക്കാർ ബൈബിൾ ക്ലാസ്സിന് ശബ്ദം കേൾക്കുമ്പോൾ ഓടിപ്പോകും. കാരണം ഹൃദയത്തിലേക്ക് അപ്പോഴേ പ്രവചനമായിട്ട് പറയും. അങ്ങനെ മീറ്റിംഗ് വരാതെ ഓടിപ്പോയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ശക്തരായ ആളുകളുടെ കീഴിൽ
നമ്മൾ അഭ്യസിക്കുമ്പോഴാണ് നമ്മൾ മനക്കരുത്തുള്ളവരായിത്തീരുന്നത്. അതുകൊണ്ടാണ് ഈ മൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ പ്രതിഷ്ഠിക്കപ്പെട്ടവർ വീര്യം കൂടും, ഇല്ലേ? അങ്ങനല്ലേ? അഴിച്ചുവിട്ടിരിക്കുന്ന നായികളെക്കാളും കൂട്ടിലിരിക്കുന്ന നായിന് കുറച്ചുകൂടെ ഉത്തരവാദിത്വ ശൗര്യവും കൂടും. അവർ കുറേ കൂടെ റെസ്പോൺസിബിലിറ്റിയാണ്. അതേ വിഷയം അത്രയും മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അവരുടെ ഉപദേശത്തിന് അവർക്ക് വേറെ ആരെയും പ്രസാദിപ്പിക്കണം, ഭാര്യയെ പ്രസാദിപ്പിക്കേണ്ട. ഇത് ഭാര്യയെ കുഞ്ഞുങ്ങൾ നാളെ കുഞ്ഞുങ്ങളുടെ അഡ്മിഷൻ കാര്യങ്ങളൊക്കെ കൊണ്ട് പലതുണ്ട്. ഇന്നലെ ഒരുത്തൻ പറഞ്ഞ പോലെ ഈ ക്രൈം നന്ദകുമാറിൻ്റെ ഒരു ഇൻ്റർവ്യൂവിലെ ഒരു പഴയ എറണാകുളത്തെ നേതാവ് പറഞ്ഞ പോലെ പലരെയും പ്രസാദിപ്പിക്കണം. സർക്കാർ IAS ഉദ്യോഗസ്ഥന്മാർ വന്ന് ജോലി എടുക്കുമ്പോൾ വളരെ ദൃഢപ്രതിജ്ഞയോടാണ്, രാജ്യത്തിന് വേണ്ടി സേവിക്കും, നീതിയോടെ ചെയ്യും. പക്ഷേ രാഷ്ട്രീയ നേതാക്കന്മാരും മന്ത്രിമാരെ അനുസരിച്ചില്ലെങ്കിൽ എടുത്ത് കോഴി പോലെ എറിയും. ഇവിടെ പിള്ളേരുടെ പഠിത്തം നോക്കി 2 മാസമേ ആയുള്ളൂ, അല്ലെ 3 മാസമേ ആയുള്ളൂ, അല്ലെങ്കിൽ ബാങ്ക് ലോൺ എടുത്ത് അടയ്ക്കാൻ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ സത്യവും നീതിയാണെന്ന് പറഞ്ഞ് നമ്മുടെ ജേക്കബ് സാറിനെ പോലെ, ജേക്കബ് ഒരു IAS സാറെ തരം താഴ്ത്തി വിട്ടില്ലയോ? നീതി ന്യായവും സത്യത്തിന് വേണ്ടി നേരെയുന്നതുകൊണ്ട് പുള്ളി പദവിയെല്ലാം എടുത്ത് ലാസ്റ്റ് തരം താഴ്ത്തി വിട്ടു. ജേക്കബ് തോമസ് IAS-കാരൻ നീതിയും സത്യത്തിനും വേണ്ടി നിലനിന്നപ്പോൾ 2 പാർട്ടിക്കാർക്കും വേണ്ട. കാരണം അതിനുള്ള സമയം ഇവിടെ ഇല്ല. ഇവിടെ പ്രസാദിപ്പിച്ച് ബെഹ്റെ പോലുള്ളവർ പ്രസാദിപ്പിച്ച് നിൽക്കണം. അപ്പം നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കും. പുതിയ വീടൊക്കെ ഉണ്ടാക്കാം, സ്ഥലം ഉണ്ടാക്കാം. അപ്പോൾ അങ്ങനെ ഇല്ലെങ്കിൽ എടുത്ത് ദൂരെ കളയും എന്ന് പറഞ്ഞ പോലെ കുടുംബവും പിള്ളേരും കാര്യങ്ങളൊക്കെ ആയിട്ട് പോകുന്ന കുടുംബസ്ഥർക്ക് ഇതെല്ലാം പറ്റുമോ? അവരെ എടുത്ത് കുഴി പോലെ എറിഞ്ഞാൽ 1-2 പ്രാവശ്യം കഴിയുമ്പോൾ ഭാര്യ മുടങ്ങത്തില്ലേ, പിള്ളേർ മുടങ്ങത്തില്ലേ? അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞ് എൻ്റെ വേലയ്ക്ക് വരുന്നവരെല്ലാം ഇങ്ങനെ പോരും, മരിക്കുന്നോടും വരെ അന്തസ്സായിട്ട് വേല ചെയ്യാം. ആരുടെയും മുഖം നോക്കണം. സഭയിൽ ചെല്ലുമ്പോൾ അവിടുത്തെ പ്രമാണികളെ കാണും. അവർ ചിലപ്പോൾ ചില ശക്തിയെ കാണിക്കും. അതൊന്നും കേൾക്കത്തില്ല. ഞങ്ങൾക്ക് ഞങ്ങളൊരു വെട്ടിയായിട്ട് വന്നു, സുവിശേഷം പറയുന്നു, കേൾക്കാൻ ചെവികളും കേൾക്കണം, ഇല്ലെങ്കിൽ അടുത്തടുത്ത് പോകും. ആ തീരുമാനത്തോടെ വരുന്ന പ്രതിഷ്ഠിക്കപ്പെട്ട വേലക്കാർക്ക് എന്ത് ചെയ്യാനൊക്കെ ആരും? അല്ലെങ്കിൽ മനുഷ്യൻ അവിടുത്തെ പ്രമാണിമാരെ അച്ചായന്മാരെയൊക്കെ പ്രസാദിപ്പിച്ച് പതുക്കെ ജീവിക്കേണ്ടി വരും. അതാണ് കത്തോലിക്കാ സഭയ്ക്കും ഈ TPM-നുള്ള വ്യത്യാസം. അതാണ്. മറ്റ് സമുദായ സഭകളെന്ന് പറയുമ്പോൾ അവരുടെ കുടുംബമില്ലേ? അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമുണ്ടോ? മറ്റ് ബന്ധുക്കോസുകാർ കുടുംബമില്ലേ? 4 പ്രാവശ്യം പുള്ളി പ്രതിഷ്ഠയുടെ ഉപദേശം പറഞ്ഞാൽ ഭാര്യ സമ്മതിക്കുമോ? പിള്ളേർക്ക് ചെലവിന് കൊടുക്കണ്ടേ? ഇതാകുമ്പോൾ ആര് ചോദിക്കാനാ? പോണതിൻ്റെ പാട്ടെന്ന് പറയും. കർത്താവ് ചെയ്ത ശുശ്രൂഷ കഴിഞ്ഞ് ഞങ്ങൾ പോകും, നിനക്ക് സൗകര്യമുണ്ട് കേൾക്കണം, ഇല്ലെങ്കിൽ പൊടി തട്ടിയിട്ട് പോകും. ഞങ്ങളാരും പൊടി തട്ടത്തില്ല കേട്ടോ. കാരണം ഞങ്ങൾക്ക് ഞങ്ങളുടെ സഭയോടൊരു ഉത്തരവാദിത്വവും സ്നേഹവും ഉള്ളതുകൊണ്ട് ഞങ്ങളുടെ കുറ്റം വല്ലതും ഉണ്ടെങ്കിൽ ക്രമീകരിച്ചിട്ട് നടത്തിപ്പോർക്കറിയാം ആരെ എപ്പം മാറ്റണം. എൻ്റെ ഈ 42 വർഷത്തെ ട്രാൻസ്ഫറുകളും സ്വർഗം നിശ്ചയിച്ച പോലെ തന്നെയാണ് നടത്തിയിരിക്കുന്നത് ഈ കുമ്പളി വരെയും. അതുകൊണ്ട് എനിക്ക് നടത്തിപ്പോയുടെ പ്രയാസമില്ലല്ലോ. കാരണം ദൈവത്തിനറിയാം ആരെ എപ്പോൾ എവിടെ. നമ്മളതിന് വിട്ടുകൊടുത്താൽ മാത്രം മതി. നമ്മളങ്ങ് പോയാൽ മതി. എസ്കലേറ്റർ കയറി ഇരിക്കുന്ന പോലെയാണ്. കണ്ടിട്ടില്ലേ? പുതിയ റെയിൽവേ സ്റ്റേഷനിലൊക്കെ പുതിയ ചവിട്ടുപടിക്ക് പകരം എസ്കലേറ്റർ പണിതിട്ടുണ്ട്. പണ്ട് ഞങ്ങളും മാത്തുക്കുട്ടി പാസ്റ്ററും ജേക്കബ് പാസ്റ്ററിലാണ് കൂടി ഡൽഹിയിലെ എയർപോർട്ടിലാണോ ഇവിടെ റെയിൽവേ സ്റ്റേഷനിലാണ് ഇറങ്ങി വരുമ്പോൾ അവിടെ എസ്കലേറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഈ എസ്കലേറ്റർ കയറി പരിചയമില്ലല്ലോ. അപ്പം എസ്കലേറ്ററിൽ കയറിയപ്പോൾ അതിന് ചവിട്ടുപടിയുണ്ട്, അതിനുണ്ട് ചവിട്ടുപടി. അപ്പം ഞങ്ങളുടെ 2 സഹോദരന്മാർ ചവിട്ടുപടി ചാടാൻ കയറി, അത് സാധാരണ കയറുന്ന പോലെ കയറി മറിഞ്ഞു പോകണം. അപ്പം വേറൊരാൾ പറഞ്ഞത്, എൻ്റെ നിങ്ങളൊന്നും ചെയ്യേണ്ട, അത് കയറി അങ്ങ് നിന്ന് കൊടുത്താൽ മതി, അത് എത്തേണ്ടടുത്ത് എത്തും. ഇതുപോലെയാണ് ആത്മാവിൻ്റെ നടത്തിപ്പ് ഇതിനകത്തുണ്ട്. ആ നടത്തിപ്പ് നമ്മളെ വിധേയപ്പെടുത്തി കൊടുത്താൽ എത്തിക്കേണ്ടടുത്ത് ഇവിടെ സ്വന്തം ബുദ്ധിയും ഞാനും അവിടെ കിട്ടിയതും ഇവിടെ കിട്ടിയതും, പിന്നെ സേവ് പെന്തിക്കോസ് മിഷൻ, സേവ് കുട്ടനാടെന്ന് പറഞ്ഞ പോലെ രാഷ്ട്രീയക്കാരുടെ ആത്മാവ് കയറുന്ന ചില വിശ്വാസികൾക്കും വേലക്കാർക്കുമാണ് ഈ അബദ്ധം പറ്റുന്നത്. എടാ, നീ നിന്നെ തന്നെ സേവ് ചെയ്യ്, നിൻ്റെ കുടുംബത്തെ സേവ് ചെയ്യ്, ബാക്കിയുള്ള ദൈവം നോക്കിക്കോളും. കർത്താവ് തൻ്റെ ചെങ്കിലെ ചോരയിൽ ഉണ്ടാക്കിയ സഭയാണ്. അവർ വിട്ടുകൊടുക്കുമോ? ഇവിടെ പാഷന്മാർ കളിക്കാൻ ദൈവം വിടുമോ? ആൽവിനെ താഴ്ത്തിയ ദൈവത്തിന്, നെബൂഖദ്നേസർ രാജാവ് താഴ്ത്തിയതിന് ചെറിയാൻകുഞ്ഞോ, പിന്നെ ആരാ, പാഷ വർഗീസോ, പാഷ തോമാച്ചനോ, അല്ലെങ്കിൽ പാഷ എബ്രഹാമെല്ലാം വിഷയമുണ്ടോ? മര്യാദയ്ക്കല്ലെങ്കിൽ എടുത്ത് കൊടി പോലെ ദൂരെ കളയും ദൈവം തമ്പുരാൻ. ദൈവത്തിന് ആൾക്കാരൊന്നും വിഷയമൊന്നുമില്ല. മര്യാദയ്ക്കാണെങ്കിൽ അടങ്ങിയിരുന്നാൽ ദൈവം അനുഗ്രഹിക്കും, അല്ലെങ്കിൽ പോകാനും പാടും പറഞ്ഞു വിടും മാക്സിമം. അതുകൊണ്ട് അങ്ങനെ വ്യക്തികൾക്ക് പൂജയൊന്നും ഇവിടെ ഇല്ല കേട്ടോ. വ്യക്തികളെ പൂജിക്കേണ്ട സ്ഥലമല്ല ഇവിടെ. എല്ലാവരും കർത്താവിൽ ശ്രേഷ്ഠന്മാർ, ആരും അന്യരല്ല.
അപ്പോൾ അതുകൊണ്ട് നാം എന്ത് ചെയ്യണം? ശരിക്കും വചനം പഠിച്ചു പോവും. വചനമാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോൾ മൽക്കീസേദെക്കിന്റെ ക്രമത്തിൽ അബ്രഹാം ദശാംശം കൊടുത്തപ്പോൾ മൽക്കീസേദെക്ക് അപ്പവും വീഞ്ഞും കൊടുത്തെങ്കിൽ ഇന്ന് പ്രതീക്ഷിക്കപ്പെട്ട ശുശ്രൂഷകർ ദൈവത്തിൻ്റെ മുഖത്ത് നിൽക്കുന്ന അവൻ്റെ എരിവ് കർത്താവിനെ കണ്ടില്ലേ? അവൻ്റെ എരിവ്. ഇപ്പം മോദി എന്തുകൊണ്ടാണ് മോദിജി ഈ രാജ്യത്തോട് ഇത്രയും സ്നേഹം? കാരണം മോദിക്ക് ഭാര്യയും പിള്ളേരും ഒന്നും നോക്കേണ്ട ആവശ്യമില്ല, രാജ്യം മാത്രം. അതുകൊണ്ട് മോദി എനിക്കിഷ്ടമാണ്. കാരണം ചില കുറവുകളൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഇപ്പോൾ ഒരു രാജ്യത്തിനൊരു വിലയുണ്ടല്ലോ, ഇല്ലയോ? രാജ്യത്തിനൊരു വിലയുണ്ടല്ലോ. ഒന്നുകിൽ ലോകത്തിന് മുമ്പിൽ ഇന്ത്യ എന്ന് പറയുന്നൊരു വ്യക്തിത്വം ഉണ്ടല്ലോ. ഇവിടെ ആയാലും അലുക്കുത്ത് കക്ഷികളെ കിടന്ന് തകരാറിടയില്ലേ? കാര്യം ശരി, എല്ലാ മനുഷ്യർക്കും അവരുടേതായ വൈകല്യങ്ങളുണ്ട്. എന്നാലും ശക്തരായ രാഷ്ട്ര നേതാക്കന്മാരുള്ളിടത്ത് ഒരു അനുഗ്രഹം തന്നെയാണ്. BJP IPC എന്തെങ്കിലുമൊക്കെ ആട്ടോ, നമുക്ക് തന്നെ ആട്ടോ. പക്ഷെ വ്യക്തിത്വത്തിന് പ്രാധാന്യം. മോദിയുടെ ആ സൗണ്ടല്ലേ, മോദിയുടെ ശബ്ദത്തിലല്ലേ മോദി കയറി വന്നത്. അപ്പോൾ വ്യക്തിത്വം ഉണ്ടെന്ന് അതിൻ്റെ അർത്ഥം. തന്നെയല്ല, തൻ്റെ പ്രവൃത്തികളെല്ലാം കാണുന്നുണ്ടല്ലോ. ചുമ്മാ ഒരു രാഷ്ട്രീയ വിമർശനം നടത്തിയിട്ട് വല്ല കാര്യമുണ്ട്? അങ്ങനെ ഏത് രാജ്യത്തും അങ്ങനെയുള്ള ശക്തന്മാരായ നേതാക്കന്മാർ. ഇപ്പോൾ അമേരിക്കയിൽ ബൈഡൻ ഈ ട്രംപ് കിടന്ന് ബഹളമൊക്കെ ഉണ്ടാക്കിയാലും വളരെ ബുദ്ധിപരമായ ജ്ഞാനത്തോടെ നീങ്ങാൻ പ്രാപ്തിയുള്ളവനാണ് ഇപ്പോഴത്തെ ബൈഡൻ. അപ്പോൾ അങ്ങനെയുള്ള നേതാക്കന്മാർ വരണം. പുടിൻ നമ്മുടെ മുഖ്യമന്ത്രി മോശക്കാരനൊന്നുമല്ല, പക്ഷെ പ്രായമായിപ്പോയി, പുള്ളി രോഗിയായിപ്പോയി. പുള്ളി നല്ല ഉദ്ദേശത്തോടാണ് കയറി വന്നത്, ഇല്ലേ? എന്താ നവോത്ഥാനം? പക്ഷേ ഇവിടുത്തെ പുള്ളികൾ സമ്മതിക്കുമോ? അതല്ലേ, ഇവിടുത്തെ പുള്ളികൾ സമ്മതിക്കത്തില്ല. ഈ ജേക്കബ് തോമസ് ആരംഭത്തിൽ ഈ പിണറായി വിജയൻ സാറുമൊക്കെ ആയിട്ട് വളരെ ക്ലോസായിട്ട് കേരളത്തെ നവീകരിക്കാനുള്ള വലിയ പദ്ധതികളൊക്കെ ഇട്ട് വന്ന, പക്ഷേ ചുറ്റുപാടുള്ളവർ സമ്മതിക്കത്തില്ല. അതുകൊണ്ട് പിണറായി വിജയനും ഒക്കെ സൈലൻ്റായി, പ്രായമായി, രോഗിയായി. അറിയില്ല, എനിക്കിഷ്ടം അദ്ദേഹത്തെ. കാരണം വ്യക്തിത്വം ഉണ്ട് അദ്ദേഹം. ഒരു തീരുമാനം എടുത്താൽ ഉറപ്പുള്ളവരാണ്, ചങ്കുറപ്പുണ്ട്. അത് ആണത്വം എന്ന് പറയുന്നത്. പക്ഷേ അത് ശരിയായ രീതിയിൽ ഡയറക്റ്റ് ചെയ്യാൻ ആൾ വേണം. അത് ഈ കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ നടക്കണമെങ്കിൽ ഇനി ശരിക്കും ഒരു ന്യായവിധി നടന്നതിന് ശേഷം ഒരു ശേഷിപ്പ് ഇവിടെ ഉണ്ടാകും. അത് വരാൻ അതിങ്ങനെ ഒരു ദർശനം എനിക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ പിന്നെ പറയാം. കേരളത്തിലൊരു വലിയ ന്യായവിധി ഉണ്ടായി, കുറേ എണ്ണന്മാർക്കൊക്കെ പാഠം പഠിച്ചതിന് ശേഷം ഒരു മര്യാദയായി കഴിഞ്ഞ് വേറൊരു തലമുറയുണ്ടാകും. അവരിൽ കൂടെ നമ്മുടെ മിസ്റ്റർ പിണറായി വിജയൻ സാർ ഉദ്ദേശിച്ച നവോത്ഥാന കേരളം നടക്കും. ഇപ്പോൾ നടക്കത്തില്ല. ദാവീദ് ആഗ്രഹിച്ചു. ദാവീദിന് പറഞ്ഞു, നീ അനേകരുടെ രക്തം ചിന്തിയവനാണ്, നിനക്ക് പണിയാൻ കഴിയത്തില്ല. പക്ഷെ നിന്റെ മകൻ ശലോമോൻ, അവൻ വരുമ്പോൾ അത് പണിയും. അപ്പോൾ നമ്മുടെ വിഷയത്തിലേക്ക് വരാം. അപ്പോൾ അപ്പവും വീഞ്ഞും 104-15 വാക്യം വായിച്ച്. 104-15. അവൻ ഭൂമിയിൽ നിന്ന് ആഹാരവും മനുഷ്യന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന വീഞ്ഞും അവന്റെ മുഖത്തെ മിനുക്കുവാൻ എണ്ണയും. നോക്കണം, 3 കാര്യങ്ങൾ. ഒന്ന് ഹൃദയത്തോട് ബന്ധപ്പെട്ട് 2 കാര്യം, വീഞ്ഞും പിന്നെ അപ്പവും. വീഞ്ഞ് നമുക്കറിയാം, ന്യായാധിപന്മാർ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതിൻ്റെ 9 വായിക്കേണ്ട, 9-13 വാക്യത്തിൽ വായിക്കുമ്പോൾ, ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കുന്ന എൻ്റെ രസം വിട്ടിട്ട് ഞാൻ മനുഷ്യൻ്റെ മേൽ ആടാൻ പോകത്തില്ല. എന്താ അതിൻ്റെ കാണുന്നത്? അത് പരിശുദ്ധാത്മാ അഭിഷേകത്തെ കാണിക്കുന്ന ഒരു അനുഭവമാണ്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വരുന്നതോടുകൂടി നമുക്ക് ദൈവത്തെയും മനുഷ്യരെയും സന്തോഷിപ്പിക്കാൻ കഴിയും. അതാണ് പെന്തിക്കോസ് എന്ന് പറയുന്നത്. പരിശുദ്ധാത്മാഭിഷേകം പ്രാപിച്ച് മനുഷ്യൻ നോക്കി, അവരെല്ലാ മനുഷ്യരും തുല്യമായി സ്നേഹിക്കും, അവരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ തോന്നും, നന്മ ചെയ്യും. അങ്ങനെ വീഞ്ഞെന്ന് പറയുന്നത് ഒരു ലഹരിയുള്ളതാണ്. ആ ലഹരി എന്ന് പറയുന്നത് ഒരു പ്രവൃത്തിക്ക് വേണ്ടിയാണ്. അതാണ് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം. ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും. അപ്പം നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിൽ കിട്ടുന്ന സന്തോഷം, ഇതാണ് അപ്പവും വീഞ്ഞും. അത് പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്തിലും ദൈവത്തിൻ്റെ വചനം. നമുക്കറിയാം, ക്ഷീണിച്ചിരിക്കുന്നവരെ ബലപ്പെടുത്തുന്നതാണ്. യെശയ്യാപ്രവചനം 40-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ എന്താ പറയുന്നത്? യഹോവയെ കാത്തിരിക്കുന്ന ശക്തിയെ പുതുക്കവർ കഴിവന്മാരെ പോലെ ചിറകടിച്ച് ഉയരും. അപ്പോൾ അതിൽ പവറുണ്ട്, ആ ഉയർപ്പിക്കുന്ന ശക്തി. അതാണ് പരിശുദ്ധാത്മാവ് ലോകത്തിൽ വന്നപ്പോൾ പെന്തിക്കോസ് നാളിൽ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിൽ കാണുന്ന പരിശുദ്ധാത്മാവിൻ്റെ വീര്യം. ആ വീര്യത്തോടെ പേടിത്തൊണ്ടനായിരുന്ന പത്രോസ്, ഒളിച്ചുപോയി താമസിച്ചവൻ, ഭയന്നോടി വീണ്ടും വലയെടുത്ത് വീശാൻ പോയ പാർട്ടി പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കാൻ വന്നപ്പോൾ പ്രാപിച്ചപ്പോൾ അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായത്തിലും 4-ാം അധ്യായത്തിലും ഈ പ്രമാണിമാരുടെ നേരെ കൈകൊണ്ട്, നിങ്ങൾ ക്രൂശിച്ച യേശുവിനെ ഞങ്ങൾ പ്രസവിക്കുന്നു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ശാപഗ്രസ്തനാണ്. അവൻ ദേശത്തിൻ്റെ ഏറ്റവും വലിയ നൊട്ടേറിയൽ ക്രിമിനലാണെന്നാണ് ചിത്രീകരിക്കുന്നത്. അവരെയാണ് യേശു സ്ഥാപിച്ചത്. എന്താ ഈ വീര്യം? അതുകൊണ്ടാണ് അന്നുള്ളവർ ചോദിച്ചത്, നീ പുതുവീഞ്ഞ് കുടിച്ചിരിക്കുന്നല്ലോ. 2-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ, നിങ്ങൾ ആ പുതുവീഞ്ഞെന്ന് പറയുന്നത് ദൈവത്തിൻ്റെ ശക്തിയാണ്.
അവരാഴ്ചയിൽ പുതിയ വീഞ്ഞ് കുടിച്ചവരല്ലല്ലോ. ഇപ്പം മൽക്കീസേദെക്ക് കൊടുത്ത വീഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ കാണിക്കുക, അഭിഷേകത്തെ കാണിക്കുക. അപ്പം അതാണ് നമുക്ക് വേണ്ടത്. നമ്മൾ കൂടി വരുന്ന സഭയിൽ ആത്മാവിൻ്റെ പരിവർത്തനം ഉണ്ടാകണം. 2, അപ്പം. യേശു പറയുന്നില്ല, യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുമ്പോൾ ഞാൻ ജീവയപ്പമാവുന്നു, അല്ലേ? സ്വർഗത്തിൽ നിന്നിറങ്ങിയ ജീവമന്ന ജീവയപ്പം, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും. ആ അപ്പത്തിൽ എന്തൊക്കെയുണ്ട്? യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 3-4 വായിക്കുമ്പോൾ അതിൽ ജീവനുണ്ടായിരുന്നു, ജീവൻ മനുഷ്യരുടെ വെളിച്ചം. അപ്പോൾ ആ അപ്പത്തെ വേണം തിന്നാൻ. അതുകൊണ്ടാണ് കട്ടിയായ ആഹാരങ്ങൾ കഴിക്കാൻ ചിലർ പ്രാപ്തരല്ല. ഇന്ന് കൂളും കാച്ചുകൊണ്ടാണ് ജീവിക്കുന്നത്. ഏതാ കൂള് മതി എന്നാണ് പറയുന്നത്. നിങ്ങൾ കാച്ചി തന്നാൽ മതി. കട്ടിയായ ആഹാരം കഴിക്കാൻ ഡൈജഷൻ ഇല്ല, അതിനുള്ള സ്ട്രെങ്ത് ഇല്ല. ആത്മീയത്തിലും എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ അവസാനത്തിൽ കാണുന്നില്ല, നിങ്ങൾ കട്ടിയായുള്ള ആഹാരമല്ല, പാലത്രേ ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് പ്രാപ്തരല്ല. അപ്പോൾ വിശ്വാസികളായാലും വേലക്കാരായാലും ഇതിൽ വളർന്നുകൊണ്ടിരിക്കണം. ആത്മീയത്തിലും വചനത്തിലും വളരുന്തോറും കട്ടിയായ ആഹാരം. തീത്തോസിനെ വായിക്കുമ്പോൾ സൗണ്ട് ഡോക്ട്രിൻസ്, ആരോഗ്യമായ ഉപദേശങ്ങൾ കൊടുത്തവരെ ഏത് പ്രശ്നത്തിൻ്റെ മധ്യേയും നിലനിർത്തണം. ഇപ്പം പിണറായി വിജയൻ സാറൊക്കെ നിൽക്കുന്നിങ്ങനെ കമ്മ്യൂണിസത്തിൻ്റെ ശക്തിയായ ഉപദേശം പഠിച്ചു. എന്തിനേയും നേരിടാനുള്ള ആംബിയർ അവിടുന്ന് കിട്ടി. അല്ല പുള്ളിക്ക് വീട്ടിൽ നിന്ന് കിട്ടിയതാണോ? അല്ലല്ലോ. പുള്ളിയുടെ വീട്ടു ബാഗിനുള്ള അങ്ങനെ ഒന്നുമില്ലല്ലോ. ആ കമ്മ്യൂണിസത്തിൻ്റെ ശക്തി ഈ ലോകത്തിൽ കുറേ കുറച്ച്, എന്നാൽ ആത്മീയത്തിൽ അതല്ല. വരും കാലത്തിൽ കൂടെയും നിത്യരായത്തിൻ്റെ ശക്തി നമുക്ക് കിട്ടും. അതിനാണ് ഉപദേശ ശക്തം. പേടിച്ചല്ല. സുവിശേഷ വേലക്കാർ സഭയെ വന്ന് പേടിച്ച്, വിശ്വാസിയെ പേടിച്ച്, അവിടുത്തെ പ്രമാണിയെ പേടിച്ച് പ്രസംഗിക്കാൻ പോയി ഒക്കത്തില്ല. ഒരു കൺവെൻഷൻ ഇരിക്കുമ്പോൾ ആ കൺവെൻഷൻ ചെയ്ത് പ്രസംഗിക്കുമ്പോൾ അവിടെ ഇരിക്കുന്ന പാസ്റ്റർമാരെ പേടിച്ചുകൊണ്ട് വചനം പറയാൻ ഒക്കത്തില്ല. ഇനി അടുത്ത സ്റ്റേജ് കിട്ടില്ല, എന്ത് ചെയ്യും? കിട്ടുന്ന സ്റ്റേജ് മതിയെന്നേ, ഉള്ള സ്റ്റേജിൽ സത്യം പറയുക. ചിലപ്പോൾ ആ ഭാഷ കൈയടിച്ച് ഇടാതെ ഇരുന്നു നിനക്കെന്നെ അടുത്ത ദൈവം തുറന്നു വരും. നീ ദൈവത്തിൻ്റെ പൈതലാണെങ്കിൽ പൗലോസിനെയും ശൈലാസിനെയും ഫിലിപ്പിയിൽ വെച്ച് ജയിലിലിട്ടു, കാരാഗ്രഹത്തിലിട്ടു. അവിടെ പ്രസംഗം നിന്നോ? കാരാഗ്രഹത്തിൽ വെച്ച് ഉണർവ് നടത്തി അതിൻ്റെ അടിസ്ഥാനമുള്ളക്കിയ പാർട്ടികളായത്. അതാണ് ഈ പവർ എന്ന് പറയുന്നത്. മനസ്സിലായോ? അതുപോലെ വചനം നല്ല സൗണ്ടോ. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഒരു സഭയിൽ ചെല്ലുമ്പോൾ ഒരു വൈബ്രേഷൻ ഉണ്ടാകും. കാരണം ഈ ശക്തമായ ഉപദേശങ്ങൾ കൊടുക്കുമ്പോൾ ചില വിശ്വാസികൾ ഇങ്ങനെ ഷിവർ ചെയ്ത് കണ്ടിട്ടില്ലേ? ചില കൂട്ടുവേലക്കാർക്ക് ബുദ്ധിമുട്ട് വരും കുറച്ച് നാളത്തേക്ക്. പക്ഷേ അവരൊന്ന് അഭ്യസിച്ച് നോക്കി പിന്നെ എവിടുത്തിട്ടാലും 4 കാലിൽ നിൽക്കാം. അതുകൊണ്ട് ആരംഭത്തിൽ ഞങ്ങൾ എവിടെ ചെന്നാലും ആ സഭയ്ക്കൊരു ഇളക്കം ഉണ്ടാകും. എന്തിനാ? ഇളകാത്ത രാജ്യം സ്ഥാപിക്കാൻ. സകല ജാതികളെയും ഇവിടെ ഇളകില്ലായിരുന്നോ? ഇവിടെ എന്തോരം ഇളക്കമായിരുന്നു, അകത്തും പുറത്തും ഇളക്കമില്ലായിരുന്നു. ഇപ്പം തന്നെ സ്വസ്ഥമായി. അങ്ങനെ ഇളകിയിട്ട് വേണം ഇളകാത്ത സ്ഥാപിക്കാൻ. അല്ലാതെ മക്കളെ കുഞ്ഞുങ്ങളെ എന്ന് പറഞ്ഞുകൊണ്ട് എന്നും പാല് കൊടുത്തുകൊണ്ടിരുന്ന ഇവരൊക്കെ എങ്ങനെ വളരുന്നേ? പിന്നെ എന്നും പ്രാർത്ഥിക്കാൻ നടക്കണം. ഉപദേശിയെ വാ, നെഞ്ചുവേദന, ഞങ്ങളൊരു പോകാൻ്റെ പാട്ടെന്ന് പറയും. നിനക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ചാൽ ദൈവം തമ്പുരാൻ്റെ ശിക്ഷ ഉണ്ടാകും എന്ന് പഠിപ്പിക്കുന്ന കൂട്ടത്തിലാണ്. അവിടെ ഇപ്പോൾ ശല്യമൊന്നുമില്ലല്ലോ. ഇപ്പോൾ ആർക്കും പ്രാർത്ഥിക്കാനും വിളിക്കുന്നില്ല, ഇല്ലയോ? പിന്നെ അച്ഛൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചാൽ മതി. മറ്റത് പാതിരാത്രി ഓടണ്ടേ, വെളുപ്പം കാലത്ത് ഓടണ്ടേ? എന്നിട്ട് വല്ല ഗുണമുണ്ടോ? അതുമില്ല. കാരണം അകത്ത് വചനമില്ല. അതിനാണ് ശക്തിയേറിയ ഉപദേശങ്ങൾ തരണമെന്ന് പറയും. ഇരമ്യാ പ്രവചനം 31:12-14 ഒന്ന് വായിച്ചു നോക്കിയേ. അവിടെ ഉണ്ട് വചനത്തിൻ്റെ നന്മയായ പുഷ്ടി. ഇരമ്യാ 31:12-14. യെശയ്യാ 10:28 എന്താ വായിക്കുന്നത്? യെശയ്യാ പ്രവചനം 10:28 പുഷ്ടി നിമിത്തം. ആ പുഷ്ടിയാണ് വചനത്തിൽ കൂടെ. അതാണ് മൽക്കീസേദെക്കിൽ നിന്ന് കിട്ടിയ അപ്പം. അല്ലാതെ അത് പാലപ്പം വെള്ളപ്പം അല്ല. അതൊന്ന് ഇടല്, ഇത് പൊരുള്. അതുകൊണ്ടാണ് പ്രതിഷ്ഠിക്കപ്പെട്ട വേലക്കാർക്ക് ഉപദേശം ശക്തമായിട്ട് പറയാം. എന്താ കത്തോലിക്ക അച്ഛന്മാരെന്താ അവരാരും ഉപയോഗിക്കത്തില്ലല്ലോ. കത്തോലിക്ക അച്ഛന്മാരും ബിഷപ്പ്മാർക്ക് അവരവരുടെ സഭയാണ് അവരുടെ സ്വത്ത്. പെന്തിക്കോസ്ത് മിഷനിലെ വേലക്കാർക്ക് അവരുടെ സഭയാണ് സ്വത്ത്. അവർക്ക് ഭാര്യയും മക്കളും എല്ലാം തന്നെ സഭയാണ്. അപ്പോൾ സഭയ്ക്ക് വേണ്ടി അവർക്ക് ജീവനെ കൊടുക്കാം. മറ്റ് പെന്തിക്കോസ്ത് ആയിരിക്കും. മറ്റ് പെന്തിക്കോസ്തിൽ പലരും ചോദിക്കാറുണ്ട്, നിങ്ങളുടെ വിശ്വാസികൾ നിങ്ങളെ എന്തുമാത്രം സ്നേഹിക്കുന്നു? നിങ്ങളുടെ സഭയിലൊക്കെ പറയുന്ന പ്രസംഗത്തിൻ്റെ പകുതി 4-1 ഇവിടെ പറഞ്ഞാൽ നാളെ ഞങ്ങളിവിടെ കാണത്തില്ലെന്ന് പറയും. ഏതാ ഇവിടെയും ഉണ്ട് ചിലർ. എന്നാലും നടത്തിപ്പുകാർ സ്ട്രോങ് ആണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. മനസ്സിലാവുന്നു? അവർക്കറിയാം അവർക്ക് വേണ്ടി ഞങ്ങൾ ജീവൻ കൊടുക്കാൻ വന്നിരിക്കുമ്പം പിന്നെ ഞങ്ങളെ കയറി ഭരിക്കാൻ അവർ വരില്ല, സമ്മതിക്കത്തുമില്ല. പിന്നെ വേലക്കാരിലും ചിലരുണ്ട് അധിക പ്രസംഗികൾ. അവരെ ദൈവം തമ്പുരാൻ പാഠം പഠിപ്പിച്ചോളും, അല്ല തന്നെ പഠിച്ചോളും. അത് വേറെ കാര്യം. അപ്പോൾ ഈ പുഷ്ടി ഉണ്ടായിരിക്കണം ഏത് മൊത്തവും. പണ്ടൊരു കള്ളപ്രവാചകൻ നമ്മുടെ വിശ്വാസിയുടെ ഭാര്യയുടെ വീട്ടിലൊരു പ്രാർത്ഥന നടത്തി. 3 ദിവസം ഉപവാസം. അയാൾ കേരളത്തിൽ ഫേമസ് ആയ ഒരു ആളാണ്. മാനന്തവാടിയിലെ പുലിക്കയത്താണ് ഭർത്താവിന് പയ്യൻ്റെ വീട്, ഭാര്യ മാനന്തവാടി. അപ്പോൾ മാനന്തവാടി 3 ദിവസം ഭയങ്കര ഉപവാസ പ്രാർത്ഥനയാണ്. 2-ാം ദിവസം പ്രാർത്ഥനയ്ക്ക്
ഇവർ ലീവിന് വന്നപ്പം ഭാര്യയും ഭർത്താവും കൂടെ ചെന്നു. അപ്പോൾ ഭാര്യ ഭയങ്കര പ്രവാചകനൊക്കെ വിശ്വാസമാണ്. അപ്പോൾ ആ പ്രവാചകൻ മനസ്സിലായി ഈ വരുന്ന ഭർത്താവ് TPM വിശ്വാസിയാണ്. TPM വിശ്വാസി എന്ന് കേട്ടപ്പോൾ തന്നെ ഈ പുള്ളി പ്രാർത്ഥന നിർത്തി സ്ഥലം വിട്ട് നടന്ന സംഭവിച്ചപ്പോൾ ഞാനിവിടെ ഉണ്ടെന്നറിയാം. കാരണം ഈ പുള്ളിയുടെ പ്രവചന പദ്ധതിയൊന്നും യഥാർത്ഥ TPM വിശ്വാസിന് മുമ്പിൽ നടക്കത്തില്ലെന്ന കാര്യം അയാൾ അന്നേരം പടം മുടക്കി പോയി. ഇതാണ് യഥാർത്ഥമായ ഒരു വിശ്വാസി. ഈ സ്റ്റാൻഡേർഡ് നിങ്ങൾ വരണം. മനസ്സിലാവുന്നു? അവൻ ഉപദേശം പഠിച്ചവനാ. അവനൊരു പക്ഷെ നേരത്തെ ഇതിനോട് ഉപദേശം പറഞ്ഞു കാണും. ഈ ചുമ്മാ ഡാണ്ടു അടിച്ച് പ്രവചിച്ചാവൊന്നും നടക്കത്തില്ല. വചനാനുസൃതമായിരിക്കണം, അല്ലെങ്കിൽ പോളായിട്ട് പാടെന്ന് പറയും. അത് പറയാനുള്ള ആംബിയർ TPM വിശ്വാസികൾക്ക് ഉണ്ടായിരുന്നു. ഇന്നത്തെ എണ്ണത്തിനുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഇന്ന് അവരും നടക്കുക, ചായോ പ്രാർത്ഥിക്കണേ, വഴിയെ പോകുന്നതിനെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന പാർട്ടിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉണ്ടെന്ന് എനിക്കറിയത്തില്ല. അങ്ങനല്ല, നിങ്ങൾ ഉപദേശം പഠിച്ച് ശക്തരാകണം. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാൽ ഒന്ന് വായിച്ച് 1 യോഹന്നാൻ 2-ാം അധ്യായത്തിൻ്റെ 14-ാം വാക്യത്തിലാണെന്ന് തോന്നില്ലേ? ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും ദൈവവചനം നിങ്ങൾ വസിക്കിയാലും ദുഷ്ടനെ ജയിച്ചിരിക്കാലും. വായിച്ചേ. ബാല്യക്കാരെ നിങ്ങൾ ശക്തരായാലും ദൈവവചനം നിങ്ങളിൽ വസിക്കാലും. അതാണ് നിങ്ങൾ ശക്തരാക്കേണ്ട. ഈ ഉപദേശം വേണം. ഉപദേശമില്ലാതെ അതും ഇതും പറഞ്ഞ് കുറെ പ്രോസ്പെരിറ്റി ഗോസ്പലും പറഞ്ഞ് നിങ്ങൾ കർത്താവിൻ്റെ വരെ പോകുന്നു പറഞ്ഞാൽ പോകത്തില്ല. പോകണമെങ്കിൽ അതിന് തക്കവണ്ണം ഉപദേശത്തിൽ വളരണം. താട്ട് വൈര്. ബാല്യക്കാരെ നിങ്ങൾ ശക്തരാകിയാലും പിന്നെ ദൈവവചനം നിങ്ങളിൽ വസിക്കാലും നിങ്ങൾ ദുഷ്ടനെ ജയിച്ചിരിക്കാലും. നിങ്ങൾ ദുഷ്ടനെ ജയിച്ചു. നോക്കണം, ദുഷ്ടനെ അതിന് വചനം വേണം. യേശുക്രിസ്തുവിന്റെ ദുഷ്ടൻ വന്നപ്പോൾ അവൻ വചനം എടുത്തിട്ടാണ് കയറിയത്. അല്ലാതെ വകുപ്പ് പറഞ്ഞാലും നോക്കത്തില്ല, വചനം എടുക്കണം. പിന്നെ വായിക്കാം. സക്കറിയ പ്രവചനം 9:17, ഇരമ്യ 15:16. മൈക്കിൾ വായിര്. സക്കറിയ പ്രവചനം 9:17, ഇരമ്യ 15:16. എത്ര സ്ത്രീത്വവും എത്ര സൗന്ദര്യവും ഉണ്ട്. അടുത്തത് ധാന്യം യുവാക്കളെയും. അതാണ് മൽക്കീസദെക്ക് കൊടുത്ത അപ്പം. ധാന്യം യുവാക്കളെയും വീഞ്ഞ് യുവതികളെയും. എന്നാൽ യഥാർത്ഥ ട്രാൻസ്ലേഷൻ ധാന്യവും വീഞ്ഞും യുവാക്കളെ പുഷ്ടീകരിക്കുന്നതാണ്. നോക്കണം, ഒറിജിനൽ ട്രാൻസ്ലേഷനിൽ ധാന്യവും വീഞ്ഞും യുവാക്കളെ ശക്തീകരിക്കുന്നതാണ്. അതുകൊണ്ടാണ് യോവേൽ പ്രവചനം വായിക്കുമ്പോൾ അന്ത്യകാലത്ത് ഞാൻ സകല ജനത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും, നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും, ദർശനങ്ങൾ കാണും, അവർ കർത്താവിൻ്റെ വേലയ്ക്ക് വരും എന്നൊക്കെ പറഞ്ഞതിൻ്റെ കാരണം അതാണ്. ഇരമ്യ 15:16 വായിച്ചേ. ഞാൻ നിന്റെ വചനം കണ്ടെത്തി ഭക്ഷിച്ചിരിക്കുന്നു. നോക്കണം. உம்முடைய வார்த்தைகள் கிடைத்தவுடனே அவைகளை உட்கொண்டேன். உம்முடைய வார்த்தைகள் எனக்கு சந்தோஷமும் உம்முடைய வார்த்தைகள் எனக்கு சந்தோஷமும் என் ഹൃദയത്തിക്ക് മഹിഴ്ചയും. എന്റെ ഹൃദയത്തിക്ക് മഹിഴ്ചയും. അപ്പൊ ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്ന ഈ വചനമാണ്, ഉപദേശമാണ് കേട്ടോ. വചനം എല്ലാവരും കിട്ടും, പക്ഷെ ഉപദേശകരമായ നമ്മുടെ ഈ പാട്ടൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഞാൻ ഓതറിയിരിക്കുമ്പോൾ IPC എന്നൊരു നല്ല വിശ്വാസി ആ കാലത്ത് നമ്മളിവിടെ സഹകരിക്കുമായിരുന്നു. ആ വിശ്വാസി ഞാൻ കാസറ്റ് കൊടുക്കുമ്പോഴേ ആദ്യം എന്നോട് പറഞ്ഞു, പക്ഷേ ഇത് കേൾക്കാൻ വലിയ ഇമ്പം, മറ്റ് ചില ആൾക്കാരുടെ പാട്ട് പോലെ അത്ര ഇല്ലെങ്കിലും ഒരു കാര്യം, ഇത് മുഴുവൻ വചനമാണ്. ഈ പാട്ട് പഠിക്കുന്നവന് വചനം മനസ്സിലാകും, വചനം അറിയാവുന്നൊരു പാട്ടും അറിയാം. കാരണം മുഴുവൻ ഉപദേശ വചനങ്ങൾക്ക് അടിസ്ഥാനപരമായിട്ടാണ് ഈ TPMലെ പാട്ടുകൾ മുഴുവനും കാണുന്നത്. ഇപ്പം നമ്മുടെ സെൻട്രൽ പാസ്റ്റർ KV മറിയസ് ഒരിക്കൽ എന്നോട് പറഞ്ഞാൽ, ഒരു ദൂത് കൊടുക്കാനായിട്ടൊന്നും വേണം, അവിടെ ആ പാട്ടിൻ്റെ ഒരു വരി ശ്രദ്ധിച്ചാൽ മതി. അതാണ് സഹോദരിമാർ പാടുന്ന പാട്ടിൻ്റെ ഒരു വരി ശ്രദ്ധിച്ചാൽ അതിനകത്തൊരു ദൂതുണ്ടെന്നാണ്. കാരണം അത്ര കണ്ട് ഡെപ്താണ് ഇതിൻ്റെ ആഴങ്ങൾ. ഒരു പാട്ടിൻ്റെ ഒരു വരി മതി, അതിനകത്ത് കാണും ഒരു ദൂത്. അതുപോലെയാണ് ഈ വചനത്തിൻ്റെ ക്രമീകരണങ്ങൾ. നോക്കണം. അപ്പോൾ ധാന്യം വീഞ്ഞും, പിന്നെ ധാന്യം യുവാക്കളെയും വീഞ്ഞ്. അപ്പം ധാന്യവും വീഞ്ഞും യുവാക്കളെ പുഷ്ടീകരിക്കുന്നു. ഇരമ്യ പറയുന്നു, നിന്റെ വചനത്തെ കണ്ടെത്തി ഞാൻ ഭക്ഷിച്ചിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിന് 48, 63, 68. യോഹന്നാന്റെ സുവിശേഷം 6:48, 63, 68. എന്താ പറയുന്നത്? എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. നോക്കണം. എന്നെ പാനം ചെയ്യുന്നവൻ നിത്യജീവനുണ്ടാകും. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ വായിച്ച് 63 വായിച്ചു. യോഹന്നാന്റെ സുവിശേഷം 6:63. ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനങ്ങൾ
ജീവനും ആത്മാവുമാകുന്നു. ഇപ്പോൾ വചനത്തിൽ എന്തൊക്കെയുണ്ട്? ജീവനുണ്ട്, അതിലൊരു ആത്മാവുണ്ട്. അതുകൊണ്ടാണ് ശമരിയ സ്ത്രീയോട് യേശു സുവിശേഷം അറിയിക്കുമ്പോൾ വിശന്നിരുന്ന് യേശു സുവിശേഷം പറഞ്ഞപ്പോൾ തൃപ്തിയായി. നോക്കണം. അപ്പോൾ സുവിശേഷം പറയുമ്പോൾ ഒരു അമ്മ കൊച്ചിന് പാൽ കൊടുക്കുന്ന പോലെയാണ്. കൊച്ചിനും വയറ് നിറയും, അമ്മയ്ക്ക് ആശ്വാസവും സംതൃപ്തിയാകും. ഇതുപോലെ ശമരിയ സ്ത്രീയോട് സുവിശേഷം പറഞ്ഞപ്പോൾ ശിഷ്യന്മാർ ഞാൻ കഴിച്ചു. എന്ത് കഴിച്ച്? നിങ്ങളറിയാത്ത ആഹാരം. നിങ്ങളറിയാത്തൊരാഹാരം, എൻ്റെ അയച്ചവൻ്റെ പ്രവൃത്തി തെളിയിക്കുന്ന തന്നെ എൻ്റെ ആഹാരം. അപ്പം ഇതാണ് അപ്പവും വീഞ്ഞും. മനസ്സിലായോ? അപ്പം നിങ്ങൾ അധ്വാനിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ജീവാംശത്തിൻ്റെ ഒരു ഭാഗം ദശാംശമായിട്ട് കൊടുക്കുന്നു. എന്നാൽ പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ഇനിയുണ്ട്. യേശു മത്തായിയുടെ സുവിശേഷത്തിൽ പറയുന്നത് എന്താ? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ 23-21 ആണെന്നില്ലേ? ശാസ്ത്രിമാരുടെയും പരീശന്മാരുടെ ചെയ്യുന്ന പോലെ ദശാംശം കൊടുക്കുകയും ചെയ്യണം, അതിൽ കവിഞ്ഞിരിക്കണമെന്നാണ്. മറ്റൊരു ദശാംശം എന്ന് പറഞ്ഞൊരു നിയമം, പക്ഷേ അത് കവിഞ്ഞിരിക്കണം എന്നാ പറയുന്നത്. ശാസ്ത്രിമാരുടെയും ആ പരീശന്മാരുടെയും നീതിയെ കവിയുന്നില്ല എങ്കിൽ, അപ്പോൾ യേശു കൊടുക്കേണ്ടതല്ല പറഞ്ഞേ. തന്നെയല്ല, കൊടുക്കുന്ന കാര്യത്തിൽ ഞങ്ങളെക്കാൾ ഉത്തരവാദിത്വം യേശുവിനുണ്ട്. അറിയാമോ? ഇപ്പം ഞങ്ങളാരും നോക്കാറില്ല. നിങ്ങളെ ദശാംശത്തിന് ആരും ഇപ്പം സഹായത്തിന് തരുന്നു. 5 രൂപ വന്നാലും 50 രൂപ വന്നാലും 100 രൂപ വന്നാലും 500 വന്നാലും ഒന്ന് ചുരുട്ടി ഞങ്ങൾ പോക്കറ്റ് ഇടും, ഇല്ലയോ? പക്ഷേ യേശു ക്രിസ്തു അതല്ല. കർത്താവ് പോയി പണ്ടാരപ്പെട്ടിയുടെ അടുത്തിരുന്ന പുള്ളിയാണ്, ഇല്ലേ? ഒരു ദിവസം മുഴുവൻ മെനക്കെട്ട് ഇവന്മാരെന്താ ഇടുന്നത്, ഇവരെന്താ ഇടുന്നതെന്ന് അറിയാൻ വേണ്ടി യേശു പണ്ടാരപ്പെട്ടിയുടെ ചോട്ടി പോയിരുന്നുകൊണ്ട് കൃത്യതയോടെ കണ്ടുപിടിച്ചില്ലേ? പറഞ്ഞില്ലേ, ഒരു സ്ത്രീ തൻ്റെ മുഴുവനും ഇട്ടെന്നാണ്. അപ്പോൾ അതിലെന്തോ അർത്ഥമുണ്ട് കേട്ടോ. അതെന്താണെന്ന് യേശുവോട് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ, ഞാനായിട്ട് പറയുന്നില്ല. അപ്പോൾ അതിലും ഒരു നന്മയുണ്ട്. മലാക്കിയുടെ പുസ്തകത്തിൽ വായിക്കുമ്പോൾ കടവാന്നാണ് പറയുന്നത്. അവരീ കടക്കാരായിത്തീരും. ലേവ്യ ആവർത്തന പുസ്തകത്തിൽ പറയുമ്പോൾ അങ്ങനെ ചെയ്യുന്നതിനാൽ ഞാൻ അവർ കടക്കാരാന്നാണ്. മനസ്സിലാവുന്നു? ഞാൻ അവർക്ക് കടക്കാരൻ. നമ്മൾ വലിയ വലിയ ആൾക്കാർക്ക് കൊണ്ട് എന്തെങ്കിലും കൊടുക്കുമല്ലോ. ഇപ്പോൾ പണ്ട് തിരുമുൽക്കാഴ്ച എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. രാജാക്കന്മാർക്ക് ഈ അടിയാന്മാർ, അന്നത്തെ ഇവരുടെ അടിയന്മാർ വീട്ടിലുണ്ടാക്കിയെടുത്ത വാഴക്കൊലയോ അല്ലെങ്കിൽ തേങ്ങാക്കൊലയൊക്കെ ആദ്യത്തെ കിട്ടി രാജാവിനോട് അർപ്പിക്കും. രാജാവിന് എൻ്റെ വാഴക്കൊലയില്ലാഞ്ഞിട്ടാണോ? തിരുവിതാംകൂർ രാജാവിന് സ്ഥലവും വാഴയില്ലാഞ്ഞിട്ടാണോ? അല്ല, അവരൊക്കെ നല്ല സ്നേഹമുള്ള മനുഷ്യരാണ് അന്നത്തെ രാജാക്കന്മാരൊക്കെ. അപ്പോൾ ഈ അടിയാന്മാർ കൊണ്ടുപോയി അവർ അധ്വാനിച്ച് അവരുടെ പിള്ളേർക്ക് കാത്തുകെട്ടി കിടന്ന് കഴിക്കാൻ വേണ്ടതായ ആ ആദ്യത്തത് രാജാവിനോട് കൊടുക്കും. ആ സ്നേഹവും ബഹുമാനമാണ്. അങ്ങനെ ആ തിരുമുൽക്കാഴ്ച കൊണ്ട് രാജാവിനോട് കൊടുത്തു കഴിയുമ്പോൾ രാജാവിനെതിരിത്, പക്ഷെ രാജാവിൻ്റെ മനസ്സൊക്കെ തെളിയും. ഓ, ഈ അടിയാൻ അവൻ തിന്നേണ്ടത് എന്നെ ബഹുമാനിച്ച്, ആ ശരി ഇടവേ നീ ആ 2 ഏക്കർ എഴുതിയെടുത്തു, പോയി കൃഷി ചെയ്തു. അങ്ങനെയൊക്കെയാണ് ഈ കേരളത്തിലെ ക്രിസ്ത്യാനികളും ഹിന്ദുക്കളിൽ നായന്മാരുമൊക്കെ അല്ലെങ്കിൽ മറ്റ് താഴ്ന്ന പലരുമൊക്കെ ഇങ്ങനെ ഈ പറഞ്ഞ പോലെ ജന്മികളൊക്കെ ആയി തീർന്നതിൻ്റെ ഒരു രഹസ്യം അതാണ്. ഹൃദയപരമാർച്ചയോടെ രാജാവിനെ സ്നേഹിച്ച് സേവിച്ച് പോയവർക്ക് കിട്ടിയ ഇതാണ് നമ്മൾ ദശാംശത്തിൽ കൊടുക്കുന്ന കടക്കാരൻ. അതിന് എല്ലാ മതങ്ങളും എടുക്കാൻ സമയമില്ല. അപ്പം നമ്മൾ ദൈവത്തിന് കടക്കാരായിരിക്കുക. നിങ്ങളെന്നെ പരീക്ഷിക്കുകയാണ്. മലാക്കിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ വായിക്കുമ്പോൾ നിങ്ങൾ പരീക്ഷിച്ച് നോപ്പിൻ, നിങ്ങൾക്ക് മതിയായതുകൊണ്ട് ഞാൻ നിങ്ങൾക്കെല്ലാം തരും. അപ്പോൾ ഇതിനകത്ത് രഹസ്യമുണ്ട്. അതുകൊണ്ട് എല്ലാ പെന്തിക്കോസുകാരും ദശാംശം കൊടുക്കരുത് എന്നൊന്നുകൂടെ പറയുകയാണ്. പിന്നെ ആരാ? അബ്രഹാമിൻ്റെ സന്തതികളായ വിശ്വാസികൾ മാത്രമേ. വെറുതെ നിങ്ങളുടെ കാശ് കൊടുത്ത് കളയരുത്. നിങ്ങൾക്കുള്ള ആദ്യഫലങ്ങളോ ഇതെല്ലാം കൊടുക്കണം, പക്ഷേ അത് അവസാനം ഗുണമില്ലാതെ വരരുത്. അതുകൊണ്ട് ശരിയായ അബ്രഹാമിൻ്റെ സന്തതികൾ മാത്രം ദശാംശം കൊടുക്കണം. ദശാംശം വാങ്ങിക്കാൻ യോഗ്യത ആർക്കാണ്? മൽക്കീസദേക്കിൻ്റെ ക്രമത്തിൽ ആരെല്ലാം വേല ചെയ്യുന്നു അവർക്കെല്ലാം ദശാംശം വാങ്ങിക്കാം. എന്ന് വെച്ചുകൊണ്ട് വരുന്ന ദശാംശം വാങ്ങിച്ചാൽ ദൈവം കോപിക്കത്തൊന്നുമില്ല. ഒരാൾ ദശാംശം വാങ്ങിച്ചെന്ന് പറഞ്ഞ് കൊടുക്കുന്നതിന് നഷ്ടമൊന്നുമില്ല, പക്ഷെ വായിക്കുന്നത് സൂക്ഷിച്ചോണ്ട്. ഇതെങ്ങനെ സമതാർപ്പിതമാണ്, ഇത് സൂക്ഷിച്ചില്ലെങ്കിൽ അതിന് ശിക്ഷാവധി ഉണ്ടാകും. അതുകൊണ്ട് നാം സൂക്ഷിക്കുക. ദൈവത്തിൻ്റെ ഉപദേശപ്രകാരം നമ്മളും മുന്നോട്ട് ജീവിക്കാൻ ശ്രമിക്കുക. നല്ല ശക്തമായ അപ്പവും വീഞ്ഞും കഴിച്ച് ആരോഗ്യമുള്ളവരായി, വിശ്വാസത്തിൽ ആരോഗ്യമുള്ളവരായി ഓടരുത്. ഉപദേശം കേൾക്കുമ്പോൾ ഓടുന്നതിൻ്റെ കാരണം എന്താ? വേലക്കാർ ഓടുന്നവരില്ലേ, അവർ ഉപദേശത്തെ വളരത്തില്ല. ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലും കാട്ടിക്കൂട്ടി ഇവരെ പ്രസാദിച്ച് പോകുന്നവർക്ക് ഇതുപോലെ നടത്തിപ്പിക്കേണ്ടി വരുമ്പോൾ ബുദ്ധിമുട്ട് വരും. എന്നാൽ കുറേ നാൾ പ്രാക്ടീസ് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ എവിടെയും തെളിഞ്ഞിരിക്കും. പോലീസ് പറയുന്നില്ലയോ, തീമോത്സവം നീ ഇന്നാരോട് പഠിച്ചു എന്ന്. ഇപ്പം ഞങ്ങളീ പറയുന്നൊരു കാരണം എന്താ? ഞാൻ പാഷ ഏണസ്റ്റ്, പാഷ കേസിയോറിയസ്, അങ്ങനെ ആദ്യകാലത്തുള്ള നല്ല ശ്രേഷ്ഠന്മാരായ വിശുദ്ധന്മാരോട് പഠിച്ചുകൊണ്ടാണ് എനിക്കിന്ന് പറയാൻ സാധിക്കുന്നത്. ഞാൻ കേരളത്തിലെ സാധാരണ പാഷന്മാരോടെ നടന്നിരുന്നെങ്കിൽ എനിക്കിത് പറയാൻ ഒക്കത്തില്ല. കേരളത്തിൽ നല്ല പാഷന്മാരുണ്ട്, ഇല്ലെന്നല്ല, അല്ലാത്തവരുമുണ്ട്.
ചില പാസ്റ്റർമാരെന്നല്ല, ഉപദേശം നിശ്ചയമില്ലാത്തവരുണ്ട്, ഉള്ളവരുമുണ്ട്. ഈ 2 വർഷം മുമ്പ് പാസ്റ്റർ എബ്രഹാം, ഇപ്പോഴത്തെ ചീഫ് പാസ്റ്റർ, ഞങ്ങൾ എറണാകുളത്ത് വെച്ചൊരു വർക്കേഴ്സ് മീറ്റിംഗ് കണ്ട്, താൻ വർക്കേഴ്സ് മീറ്റിംഗ് കഴിഞ്ഞിട്ട് ഇറങ്ങി വന്നപ്പോഴേ എന്നെ കയറി കെട്ടിപ്പിടിച്ചു, ആത്മാവ് നിറഞ്ഞു. ചെറിയാകുഞ്ഞ് പാസ്റ്ററെ, നിങ്ങൾ വലിയ വലിയ പാസ്റ്റർമാരോടൊക്കെ ഇരുന്ന് ഉപദേശം പഠിച്ച മനുഷ്യനാണ്, അതുകൊണ്ട് എല്ലാ ഉപദേശവും തുറന്ന് പഠിപ്പിക്കുന്ന ആളില്ല. എനിക്ക് തോന്നുന്നു അതുകൊണ്ടായിരിക്കും ദൈവം എന്നെ ഇപ്പോഴും ജീവനോട് വെച്ചിരിക്കുന്നത്. ഞാനതുപോലെ ചെയ്യുന്നുണ്ട്. അവർക്കാർക്കും മുടക്കമൊന്നുമില്ല. ഞാൻ ഈ ഉപദേശം പറയുന്നതൊന്നും ചീഫ് പാസ്റ്റർമാർക്കൊന്നും ഒരു പ്രയാസമില്ല. അവരാരും തന്നെ ഇതുവരെയും പറയണമെന്നല്ലാതെ ഇത് കൂടിപ്പോകുന്നല്ലേ പറയേണ്ടതെന്ന് ഇതുവരെയും പറഞ്ഞിട്ടില്ല. പിന്നെ കേരളത്തിലെ ചില അച്ചായന്മാർക്ക് ചിലപ്പം ഇടയ്ക്കിടയ്ക്ക് അവർക്കൊരു വിഷമം വരും. കാരണം ഇപ്പം നിലനിൽക്കണമെന്നുള്ള പ്രയാസത്തിന് വേണ്ടി ആയിരിക്കും. അതാണ് ഇങ്ങനെയൊക്കെ ഒരുപാട് പറഞ്ഞു പോയാൽ പിന്നെ നിലനിൽക്കാതെ വന്നാൽ എന്ത് ചെയ്യും എന്നൊക്കെ ഒരു സംശയം കൊണ്ടായിരിക്കും കേരളത്തിലെ അച്ചായന്മാർക്ക് ഇടയ്ക്കിടയ്ക്കൊരു പ്രയാസം വരുന്നുണ്ട്. അത് സാരമില്ല, അത് നന്മയ്ക്ക് അല്ലേ, എല്ലാം നന്മയ്ക്ക്. അതുകൊണ്ട് ദശാംശം ദൈവത്തിൻ്റെ വ്യവസ്ഥയാണ്. പുതിയ നിയമത്തിലാണ്, പഴയ നിയമത്തിലല്ല ദശാംശത്തിൻ്റെ ഉപദേശം പൂർണ്ണമാകുന്നത്. അത് മനസ്സാക്ഷി യുഗത്തിൽ തുടങ്ങി ന്യായപ്രമാണ കാലത്തിൽ അവർക്ക് അനുവാദം കൊടുത്തു. വീണ്ടും പുതിയ നിയമകാലത്തിൽ അത് പ്രാവർത്തികമായി തീരുകയാണ്. നമുക്ക് കണ്ണുകളടയ്ക്കാം. ഹല്ലേലൂയ. നന്മയും നന്മയും മദർ പ്രാർത്ഥിക്കാം.